വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി 10 വാക്യങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്ത് വെളിപ്പാട് 1:3. ദൈവസഭ എടുക്കപ്പെട്ടാൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി വെളിപ്പാട് 6:12-13. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പ, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യം, അത്യവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പുസ്തകച്ചുരുൾ ചുറ്റുന്ന പോലെ ആകാശം മാറിപ്പോയി. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും? പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊന്നുകളയും. സോളാർ വിൻഡ് സ്ട്രോം ആൻഡ് UV അൾട്രാ വയലറ്റ് ഇന്നലെ രാത്രി. വിശുദ്ധ ബൈബിൾ വെളിപ്പാട് 16:8. 4-മത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, മനുഷ്യനെ ചുട്ടുകൊല്ലുവാൻ സൂര്യൻ അധികാരം, മനുഷ്യൻ അത്യുഷ്ടത്താൽ വെന്തുപോയി. 2-മതായി ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീഴും. വെളിപ്പാട് 8-10-11. 3-മത്തെ ദൂതൻ ഊതി ദീപം പോലെ ജ്വലിക്കുന്ന നക്ഷത്രം നദികളിലും നീരുറവകളിലും വീണു. ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന് പേർ. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അതിനോടനുബന്ധിച്ച് ആകാശത്ത് നിന്ന് വൻമല വീഴും. വെളിപ്പാട് 8:8. 2-മത്തവൻ ഊതി വൻമല പോലെയൊന്ന് ആകാശത്തിൽ നിന്ന് വീണു, കടലിലെ വെള്ളം രക്തമായി. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. അതിനു മുമ്പ് നീതി സൂര്യൻ. 2 പാറ വീഴും. പാറ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭ. വാട്ടർ ഇൻഫെക്ഷൻ ഇവിടെ ആഞ്ഞടിക്കുമ്പോൾ ജീവജല നദിയിൽ നിന്ന് ഉറവയിൽ പാനം ചെയ്തവനെ ചേർക്കാൻ വരും. കിണറ്റിലും സമുദ്രത്തിലുമെല്ലാം രക്തവെള്ളം വരുന്നൊരു കാലം വരും. ആ വെള്ളം മനുഷ്യൻ്റെ അകത്തളങ്ങളിൽ ശരീരത്തിലെത്തുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ. വൻകിട ഭൂകമ്പങ്ങൾ ലോകത്തിൽ. താമസമിന. കഴിഞ്ഞ ദിവസവും പത്തനംതിട്ടയിൽ മുല്ലപ്പെരിയാറിനെ പറ്റി DP റിപ്പോർട്ട് വരുന്നുണ്ട്. പുതിയ ഡാം പണിയാൻ നടക്കുമെന്നറിയത്തില്ല. മുല്ലപ്പെരിയാർ എന്നല്ലെങ്കിൽ നാളെ പൊട്ടുമെന്ന് ലോകമാധ്യമങ്ങൾ പറയുന്നു. അത് പൊട്ടുന്നതിന് മുമ്പ് കാന്തൻ്റെ കാഹളം. ലൂക്കോസ് 21:11. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധി. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെടുന്നതിനോടൊപ്പം ഇപ്പോൾ ലോകത്തിലെ സംഭവങ്ങൾ. എസെക്കിയേൽ 14:21-22. ആകയാൽ യഹോവയായ കർത്താവ് ഇങ്ങനെ പ്രവചിച്ചു പറയുന്ന എസെക്കിയേലോട്, യെരൂശലേം മാറ്റി കേരളത്തിൽ നിന്നും മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾക്ഷാമം, മഹാമാരി, ദുഷ്ടമൃഗം, അനർത്ഥകരമായ 4 അനർത്ഥങ്ങൾ ഭൂമിയിൽ വരുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവാനുള്ള രക്ഷിത ഗണത്തെ ശിക്ഷിച്ചിരിക്കും. ISROയുടെ ചെയർമാൻ ES സോമനാഥ് സാർ വരുന്ന ഭൂമിക്ക് അധികമായില്ല, മനുഷ്യൻ അന്യഗ്രഹങ്ങൾ. കാലിഫോർണിയയിൽ നിന്ന് ഫ്രാങ്കിൽ നാസയുടെ പറയുന്നു, സംടൈംസ് ആഫ്റ്റർ സൺ ഈസ് ഗോയിങ് ഗ്രേറ്റ് ഡീപ്പ് സ്ലീപ്പ്. സൂര്യനഗാധമായൊരു ഉറക്കത്തിലേക്ക് ന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ മലാക്കി 4:2 ഇന്നലെ നാം വായിച്ചു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ഊന്നുകല്ലിലെ ദൈവമക്കൾക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന പശുക്കിടാങ്ങളെ പോലെ പ്രിയൻ്റെ വരവിൽ നാം എടുക്കപ്പെടും. അതുകൊണ്ട് ഇന്നലെ രാത്രി വീണ്ടും പല വർഷം കൺവെൻഷൻ കേട്ടിട്ടും മത്തായി 7:24-25. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവൻ ബുദ്ധിയുള്ളവനാ. കൊടുങ്കാറ്റും പെരുങ്കാറ്റും വൻമഴ ചൊരിഞ്ഞു, ആ വീട് വീഴാൻ അനുവദിച്ചില്ല. ക്രിസ്തുവാകുന്ന പാറയിൽ എത്രത്തോളം വചനം കേട്ട്, ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് വചനത്തെ തിരസ്കരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളിൽ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവൻ്റെ ഭവനം താൽക്കാലികമാ. പെരുമഴയും കൊടുങ്കാറ്റും അടിക്കും, ഊന്നുകല്ലിൽ ആ വീട് വീഴും, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ട്, അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. അതായിരുന്നു ഇന്നലെ രാത്രിയിൽ 1-ാമത്തെ രാത്രി. ഇന്ന് രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ബൈബിളും സയൻസുമായിരിക്കും 2-ാം ഭാഗം. ഇന്ന് രാത്രി സോഫിയായും ഇൻ്റർനെറ്റ് മർഡറും. ഈ ദിവസങ്ങളിൽ പാമ്പാടിക്കാരൻ നവീനും വട്ടിയൂർക്കാവ് ദേവിയും. ഇന്ന് മനോരമയിലുമുണ്ട് തിരുവനന്തപുരംകാരി ആര്യ എങ്ങനെ മരിച്ചു, ഇതിൻ്റെ പിൻപിലാര്. 2-ാമത്തെ സംഭവമായി ഒരു ഗവൺമെൻറ്, ഒരു കറൻസി, ഒരു മൈക്രോ ചിപ്പ്. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾക്കതറിയാം, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലിമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഇത് രണ്ടുമായിരിക്കും ഇന്ന് നിങ്ങളുടെ പത്രങ്ങളിൽ ഓടുന്ന വാർത്ത മാത്രമായിരിക്കും ഈ രാത്രി പ്രതിപാദിക്കുന്ന എലോൺ മസ്ക്. ഇന്നലെ ഞാൻ യോഗം കഴിഞ്ഞപ്പോഴും ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ യുദ്ധം കേൾക്കണമെന്ന് വലിയ താല്പര്യമാണ് സഹോദരൻ. ഞാൻ പറഞ്ഞ 4 ദിവസം ഉണ്ടെങ്കിലേ റഷ്യ, ഉക്രൈൻ, ഇസ്രയേൽ, ഗാസയും അതുപോലെ വരാനിരിക്കുന്ന യുദ്ധങ്ങളെ പറയാൻ പറ്റൂ. ഏതെങ്കിലും വീട്ടുമുറ്റം തയ്യാറാക്കി തന്നാൽ മതി, സന്തോഷമായിട്ട് നമ്മൾ പ്രസംഗിക്കുക. സന്തോഷമില്ലല്ലോ. 1-ാം തീയതി തൊട്ട് മുറ്റത്ത് കൺവെൻഷൻ തുടങ്ങിയതാണ്. 1-ാം തീയതി നെടുങ്കണ്ടം IPCയുടെ മുറ്റത്ത് കൺവെൻഷൻ, 2 പനവേലി IPC, 3 ആറന്മുള IPC, 4 ആറാട്ടുപുഴ IPC. ഇവിടെ എല്ലാം തീർന്നിട്ട് തിരുവനന്തപുരത്തേക്ക് പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കട്ടപ്പന കഴിഞ്ഞിട്ടാണ് ഇന്നും നാളെ ഇവിടെ എത്തിയത്. നാളെ രാത്രി മറ്റന്നാൾ രാത്രിയും കരുനാഗപ്പള്ളിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ട് റാന്നി കൊറ്റനാട് IPC. 3 രാത്രി കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും. ഫെയ്ത്ത് ഹോമിലല്ല, ഒരു മർത്തോമാക്കാരെ അച്ചായം വീട്ടുമുറ്റം കൊടുത്ത് പെന്തിക്കോസുകാരെ അച്ചായം കൺവെൻഷൻ നടത്തുന്നു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. സ്ഥലം ഇവിടെ തന്നെ കൊറ്റനാട്. മുറ്റം ശരിയല്ലാത്തതുകൊണ്ട് മർത്തോമയിൽ അച്ചാൻ പറയും, അമ്മയുടെ മുറ്റത്ത് യോഗം നടക്കട്ടെ.
സ്വോത്രം. അവർ കൊറ്റനാട് യോഗം നടക്കുന്നു വീണ്ടും പത്തനംതിട്ടയിലേക്ക്. അതുകൊണ്ട് എല്ലാവരെയും ആ കുഞ്ഞിന്നലെ രാത്രിയിലും പറഞ്ഞു ഒരു 3 ദിവസം 4 ദിവസം എങ്ങനെയെങ്കിലും എനിക്കും പ്രസംഗിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി നമുക്കൊരു വിഷയം എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങളെപ്പോലുള്ളവരുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാ ഞങ്ങളൊക്കെ ഒരു രാത്രി കൂടി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഡോക്ടറേറ്റ് അല്ല, ബിരുദമല്ല, PhD അല്ല, അപ്പുറത്ത് മരുന്നിൻ്റെയോ ഇൻസുലിൻ്റെയോ പവറല്ല. ദർ ഈസ് എ ലിമിറ്റ്. എന്നാൽ അപ്പുറത്ത് ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് കൊണ്ട് ദൈവ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്നത്. 2 കാര്യം തൊട്ട് വെച്ചുകൊണ്ട് ഇന്ന് രാത്രി വിശുദ്ധ ബൈബിളിലേക്ക് ഊന്നുകല്ലിലെ എല്ലാവർക്കും ഞങ്ങളുടെ പ്രഭാഷണം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തികൾക്കോ ഒന്നും എതിരല്ല. ഞങ്ങളുടെ പ്രഭാഷണം ഊന്നുകല്ലിലെ എല്ലാ മക്കളും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനുവേണ്ടിയാ ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ പ്രഭാഷണത്തിൻ്റെ ധ്വനികൾ ഇവിടെ മുഴക്കുന്നത്. ട്രെയിൻ വരുന്നതിന് മുമ്പ് 2 മുന്നറിയിപ്പ് പോലെ, പ്ലെയിൻ യാത്രയാകുന്നതിന് മുമ്പ് 2 മുന്നറിയിപ്പ് പോലെ 2 മുന്നറിയിപ്പുകൾ പറഞ്ഞ് വെളിപ്പാടിലേക്ക് കടക്കുക. ഇന്ന് രാത്രി കൂടെ ഇവിടെ ഉള്ളായതുകൊണ്ട് ഇന്ന് രാത്രി യോഗം കഴിഞ്ഞൊരു പ്രത്യേക വിഷയത്തിന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂറോളം പ്രഭാഷണം പോകും. സമയം ഇന്നലെ 10 മിനിറ്റ് വൈകിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ല. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. യോഗം കഴിഞ്ഞ ആശീർവാദത്തിന് ശേഷം നിങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ ദയവായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. 2 മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് തിരുവചനത്തിലേക്ക്. കോവിഡാനന്തര ലോകം നമ്പർ 1. ഇന്ന് വളരെ വിഷയങ്ങൾ. എന്താ പ്രത്യേകത? ഇന്നത്തെ നിരത്തിലെ വാഹനങ്ങൾ. അടൂർ, തട്ട, പത്തനംതിട്ട റോഡ് ഒരു കാലത്ത് രാത്രിയിൽ 10 മണി കഴിഞ്ഞാൽ വണ്ടിയും വാഹനങ്ങളും ഒന്നുമില്ല. പത്തനംതിട്ട റിംഗ് റോഡിൽ ചെന്നാലും രാത്രിയിൽ പല ദിവസവും യോഗം കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ വാഹനങ്ങൾ പെരുകുന്നു. അതുപോലെ MC റോഡിൽ ഫുൾ ടൈം വാഹനങ്ങൾ. ഒരു കാലത്ത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞ് അടുത്ത ട്രെയിൻ വരുന്നത്. എന്തൊരു ട്രെയിൻ പോയി കഴിയുമ്പോൾ പുറകെ അടുത്ത ട്രെയിനാ. കുഞ്ഞുങ്ങൾ പാടുന്നത് പോലെ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. ബുള്ളറ്റ് ട്രെയിൻ, തുരന്തോ എക്സ്പ്രസ്, ഇതെല്ലാം പുറകെ വരുന്നുണ്ട്. 3ാമത്തെ കാര്യം, ഒരു കാലത്ത് നിങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്തു. രാവിലെ മുതൽ രാത്രി വരെ 9 വിമാനങ്ങളാണ്. പക്ഷേ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് 410 വിമാനങ്ങൾ ആകാശത്തിലേക്ക് ഒരാഴ്ച. അതുപോലെ കൊച്ചിയിൽ നിന്ന് 600-ൽ പരം വിമാനങ്ങൾ. അതിനുശേഷം നെടുമ്പ് ഇവിടെ കോഴിക്കോട് 1000-ൽ പരം വിമാനങ്ങൾ. കേരളത്തിൽ മാത്രം ഒരാഴ്ച ആകാശത്തിൽ വിമാനത്തിൻ്റെ മുഴക്കം. അതുപോലെ വളരെ വേഗത്തിൽ പായുന്ന ബസ്സുകൾ. പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂർ 5 സ്റ്റോപ്പ് കൊണ്ട് ഓടുന്ന മിന്നൽ ബസ്സുകൾ രംഗം കീഴടക്കുന്നു. 1 റോഡിനകത്ത് വാഹനം. 2 ട്രെയിൻ പാളത്തിൽ മിനിറ്റുകൾ ട്രെയിൻ കുതിച്ചു പായുന്നു. 3 ആകാശത്തിൽ വിമാനത്തിൻ്റെ ഇരമ്പൽ. അതുപോലെ തന്നെ ഇന്ന് മിന്നൽ ബസ്സുകൾ. അമേരിക്കയിൽ ഏറ്റവും സുന്ദരമായ എയർപോർട്ട് ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം അറ്റ്ലാന്റ. 12 റൺവേ. അതിനകത്ത് 2 മിനിറ്റുള്ള ഒരു വിമാനം. 2000 വിമാനം അമേരിക്കയിൽ മിനിറ്റ് കൊണ്ട് ആകാശത്തിൽ കയറുന്നു. മനുഷ്യൻ എവിടേക്ക്? കോവിഡാനന്തര ലോകം. വിശുദ്ധ ബൈബിളിനകത്ത് രേഖപ്പെടുത്തി. നഹൂം പ്രവചനം 2:4. അന്ത്യകാലം. രഥങ്ങൾ തെരുക്കളിൽ ചടിച്ചടെ ചാടുന്നു, വീതികളിൽ അങ്ങമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. കോവിഡാനന്തര ലോകം. ഇതെല്ലാം മനുഷ്യൻ കാണും. 2 ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 26 മാസമായി ഒരു യുദ്ധം ഇവിടെ നടക്കുന്നു. അതിൻ്റെ പേര് റഷ്യ ഉക്രൈൻ യുദ്ധം. അവസാനിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഇസ്രയേൽ ഗാസ. ഇന്നും മലയാള മനോരമയിൽ എല്ലാ പത്രത്തിലും. അപ്പോൾ തന്നെ ഇസ്രയേൽ സിറിയ ആക്രമിക്കുന്നു, ഇസ്രയേൽ ലെബനോനെ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ സൗദിയോട് ചേർന്ന് കിടക്കുന്ന യമനെ ആക്രമിക്കുവാൻ അമേരിക്കയും ബ്രിട്ടനും തയ്യാറെടുക്കുന്നു. തൈവാൻ്റെ ദ്വീപിനെ വളഞ്ഞുകൊണ്ട് 40 യുദ്ധക്കപ്പലുകൾ നിരത്തിക്കൊണ്ട് ചൈന തൈവാനെ പിടിച്ചടക്കാൻ കാത്തു നിൽക്കുന്നു. ഇനി ഞാനിവിടെ വന്നില്ലെങ്കിൽ പത്തനംതിട്ടക്കാർ കാണാൻ പോകുന്ന സംഭവം, ഇറാനെ ഇസ്രയേൽ ആക്രമിക്കും. അത് പക്ഷേ അതൊരു അന്തിമ യുദ്ധത്തിൻ്റെ ചാലുകൾ. അപ്പോൾ തന്നെ തുർക്കിയിലെ ഭരണാധികാരിയും തുർക്കിയും വെച്ച് ഇസ്രയേൽ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ. വിശുദ്ധ ബൈബിളിനകത്തുണ്ടോ? ഇതെല്ലാം ഇവിടെ നടക്കുക. മത്തായി 24:6-7 നമ്മുടെ തിരുവചനത്തിൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് ഊന്നുകൾ കേൾക്കാൻ. ചഞ്ചലപ്പെട്ടു പോകരുത്. നിങ്ങളുടെ വീടും കാറും ഒന്നും വിറ്റ് ഓടേണ്ട കാര്യമില്ല. ഇതെല്ലാം നടത്തും. വി ആർ സേയിങ് ഇൻ ഇന്റർപ്രിട്ടേഷൻ കൺട്രി ടു കൺട്രി. അതാ ഇന്നത്തെ പത്രവാർത്തകൾ. അപ്പോൾ തന്നെ രാജ്യം രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട്. പാർലമെൻറ്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചെങ്കിലും മണിപ്പൂർ കത്തുന്നു. ചുരാചന്ദ്പൂർ, ബിഷൻപൂർ, ഇംഫാൽ താഴ്വര, കുക്കി, മെയ്തൈ, നാഗ കട്ട പോരാട്ടത്തിൽ. പ്രധാനമന്ത്രി വിചാരിച്ചിട്ടും അവസാനിക്കുന്നില്ല. ജാതി ജാതിയോടും എതിർക്ക്. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. കോവിഡാനന്തര ലോകം. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നോള് കോവിഡിൻ്റെ മറവിൽ നിങ്ങളുടെ പത്രവാർത്തകളും വിശുദ്ധ ബൈബിളും പഠിക്കുന്നതയോ മക്കൾ. ഒരു രാത്രി കൂടി നല്ല വെള്ളിയാഴ്ച ഒരിക്കൽ കൂടി സ്വർഗ്ഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയും, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശീ ദിനങ്ങളിലേക്ക്. ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിൽ
മരണത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ വരുമെന്ന് വിശ്വസിക്കുന്ന ഊന്നുകല്ലിലെ ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗ്ഗമുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ ദൂത് പറയും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഊന്നുകല്ലിലെ ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം 2-ാം ഭാഗം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം അച്ഛൻ വായിച്ച് സഹായിക്കും. വിശുദ്ധ വെളിപ്പാട് 4-ാം അധ്യായം 1 ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4. അനന്തരം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തര സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. കം വിത്ത് മീ യോഹന്നാൻ, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കണ്ണുകൾ ഒരു നിമിഷം കൂടെ അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിന് സ്തുതികാറ്റ് കരയേറ്റ നല്ല ദൈവം. ഇന്നലെ രാത്രി നമ്മളെല്ലാം വീട്ടിൽ ചെന്ന് 10-15 ആയപ്പോൾ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൽ നല്ല മഴയും പെയ്തു. സന്തോഷമില്ലല്ലോ. അത്യാവശ്യം മരച്ചീനിക്കൊക്കെ വെള്ളം കിട്ടി, തെങ്ങും തൈക്കും വെള്ളം കിട്ടി, ചേമ്പിനും കാച്ചിലിനും ഒക്കെ വെള്ളം കിട്ടി. സന്തോഷമില്ലല്ലോ. സ്തോത്രം. 1 മണിക്കൂറോളം നല്ല മഴ പെയ്തു. ഇന്ന് ഞാൻ അനവധി സമയം ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിനോട് ഒന്നേ പറഞ്ഞോളൂ, 6 തൊട്ട് 10 വരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ചെല്ലുന്നവർ മഴ പെയ്യരുത്. 3:45 അത്യാവശ്യം നമുക്ക് ഇരിക്കത്തക്കോണം ഫാനിൻ്റെ കാറ്റും നാച്ചുറൽ എയറും രണ്ടുമായിട്ട് ചെയ്ത് കർത്താവ് 3:30 നല്ല മഴയും കൂടെ തന്നു. സന്തോഷമില്ലല്ലോ. സ്തോത്രം. നാളെ കഴിഞ്ഞിട്ട് നല്ലൊരു മഴ ഇവിടെ പെയ്യും. വിഷമിക്കേണ്ട, കിണറ്റിൽ വെള്ളവും കിട്ടും. സന്തോഷമില്ലല്ലോ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഒരു രാത്രി കൂടി, ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയ, ആരാധനയുടെ നടുവിൽ ഇറങ്ങി വരുന്ന മഹാദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുക. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യവാരങ്ങൾ അറിഞ്ഞ് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന മക്കളെ വിടുവിക്കുക. ഇന്ന് രാത്രി അടിപ്പിണറിൻ്റെ കരം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പഴയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ മോശ. പഴയ നിയമത്തിൻ്റെ വിമോചകനായ. അവന് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്ത് അവൻ്റെ പേരാ യോശുവ. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊടുക്കും. പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദി യോർദാൻ്റെ വക്കത്താരെങ്കിലും കാൽച്ചവട്ടിയാൽ അവൻ്റെ കാലുകൾ എക്കലിനകത്ത് പുതഞ്ഞുകൊണ്ട് മറുകര കടത്തതില്ല. പക്ഷേ മോശയ്ക്ക് ശേഷം വന്ന യോശുവ അവനാകെ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. അവൻ സ്വർഗ്ഗത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കൊണ്ട് കാര്യമൊന്നും നടക്കത്തില്ല. സ്വർഗ്ഗം യോശുവയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്ന് രാത്രി ഡോക്ടറേറ്റ് അല്ല വലുത്, PhD അല്ല വല്ല, അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കുന്ന യോശുവയെ പിടിച്ചുയർത്തുവാൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, ദൈവത്തിൻ്റെ വാഗ്ദത്തമിട്ടവൻ വെറുതെ ഇരുന്നില്ല. 4 കാര്യം അവൻ ചെയ്തു. 1 വചനം പഠിപ്പിച്ചു. 2 പാളയത്തിനകത്ത് വിശുദ്ധി കൊടുത്തു. 3 രാവിലെ അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രവചനാത്മാവിൽ ഒരു ദൂത് പറഞ്ഞ്, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആഴി എന്തെന്നറിയാതെ, ആഴം എന്തെന്നറിയാതെ ഒരു കൂട്ടം ജനം മരണനദിയായി യോർദാൻ്റെ വക്കലേക്ക് യാത്രയായി. അവരുടെ തോളിൽ നിയമത്തിൻ്റെ പെട്ടകം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി വളരെ വിദൂരതയിൽ നിന്ന് ഊന്നുകല്ലിൽ നീ കടന്ന് ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാൽ ചവിട്ടുമ്പോൾ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. സിസ്റ്റർ, ആളുകളായി ദുഷ്ട പിശാച് പറയും നിന്നെ മറുകര കടത്തത്തില്ലെന്ന്. പക്ഷ പലപ്പോഴും യോർദാൻ്റെ ഒഴുക്ക് പോലെ ഭാവിക്കെതിരെ പോരാടുന്ന പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറയണം, ഞാൻ കാൽ ചവിട്ടിയത് ഊന്നുകൽ കൺവെൻഷൻ ഗ്രൗണ്ടിലെങ്കിൽ ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തി ഇസ്രായേലിൻ്റെ പാളയത്തിന് ഇറങ്ങി വന്ന് വിടുതൽ കൊടുത്ത മഹാദൈവം ഈ കൺവെൻഷൻ്റെ 2ാമത് രാത്രി എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്റെ ഭാവിക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ പോരാടുന്ന യോർദാൻ്റെ ഒഴുക്കുകളെ മാറ്റുക. ശംദരാധികജാന ബൗഡാരവ ശംദുര ഇന്ന് രാത്രി പറ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിൻ്റെ പോരുകളെയും കാൽവരയിൽ തൊഴിൽക്കളത്തെ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം ഈ 2ാമത് രാത്രി വെളിപ്പെടുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത്, സഹോദരി, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നീ ആരാധിച്ചാൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരു വിടുതൽ തരുവാൻ ബ്രദർ ഇന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അവൻ്റെ അത്ഭുതകരം കിലോമീറ്ററുകൾക്കപ്പുറത്ത് വെളിപ്പെടുക. ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവകരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ശതാധിപൻ പറഞ്ഞതുപോലെ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷെ ഊന്നുകൾ കൺവെൻഷനിൽ ആത്മാവിൽ ഒരു ദൂതൻ ഞാൻ ഇന്ന് രാത്രി കേട്ടാൽ എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എൻ്റെ കുടിലിനകത്ത് വിടുതൽ തരുന്നതിന്
കത്തുന്നതിനായി ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ ഓമല്ലൂരിൽ ഒരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ് ഗിവ് മീ എ മിറക്കിൾ ഇൻ ദിസ് നൈറ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് ചെയ്യുന്നതിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല കർത്താവ് നീ രാത്രി നിയമത്തിന്റെ പെട്ടകവുമായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. പരിവെള്ളത്തിന് മീതെ മുഴങ്ങുന്ന ശബ്ദം, കാദേശ് മരുഭൂമിനെ നടക്കുന്ന ശബ്ദം, ഇന്ന് രാത്രി മാൻപേടകളെ പ്രസവിക്കുമാറാകുന്ന ദൈവശബ്ദം ഊന്നുകല്ലിൽ മുഴങ്ങുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, ചില തകർന്ന ജീവിതങ്ങൾ ഇന്ന് രാത്രി രക്ഷകന് വേണ്ടി കരമുയർത്തുക. പുഴവക്കത്ത് രക്താംബരം വിറ്റ ലുതിയുടെ ചങ്കിനകത്ത് വചനം കയറിയപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് വന്നതുപോലെ ഈ ഊന്നുകൾ കൺവെൻഷനകത്ത് ചില ജീവിതങ്ങളിനകത്ത് ഒരു വലിയ ചേഞ്ച് കണ്ടിട്ട് യേശുവിങ്കലേക്ക് മടങ്ങി വരുന്ന രാത്രികളും ദിനങ്ങളുമായി മാറട്ടെ. കടന്നു വന്ന എല്ലാ മക്കളെയും കർത്താവ് കാത്താട്ടെ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ ഇന്ന് രാത്രി ദിവ്യകരം തൊട്ടാട്ടെ. ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ മേൽ ആശ്വാസത്തിൻ്റെ കരം തൊട്ടാട്ടെ. ഇന്ന് രാത്രി മുറിവേറ്റ വിഷയവുമായി വന്നവരുടെ ജീവിതത്തിനകത്ത് വചനത്തിൻ്റെ ആരാധനയുടെ തണുപ്പിറങ്ങി അവർ കരമുയർത്തുന്ന രാത്രിയായി മാറട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം അപ്പച്ചൻ കാക്കണം. വന്ന മക്കളെല്ലാം കാക്കണം. ഊന്നുകൾ പട്ടണമെല്ലാം യഹോവയാൽ കാക്കപ്പെടണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരും പ്രശസ്തിയും ഈ രാത്രി ഉയരരുത്. നാഥൻ്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. ആദിയോടെന്താ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്നുകല്ല ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വിശുദ്ധ തിരുവചനത്തിലെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം. ശ്രദ്ധയോടെ ഇരിക്കണം. അല്പവേഗത്തിൽ ഇത് കഴിയുമ്പോൾ നാം സയൻസിലേക്ക് വരുമ്പോൾ വളരെ ലഘുവായിട്ടേ പോകത്തുള്ളൂ. ഇതിൻ്റെ പുതിയ നിയമത്തിൻ്റെ 27-ാമത്തെ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം, പ്രവചന ഗ്രന്ഥം. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വിശുദ്ധ ബൈബിളിനകത്ത് പൗലോസ് ലീഗ 14 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി എഴുതി. പക്ഷേ സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. ധന്യനായ ലൂക്കോസ് വൈദ്യൻ സുവിശേഷം എഴുതി. അതുപോലെ തന്നെ അവൻ സഭയുടെ ചരിത്രവും എഴുതി. പക്ഷേ പ്രവചനം എഴുതിയില്ല. യോഹന്നാൻ്റെ പ്രത്യേകത ഒന്നുണ്ടായിരുന്നു, അവൻ സുവിശേഷം എഴുതി. ഏവർക്കും അറിയാം യോഹന്നാൻ്റെ സുവിശേഷം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിൻ്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടിന് 2 അവൻ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. ഉപദേശം, വരാനുള്ള പ്രത്യക്ഷത, അതിർവരമ്പ് കടന്നു പോകുന്നവൻ്റെ ന്യായവിധി. അവസാന പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം, മഹിമയുടെ ദർശനവും എഴുതി. ഇന്ന് രാത്രി ഊന്നുകൾ കൺവെൻഷനകത്ത് യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുവരണം. അപ്പച്ച സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? അല്ല, ലേഖനം എഴുതുവാൻ കൃപ ലഭിച്ചു. കുമ്പനാട് ഹെബ്രോന്റെ ബിരുദമാണോ? അല്ലെങ്കിൽ പുനലൂർ ബദേലിൻ്റെ ആണോ? അല്ലെങ്കിൽ മണക്കാല ഫെയ്ത്തിൻ്റെ ആണോ? അല്ലെങ്കിൽ സറാംപൂർ യൂണിവേഴ്സിറ്റി ആണോ? ആ പച്ചൻ പറയും അതൊന്നുമല്ല. അന്ത്യം വരെ കാൽവരയുടെ കൊലക്കളത്തിൽ അവൻ്റെ മാറോട് ചേർന്നിരുന്നത് കൊണ്ട് എൻ്റെ അകത്ത് സുവിശേഷം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. ലേഖനം എഴുതുവാൻ കൃപ ചെയ്തു. പ്രവചനം എഴുതുവാൻ കൃപ ചെയ്തു. അപ്പച്ച, അമ്മച്ചി, ലോകക്കാർ മാറും, നാട്ടുകാർ മാറും. മാറാത്ത ഒരുവനുണ്ട് കാൽവറിയിൽ, പരമയാഗമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ മാറിൽ ചാരിയിരിക്കുന്നവൻ്റെ അകത്ത് സർവ്വഗുണങ്ങൾ ഗണങ്ങൾ തരുക. ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. ഇന്നലെ രാത്രി റോമിൻ്റെ ഭരണാധികാരികളുടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് പത്തനംതിട്ടയും അതുപോലെ ഓമല്ലൂരും എല്ലാം അടൂരും ഒക്കെ നമ്മൾ ഇറങ്ങിയ അനുഗ്രഹത്തിൻ്റെ കാലമാണ്. അനുഗ്രഹമല്ല, അക്കാലത്ത് വചനമെടുക്കുന്ന ദൈവമക്കൾ. നമ്മുടെ ഓമല്ലൂരിൽ പരസ്യോഗത്തിന് ഒരു ഉപദേശി പ്രസംഗിച്ചാൽ അവർ പിടിക്കും. ആരാ? റോമിൻ്റെ പടയാളികൾ. എവിടെ കൊണ്ടുപോകും? റോമിൻ്റെ ബ്രിട്ടൻ്റെ അകത്ത് അന്നത്തെ ഭൂഗർഭ തിയേറ്റർ. എല്ലാവരും ചെറുപ്പക്കാർ കേൾക്കണം. കാറ്റക്കൊമ്പ്, കൊളോസിയോ. ഇവിടെ നല്ല നിയോൺ ബൾബുകളും നല്ല ബൾബുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് അവിടെ ബൾബുകളല്ല. പരസ്യോഗത്തിൽ പ്രസംഗിക്കുന്ന ഉപദേശി അവിടെ കൊണ്ട് തൂണോട് കെട്ടി നിർത്തിയിട്ട് മൺചട്ടി വെക്കും, കൽക്കരി തലയിലിടും. രാത്രി 11 മണിക്ക് പാർട്ടി നടക്കുമ്പോൾ മണ്ണെണ്ണ ഒഴിക്കും. പെതിയെ മൺചട്ടിയിൽ നിന്ന് കൽക്കരി കത്ത പടപട മുഖത്തേക്ക് തീയാളുമ്പോൾ ഓടാൻ രക്ഷയില്ല. ഇന്ന് കുഞ്ഞുങ്ങൾ പാടിയതുപോലെ അപ്പോൾ ഒരു ശബ്ദം അവിടെ നിന്ന് ഉയർന്നു വരും. മാറാ നാഥ യേശുവേ വരണമേ. ശ്രദ്ധയോടെ കേൾക്കണം ദൈവ കുഞ്ഞുങ്ങൾ. അന്നത്തെ റോമിൻ്റെ കിരാതമായ ഭരണകൂടം വഴിവക്കിനകത്ത് യേശു രക്ഷകൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു ഉപദേശിയെ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്നറിയാം? നല്ല മരമുണ്ട് കുഞ്ഞെ, ഓമല്ലൂർ അഥവാ അല്ലെങ്കിൽ തട്ട റോഡിൽ. ആ മരത്തിൻ്റെ 2 ചില്ലകൾ കൂട്ടിക്കെട്ടും വടം കൊണ്ട് ഉപദേശിയുടെ കാലുകൾ തലതിരിക്കും. ചെറിയ കയർ കൊണ്ട് അതിനെ കെട്ടിമുറുക്കും. കെട്ടി ടൈറ്റാകുമ്പോൾ വലിയ ചില്ലയുടെ വടം അഴിച്ചുവിടും. ഒരു സഹോദരി മീൻ കീറുന്നത് പോലെ ഉപദേശിയുടെ ശരീരം 2ആയി മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്ക്. അപ്പോൾ പറയും മാറാ നാഥ യേശുവേ വരണമേ. ബൈബിളും ലോകവും ചരിത്രവും. 3 ഇന്ന് രാത്രി ഓമല്ലൂരിൽ വഴിവക്കിലോ ഒരു സ്റ്റേജിലോ പ്രസംഗിക്കുന്ന ഒരു
ഒരു ഉപദേശം കിട്ടിയാൽ അവർ നല്ല പരിപാടിയെ റോഡ് ടാർ ചെയ്യുന്ന പാട്ടയുണ്ട്, ടാർ പാട്ട് ചൂടാക്കിയിട്ട് മനുഷ്യൻ്റെ തലയുടെ അളവിൽ ഒരു വൃത്തമങ്ങ് അതിൽ കട്ട് ചെയ്യും. എന്നിട്ട് കത്തുന്ന പാട്ടയ്ക്കകത്ത് ഈ തല ഉരുട്ട്, എന്നിട്ട് റോഡിൽ കൂടി ഈ പാട്ട ഉരുക്കി വിടും. തല ടാറിനകത്ത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ, കാൽ കമ്മട്ടമടിക്കുമ്പോൾ പാട്ടയ്ക്കകത്ത് ഒരു ശബ്ദം കേൾക്കും, മാറാ നാദ യേശുവേ വരണമേ. 4ാമത്തെ ശിക്ഷാവിധി കേൾക്കണം ദൈവദാസന്മാരെ, അമ്മാമ്മമാരെ. അനുഗ്രഹമല്ല വലുത്. ദൈവസന്ധിയിൽ ഇറങ്ങിയപ്പോൾ നാളെ വഴിവെക്കിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മുൻകാലങ്ങൾ വഴിവെക്കിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കിട്ടിയാൽ എന്തോ ചെയ്യുമെന്നറിയാമോ? അവനെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കാരാഗ്രഹത്തിൽ കൊണ്ട് ഓസുവെക്ക്, വായ്ക്കകത്ത് വെള്ളം പമ്പ് ചെയ്യും. നാടൻ ഭാഷ പറഞ്ഞാൽ അവൻ്റെ പള്ള വീർക്കും, അബോധാവസ്ഥയിലാവും. അപ്പം കാലുകളും കൈകളും കെട്ടും. ഒരു പടയാളി വളരെ വേഗത്തിൽ കുതിരയെ ഓടിച്ചുകൊണ്ട് വരും. കുതിരയുടെ കുളമ്പ് അവൻ്റെ ഉദരഭാഗത്ത് ചവിട്ടുമ്പോൾ, ഉദരം പൊട്ടുമ്പോൾ, കുടൽമാല പുറത്ത് വരുമ്പോൾ പെട്ടെന്ന് അബോധാവസ്ഥ മാറും. അപ്പോൾ കുതിരയും പടയാളിയും നോക്കിക്കൊണ്ട് ഇങ്ങനൊരു വാക്ക് വരും, മാറാ നാദ യേശുവേ വരണമേ. ഊന്നുകല്ലിലെ അപ്പച്ചന്മാരെ, മഞ്ഞനിക്കരയിലെ ദൈവമക്കളെ, ഓമല്ലൂരെ ദൈവ കുഞ്ഞുങ്ങളെ, നമ്മുടെ കരങ്ങളിൽ ജീവന്റെ വചനം വരുവാൻ ആരുടെയൊക്കെയോ തലകൾ ടാർപ്പാട്ടയ്ക്കകത്ത്, ആരുടെയൊക്കെയോ തലകൾ കാരാഗ്രഹത്തിനകത്ത്, ആരുടെയൊക്കെ ശരീരഭാഗങ്ങൾ മരക്കൊമ്പിൽ തൂങ്ങിയത് കൊണ്ടാണ് നമ്മുടെ കരങ്ങളിൽ ഈ വചനം എത്തിയത്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, റോമൻ്റെ കൈസറായ ഡൊമീഷ്യൻ 1ാമത്തെ ശിക്ഷാവിധി കൊടുത്തു. യോഹന്നാൻ എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? കാരാഗ്രഹത്തിൽ. അവൻ രക്ഷപ്പെട്ടു. പടയാളികൾ വന്ന് ഡൊമീഷ്യനോട് പറഞ്ഞ, ചക്രവർത്തി ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു അസാമാന്യ ശക്തിയുണ്ട്. അപ്പോൾ ഡൊമീഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കാണണ്ട നിങ്ങൾ പൊക്കോളാൻ പറയും. സ്തോത്രം. അങ്ങനെ പോയി 4ാം ദിവസം അടുത്ത ശിക്ഷാവിധി വന്നു. 4ാം ദിവസം അടുത്ത ശിക്ഷാവിധി വന്നപ്പോൾ ആ പടയാളികൾക്ക് ഡൊമീഷ്യൻ കൊടുത്ത ശിക്ഷാവിധിയാം. യോഹന്നാൻ ഉപദേശിയെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടകത്തിനകത്ത് വലിച്ചെറിയുക. രാവിലെ എഫെസോസ് സഭ സെൻട്രൽ പാസ്റ്റർ ചൂട്ടങ്ങനായിരിക്കുമ്പോൾ പടയാളികൾ വന്നു. അപ്പച്ചനോട് ഇങ്ങനെ ചോദിച്ചു, അപ്പച്ച ഇന്ന് ലാസ്റ്റ് ഡേ, ആ സുപ്രീം കോടതി മരണ വാറണ്ട് കൊടുക്കുന്ന പ്രതിക്ക് വേണ്ടി നല്ല ആഹാരവും കാണാനുള്ള സൗകര്യവും കൊടുക്കുന്നത് പോലെ അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു. എന്താ ചോദിച്ചാൽ അപ്പം പറഞ്ഞു, താങ്കളുടെ കൈകാലുകൾ ബന്ധിച്ച് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചെറിയുവാനാ. അപ്പച്ചൻ ഹല്ലേലൂയ. ആ മുഖം കണ്ടപ്പോൾ ആ പടയാളികൾ ഞെട്ടിപ്പോയി, ചെറിയ മന്ദസ്മിത. അപ്പച്ചനോട് ചോദിച്ചു, മരണം മുൻപിൽ എന്താ മന്ദസ്മിതം? അപ്പോൾ ഈ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന എഴുതുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ചക്രവർത്തി ദുരാസു സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, വണങ്ങാത്തവനെ 7 മടങ്ങ് ചൂടുകൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കരമുയർത്തുവാൻ ഞങ്ങളുടെ മക്കൾ തയ്യാറായി. ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരം പിടിച്ചെങ്കിൽ ആ നല്ല ദൈവം എനിക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയച്ച് കാര്യങ്ങൾ നിവർത്തിക്കും. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവം, നിന്റെ മരണം കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം. പക്ഷേ കാര്യം മനസ്സിലായി. പടയാളികൾ അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയി? റോമിൻ്റെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണകളുടെ കൂട്ടുകം തിളപ്പിച്ചു. 400 ഡിഗ്രി മറ്റോ എണ്ണ ചൂടാക്കിയെന്നല്ലോ ജോസഫസിൻ്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിനകത്ത് വയോധികനായ അപ്പച്ചൻ 90 വയസ്സ് കഴിഞ്ഞു. കൈകാലുകൾ വിറയ്ക്കുന്ന ആ അപ്പച്ചനെ പിടിച്ച് അതിനകത്ത് വലിച്ചിട്ടു. ചില നിമിഷങ്ങൾ കുട്ടുകത്തിൻ്റെ പുറത്ത് നിന്നോ അവർ വിചാരിക്കുക അപ്പച്ചൻ്റെ മരണം കാത്തിരിക്കുക. സഹോദര സഹോദരി, നിന്റെ മരണം കാണുവാൻ പട്ടണം കാത്തിരിക്കും, നിന്റെ പതനം കാണുവാൻ നിന്റെ ബന്ധുക്കൾ കാത്തിരിക്കും, നിന്റെ പരാജയം കാണുവാൻ നിന്റെ കൂട്ടുവേലക്കാർ കാത്തിരിക്കും. എന്നാൽ നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവൻ ഏത് എണ്ണക്കിണറിനകത്ത് വീണാലും അവൻ്റെ കരങ്ങളെ പിടിച്ചുയർത്തുവാൻ ഹല്ലേലൂയ. യോഹന്നാൻ്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ തല ഉയർത്തിയപ്പോൾ പടയാളികളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ കയ്യിൽ വല്ല ബ്ലാങ്കറ്റും ഉണ്ടോ? നല്ല തണുപ്പ് ഇതിനകത്ത് കിടക്കണമെന്ന്. ഇന്ന് രാത്രി പറയണം, നിന്റെ രോഗം എത്ര വലുതായാലും, നീ മരിക്കുമെന്ന് മെഡിക്കൽ സയൻസ് റിപ്പോർട്ട് എഴുതിയാലും, ഇനി അധിക നാളില്ലെന്ന് MRI-കാരൻ പറഞ്ഞാലും, അതിൻ്റെ നടുവിൽ ഏത് കുട്ടുകത്തിൽ നിന്ന് കരം ഉയർത്തി പറയണം, എൻ്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ട്. ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. അമ്മാമ്മ പറ, ക്യാൻസർ 4th സ്റ്റേജ് ആയിരിക്കും. ലോകം പറയും ഇനി നിനക്ക് ഒരു രക്ഷയുമില്ല. ഒരുപക്ഷെ പാലിയേറ്റീവിൽ തള്ളാൻ പറയും, മരുന്നില്ലെന്ന് പറയാം. എന്നാൽ അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി പറയണം, ഗിലെയാദിലെ നല്ല വൈദ്യൻ്റെ കരം ഇന്ന് രാത്രി എന്നെ തൊടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അച്ചായ ഇന്ന് രാത്രി പറയും, ഇനി ഒരു സർജറി നടക്കത്തില്ല, ഓർഗൻസ് എല്ലാം ഫെയിൽ പറ. എന്നാൽ ഇന്ന് രാത്രി പറയണം, അതിൻ്റെ പട്ടണത്തിലെ വിധവയുടെ ചാവാറായ ശേഷിപ്പുള്ള മകൻ്റെ ശരീരത്തിനകത്തിറങ്ങിയ കരം ഒന്നുകൾ കൺവെൻഷനകത്തിറങ്ങിയാൽ ഞാൻ കട്ടിലിൽ കിടക്കത്തില്ല. അടകാരകഥ ഇന്ന് രാത്രി പറയണ, ചാവാറായ ശേഷിപ്പുകളെ എഴുന്നേൽപ്പാ. ഇന്ന് രാത്രി അതിൻ്റെ
പട്ടണത്തിലെ വിധവയുടെ മകന്റെ കണ്ണുനീരിന്റെ അകത്തിറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. പരാജയങ്ങളുടെ ദൈവമല്ല. വി ആർ തിങ്കിങ് ദ പോസിറ്റീവ്നെസ്. ദ ഹോളി സ്പിരിറ്റ് ഗിവിംഗ് ദ പവർ. വി ആർ തിങ്കിങ് പോസിറ്റീവ്നെസ്. പരാജയം പറയരുത് അമ്മാമേ, ദുഃഖം പറയരുത്. രോഗം വരുമ്പോഴും പറയണം ആദ്യം വരെ വഴി നടത്തുവാൻ ഒരു കരം എൻ്റെ കൂടെയുണ്ട്. ആ കരം വഴി നടത്തുന്ന കരം. ഇന്നലെ രാത്രി ഞാനൊരു പ്രോമിസ് ദാവീദിനെ പറ്റി. ടുഡേ വി ആർ തിങ്കിങ് അനദർ പ്രോമിസ്. എന്താ അതിൻ്റെ പ്രത്യേകത? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു കൊണ്ടുപോയത് 1498 കിലോമീറ്റർ വാഗ്ദത്ത കനാൽ. ഉൽപ്പത്തി 12. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ മക്കളെ ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ അനുഗ്രഹിക്കും. വാഗ്ദത്തങ്ങളുടെ പെരുമഴ. വിളി കേൾക്കാത്ത ഒരുവനോടുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ലോത്ത്. രണ്ടുപേരൂടെ പത്തനംതിട്ട ടൗണിൽ വന്ന് പാർത്തു. കനാന വീടായി, കാറായി, എല്ലാമായി. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ 2 കല്യാണം വന്ന അച്ചായ. എന്താ 2 കല്യാണം? അബ്രഹാമിനൊരു അമ്മാമ വന്ന് സാറ, ലോത്തിനൊരു അമ്മാമ വന്ന്. ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല. സന്തോഷമില്ലല്ലോ. ഈ അമ്മാമ കുമ്പനാട് കൺവെൻഷൻ സഭയിൽ ഉപവാസത്തിനും പോകത്തില്ല, ഒന്നും പോകത്തില്ല. ഈ ലോത്തിൻ്റെ അമ്മാമ വന്നതിന് ശേഷം വീട്ടിൽ 2 ഗ്യാസ്, 2 അടുപ്പ്, 2 കഞ്ഞിപ്പരയൊക്കെ ആയത്. സ്വോത്രം. ഇത് ഓമല്ലു തുടങ്ങിയതല്ലോ, അബ്രഹാമിൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. സ്വോത്രം. ഇന്ന് രാത്രി ഉണ്ടങ്ങ് തീർക്കാം. ഇനി വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി ഉള്ളതങ്ങ് തീർക്കാം. സ്വോത്രം. ഈ 2 അമ്മാമ്മമാർ വരുമ്പോഴാണ് പല കുഴപ്പം. ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ വേലക്കാര പാസ്റ്റർമാർക്ക് ഏറ്റവും കൂടുതൽ നെഞ്ചുവേദന വരുന്നത് മറ്റേ ഗുളിക കഴിക്കാഞ്ഞിട്ടല്ല, സഭയിലെ പലരും പോരുമുണ്ടോ. സ്വോത്രം. അതുപോലെ ഏത് സ്ഥലത്തും ഉണ്ട്. സ്വോത്രം. അതുപോലെ ലോത്തിൻ്റെ അമ്മാമ്മ സഭയിലൊന്നും പോകത്തില്ലായിരുന്നു. ഓമല്ലൂരും SBIയിലും എല്ലാം പോയി കാര്യങ്ങളെല്ലാം നോക്കി വീട്ടിലൊരു കൊടിയും കുത്തി നാടൻ ഭാഷയെ പറഞ്ഞു. സ്വോത്രം. അബ്രഹാമിനോട് പറഞ്ഞു വീതം വെക്കണം. അബ്രഹാം സ്ഥലത്തെ പ്രമുഖ പുള്ളിയും ചീഫ് പാസ്റ്ററും ഒക്കെ ഇല്ലയോ. സ്വോത്രം. അടുത്ത കൗൺസിൽ മെമ്പറായിട്ട് വരാൻ പോകുന്ന ആളാണ്. ആ സമയം അബ്രഹാം പറഞ്ഞു, ഭാര്യ സാറയോട് പറഞ്ഞു കുഴപ്പമാകും, എന്തെങ്കിലും വിട്ടുവീഴ്ച. അബ്രഹാം ലോത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു. എന്തോ ഇതെന്നറിയാം? പത്തനംതിട്ടയും പന്തളവും തിരുവല്ലായും പിന്നെ അടൂരും എല്ലാം നല്ല മുനിസിപ്പാലിറ്റി എല്ലാവർക്കും കൊടുത്തെന്നറിയാമോ? ഈ ലോത്തിന് കൊടുത്ത സ്വതമെന്ന്. അവസാനം അവറാച്ചൻ എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? ചിറ്റാറിനടുത്ത് ആങ്ങമൊഴി മമ്രയുടെ തോപ്പി കൊണ്ടിട്ട്. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവിടെ ഒരു വണ്ടി മരത്തിൽ ഒന്നും വരത്തില്ല. പക്ഷേ 2 കാര്യം അവിടെ ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. 2 കരുവേലകൾ. അത് നമ്മുടെ വീട്ടിലില്ലല്ലോ. പെന്തിക്കോസ്തുകാർ പ്രത്യേകിച്ച് പറയാം, വിഷമിക്കണ്ട. അംലോക്കോ പർവാല അച്ഛ ഗർദിയ കർമ്മേ 4 കമരാകെ. സന്തോഷമില്ലല്ലോ. പണ്ട് കുടിലിൽ കിടന്നെന്ന് പ്രാർത്ഥിച്ച് 4 കമര കിട്ടിയെന്ന്. ഏക്ക് കമരാമേ ബാബ, ഏക്ക് കമരാമേ മാമ, 2 കമരാമേ 2 ബച്ച. രാത് കോ ദുവാ കർനെ കാ ടൈം നെയ് മൊബൈൽ ഗുമാത്തായ. സന്തോഷമില്ലല്ലോ. കുടുംബ പ്രാർത്ഥനയില്ലെന്നോ. എലിയുടെ പിന്നെ കപ്പയുടെ ചവിട്ടി എലി മാന്തുന്ന പോലെ 4 എണ്ണം ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. ഇപ്പോൾ പച്ചയ്ക്ക് ക്രിസ്ത്യാനികളോട് പറയാം, ഊണ് കഴിക്കാൻ മമ്മി വാട്സപ്പ് അയക്കുക. എല്ലാവരും താഴെ ടേബിളിലേക്ക് കടന്നു വരുമെന്ന്. സ്വോത്രം. അതിന് സമയമില്ല. ഊണ് കഴിക്കാൻ വാട്സപ്പിൽ കൂടെ മെസ്സേജ് കടന്നു വരാൻ. ചപ്പാത്തി ശരിയായത്. പെന്തിക്കോസ്തുകാരെ, മർത്തോമക്കാരെ, CSIക്കാരെ മടങ്ങി വന്നില്ലേ, ദൈവത്തിൻ്റെ ന്യായവിധി വരും. അതാണ് ഒന്ന്. എന്താണെന്നറിയാം? യാഗപീഠം, പടിനിമത്തിൻ്റെ ആരാധന. ഇസ്രയേലിൻ്റെ പാളയത്തിനകത്ത് എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും അവർ ദൈവത്തോട് നിലവിളിക്കുക. ചാമാമെ പാച്ചയ്ക്ക് പറയുമോ. സ്വോത്രം. ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു. ഞാൻ കൊട്ടാരക്കര കോളേജ് മാത്യവൈദ്യം പാസ്സുവിട്ടിരിപ്പുണ്ട്. എന്നെ പറ്റി നല്ലതുപോലെ അറിയാം. കൊട്ടാരക്കര കോളേജ് ഡിഗ്രിക്കും പഠിക്കുമ്പോൾ 3 ഉടുപ്പും 3 മുണ്ടും 10 രൂപയുടെ സിൽപ്പറുമായിട്ട് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സ്വോത്രം. പക്ഷേ ഇന്ന് രാത്രി അലമാരി തുറക്കുമ്പോൾ 10 വെള്ള ഉടുപ്പ് കാണുമ്പോൾ ഒരിക്കൽ കൂടി നെഞ്ചിനകത്ത് കൈവച്ചുകൊണ്ട് പറയും, കർത്താവെ തന്നതിന് കോടാനുകോടി സ്തോത്രം. സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി നമ്മൾക്കൊരു വീട് കിട്ടിയത്. സഹോദരി സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, 5 മിനിറ്റ് കടമെടുത്താലും അച്ചായന്മാരെ, ആരുടെയൊക്കെയോ കണ്ണുനീരും പ്രാർത്ഥനയും കൊണ്ടാ. പഴയകാലത്ത് അപ്പച്ചന്മാർ ഓലപ്പുരയ്ക്കകത്തിരുന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ കട്ടണി കപ്പയും കഞ്ഞിയും തിന്നതാ, അതുകൊണ്ട് ഇനി അവരുടെ കാലത്തൊരു നല്ല വീടും കാറും ദൈവം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കണ്ണുനീരിൻ്റെ മറുപടി നമ്മുടെ കുടിലിനകത്ത് വന്നിട്ട് ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവം തന്ന നന്മയെ മറന്നുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങൾക്കകത്ത് യാത്ര ചെയ്താൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ പെട്ടുപോകും. സ്വോത്രം. അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി. നല്ലോണം പഠിക്കണം മക്കളെ. വി ആർ എൻകറേജിങ് സ്റ്റുഡൻസ് ബിക്കോസ് യു ആർ ഗെറ്റിംഗ് എ മേജർ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്ന സന്തോഷത്തോടെ. അതുകൊണ്ട് വന്ന വഴി മറക്കരുത്. രണ്ടാമത്തതൊരു യാഗപീഠം, ഒന്നൊരു യാഗപീഠം, 2 കരുവേലകം. കരുവേലകത്തിൻ്റെ പ്രത്യേകത എന്താ? ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് തുള്ളി വെള്ളം കൊടുക്കുക. ഇന്ന് ഗേറ്റും തുറക്കത്തില്ല, വെള്ളവും തുറക്കത്തില്ല. സ്വോത്രം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനന്യമായി പോയി. അവിടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. നിൻ്റെ വീട്ടിനകത്ത് സന്ധ്യയ്ക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ആൾക്കാരെ കൈക്കൊള്ളാൻ ഒരു കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ദൈവദാസന് വലിയ പണക്കവറും ദശാംശമല്ല. ദൈവദാസൻ എവിടുന്ന് വരുന്ന സന്തോഷത്തോടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. സ്വോത്രം. തമിഴൻ്റെ ഭാഷയിൽ പറഞ്ഞ ഊറ്റുതണ്ണിയെ വേലക്കാക്കവർ കുണ്ടുതണ്ണിയെ കൊടുത്ത ഉൻ തലമുറകളെ കാപ്പതുക്കാതെ അപ്പാവൻ കരമിറങ്ങി വരും. തമിഴ്നാട്ടുകാരൻ പറയുന്നത്. സ്വോത്രം. ഇന്ന് രാത്രി അത് 2 ചെയ്തു. ഒരു മധ്യാഹ്ന സമയം അമ്രയുടെ തോപ്പിൽ എല്ലാവരും കേൾക്കണം. 2 ദൈവദാസന്മാർ സ്വർഗം വന്ന്. അബ്രഹാം കണ്ടു
അബ്രഹാം കണ്ടപ്പോൾ ഒരു കാര്യം ചെയ്തു. പെട്ടെന്ന് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ കടന്നു വരാൻ പറഞ്ഞു. ആദ്യം എന്ത് കൊടുത്തു? ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. അതിനുശേഷം സഹോദരി സാറായെ വിളിച്ചു. സാറാമാമയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഭക്തന്മാർ വന്നിട്ടുണ്ട്, എന്ത് കൊടുക്കുക? സാറാ പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയാമോ? സ്വോത്രം, ഇവിടെ 3 ഇടങ്ങഴി മാവുണ്ട് കുഴയ്ക്കാം. ഇന്ന് നമ്മുടെ മാമാരെന്ന് പറയാം, അച്ഛനോട് പറയും മൊബൈൽ ഞെക്കിയാൽ ഓൺലൈനിൽ ഫുഡ് വരുത്താമെന്ന്. സ്വോത്രം. സാറാമാമ അതൊന്നും ചെയ്തില്ല. 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ചു നല്ല സുന്ദരമായ കുബൂസ് ഉണ്ടാക്കി. കേട്ടവർ മാത്രം ഒന്ന് കയറി ഉയരത്ത്, തിന്നാത്തവരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്വോത്രം. അവറാച്ചാന് സാറാമാമ ഉണ്ടാക്കിയ കുബൂസ നിങ്ങൾ ദുബായിൽ സൗദിയിലും ചെന്ന് അച്ചാത്തരസെ കാത്താകെ. സ്വോത്രം. അവൻ്റെ പേരാ കുബൂസ്. അത് വില കൂട്ടത്തില്ല. ഓമല്ലൂർ ബേക്കറിയിലുണ്ട്. അവറാച്ചൻ നേരെ ചെന്ന് തൊഴുത്തിനകത്ത് ചെന്നൊരു മൃഗസമ്പത്തിനെ കട്ട് ചെയ്ത് നല്ലൊരു മട്ടൻ കറിയും വെച്ചു. ദൈവദാസന്മാർക്കും ഭോജനം കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയതാരാ? സ്വോത്രം. ഓമല്ലൂരെ മോഡേനും അല്ല, ചങ്ങനാശ്ശേരിയിലെ ഹാർവസ്റ്റും അല്ല, അവറാച്ചാന് സാറാമാമ. സ്വോത്രം. നല്ല ഭക്ഷണം കഴിച്ചു. ദൈവദാസന്മാർ ഞങ്ങളുടെ ഭാഷ അച്ഛനെ അമ്മമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ പ്രശ്നം എന്തോ? അവറാച്ചാൻ പറഞ്ഞു, എന്തുവാ പ്രശ്നം? നിങ്ങൾ എന്നെ വിളിച്ചിറക്കിയപ്പോൾ എന്തൊക്കെയാ തന്നത്? ആ മക്കളെ വലുതാക്കാൻ ലണ്ടനിൽ വിടാം, ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്ന പോലെ കാനഡയിൽ വിടാം, നല്ല വീട് തരാം, കാറ് തരാം. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കും ഉണ്ട്, 4 മെഡിക്കൽ റിപ്പോർട്ടും ഉണ്ട്. സ്വോത്രം. അച്ഛൻ പറഞ്ഞ ഗോയിങ് 99, ഇപ്പോൾ 99 ഒരു ശവപ്പെട്ടിക്കും ബുക്ക് ചെയ്തിരിക്കുകയാണ്. സ്വോത്രം. അമ്മാമ്മ പടപടാ ചാടിയിട്ട് നാടൻ ഭാഷ പറഞ്ഞാൽ ലൈഫ് ലൈനിലെ പാപ്പച്ചേൻ്റെ കാശ് മൊത്തവും കൊണ്ടുപോയെന്ന്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് പുഷ്പഗിരിയിലെ ഡോക്ടറും കൊണ്ടുപോയി, ഇനി അങ്ങോട്ട് വരണ്ട, നോ മോർ പോസിബിലിറ്റി. ഉടനെ ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞ്, നമ്മുടെ പത്തനംതിട്ട റിംഗ് റോഡിൽ ഇപ്പോൾ റിലയൻസിൻ്റെ ബിഗ് ബസാർ വന്നിട്ടുണ്ട്, ഇന്ന് എന്തായാലും വൈകിട്ട് കാറ്റുമഴ കൊണ്ട് പോകണ്ട, നാളെ രാവിലെ പോകണം, ഒരു 3 കിലുക്കും മേടിച്ചോണം, ഒരു തൊട്ടിയും മേടിച്ചോണം ഒന്ന്. സ്വോത്രം. അബ്രഹാം സാറെ ഞെട്ടിപ്പോയി, എന്താ കാര്യം? 99, 89, നോ മോർ പോസിബിലിറ്റി ഇൻ മെഡിക്കൽ സയൻസ്. ഇന്ന് രാത്രി അച്ചായ അമ്മാമ്മയെ സഹോദരി, ഇന്ന് രാത്രി മെഡിക്കൽ സയൻസ് പറയും ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. ബട്ട് ദൈവത്തിൻ്റെ വചനം ഇറങ്ങിയാൽ സകലതും സാധ്യം. ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ കർത്താവ്. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രി പറ, മെഡിക്കൽ സയൻസ് തകരും, ഡോക്ടറുടെ റിപ്പോർട്ട് തകരും, MRI തകരും. ഇന്ന് രാത്രി വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ബ്ലഡിൻ്റെ കൗണ്ട് മാറ്റുവാൻ അബ്രഹാമിൻ്റെ കുടിലിനകത്ത് ഇറങ്ങി വന്ന കര അട്ടകാരകഥ ബൗഡ ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയാണ്. സഹോദരി, ഇന്ന് രാത്രി യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് കാണും. ഒരുപക്ഷെ ഒരു തലമുറ വരത്തിലെന്ന് ദൂട്ടപിശാച് നിനക്കെതിരെ പറയും. എന്നാൽ ഇന്ന് രാത്രി നീ ആത്മാവിൽ ആരാധിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ യൂട്രസിൻ്റെ ഫൈബ്രോയിഡിനെ റേഡിയേറ്റ് ചെയ്ത് മാറ്റുക. ക്യാൻസറിനേക്കാളും വലിയ റേഡിയോ തെറാപ്പി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. മെഡിക്കൽ സയൻസ് പറയുന്നതിൻ്റെ ഫലോപ്പിയൻ ട്യൂബ്സിനകത്ത് ഇനി ഒരു ചലനം ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പറയണം, പെന്തക്കോസ്ത് പെരുന്നാളിൽ ഇറങ്ങിയ ദൈവശക്തി ഇന്ന് രാത്രി എൻ്റെ ശരീരത്തിനകത്ത് ഇറങ്ങിയ വിശ്വസിക്കുന്ന ദൈവമക്കൾ ചലിപ്പിക്കാത്തതിനെ ചലിപ്പിക്കുക. ചെറുപ്പക്കാരനെ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ആശുപത്രി മാറ്, ഡോക്ടർ മാറ്, ഹല്ലേലൂയ, മെഡിക്കൽ റിപ്പോർട്ട് മാറും, മെഡിസിൻ നിനക്കെതിരെ പ്രതികരിച്ചു തുടങ്ങും. എന്നാൽ അതിൻ്റെ നടുവിൽ അബ്രഹാമിൻ്റെ കുടിലകത്തിറങ്ങി സാറായി അബ്രഹാമിനെ അനുഗ്രഹിച്ച വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രി വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വചനം ഏറ്റെടുക്കുന്നവർക്കായി പറഞ്ഞത് എവിടാന്നറിയാമോ? ഇറാഖിനകത്ത്, പക്ഷെ നടന്നത് കാനാനിനകത്ത്. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. Something is happened in this moment, the precious moment, the mighty presence of the Holy Spirit come to the ground, strike some patience. ഇന്ന് രാത്രി രക്തത്തിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം. 99 ഇന്ന് രാത്രി പറച്ചായ അമ്മാമെ പറ, പ്രായം എത്ര കഴിഞ്ഞാലും മെഡിക്കൽ സയൻസ് എത്രയൊക്കെ തള്ളിയാലും എന്നെ ഊന്നുകല്ലിനകത്ത് ഓമല്ലൂരിനകത്തും പന്തളത്തും താട്ടയിലും പത്തനംതിട്ടയിലും വിളിച്ചിറക്കിയ ഒരു ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ടെങ്കിൽ ആ പ്രോമിസ് എൻ്റെ കണ്ണിന് മുൻപിൽ കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നന്മ തന്നെ ഞാൻ പ്രാപിക്കും. എൻ്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥനയുടെ മറുപടി കടന്നു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി മറക്കരുത്, ഒരു അപ്പച്ചനും അമ്മച്ചും ഒരു നേരത്തെ ആഹാരം ദൈവമക്കൾക്ക് കൊടുത്ത സ്വോത്രം. കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവമെന്ന് കുറച്ച് നാടൻ മലയാളത്തിലേക്ക് പോകാം. ഈ ദൈവത്തിൻ്റെ ദാസന്മാർ അവിടുന്ന് പോയി 3 മാസം കഴിഞ്ഞ് അമ്മാമ്മ മുരിങ്ങയുടെ വെച്ച ഹോട്ടലിൽ നാടൻ ഭാഷയിൽ ഇങ്ങനെ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുക. അമ്മാമ്മ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. ഉടനെ അച്ഛൻ ഞങ്ങളുടെ മെഡിക്കൽ സയൻസ് പറയുന്നത് എംസെറ്റിൻ്റെ ഗുളികയും ഡ്രോപ്സുമായിട്ട് വന്ന് ഉടനെ അമ്മ പറഞ്ഞ് എംസെറ്റും വേണ്ട ഡ്രോപ്സും വേണ്ട, കണ്ണിമാങ്ങ ഉണ്ടോന്ന്. സന്തോഷമില്ലല്ലോ? ഇതിൻ്റെ പേരാ കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം. നാടൻ ഭാഷ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ വെള്ളവും കൊടുത്തു.
സെൻറ്റർ മറക്കും, കേന്ദ്രം മറക്കും, പാട്ടക്കാരൻ മറക്കും, പാസ്റ്റ് മറക്കും, കമ്മറ്റിക്കാർ മറക്കും. മറക്കാത്ത ഒരുവനുണ്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. അപ്പനും അമ്മയും ഒരു നേരത്തെ ആഹാരം കൊടുത്തപ്പോൾ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഒരപ്പനും അമ്മയും ഒരു നേരത്തെ ആഹാരം കൊടുത്തപ്പോൾ ഇസ്രയേലിൻ്റെ പാളയത്തിനകത്ത് മാറയെ പിളർന്ന് മധുരജലത്തെ ദൈവം ഒഴുക്കി. തീർന്നില്ല അമ്മമ്മേ, അഡ്വാൻസ് ആയിട്ട് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് മന്നയെ ദൈവം കൊടുത്തു. ഹിന്ദിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഊന്നുകല്ലിൽ ഹിന്ദിക്കാർ മണിക്കാരുണ്ടല്ലോ, ഓ സുബാ ദർവാദ കോളിനെ കട്ടായി മാട്ട്. എന്താണെന്നറിയാം, നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാർ വന്ന അമ്മണി സിസ്റ്റർ എന്തോ ഈ 4 പറമ്പോടണം കോഴിയെ പിടിക്കാൻ, അതൊന്നും വേണ്ടില്ല. ഇസ്രയേലിൻ്റെ പാളയത്തിനകത്ത് സുബാ ദർവാദ കോളിനെ കട്ടായി 8 കിലോ മുറുകി ബാഗർ കടാകെ, ഹിന്ദിക്കാരൻ്റെ ഭാഷ പറഞ്ഞാൽ കാടപ്പക്ഷി നിൽക്കുന്നെന്ന് പിടിച്ചോളാം. സ്വോത്രം. ഇന്ന് രാത്രി ഒരപ്പച്ചനും ഒരമ്മച്ച് ഒരു നേരത്തെ ആഹാരം ദൈവ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോൾ, വെള്ളം കൊടുത്തപ്പോൾ 400 പരസംവത്സരം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്വർഗത്തിലെ ദൈവ ഉദരച്ചങ്ങടി തുറന്ന് ഇസ്രയേലിൻ്റെ പാളയത്തെ അനുഗ്രഹിച്ചെങ്കിൽ ഊന്നുകൾ കൺവെൻഷനകത്ത് വിശ്വാസത്തോടെ പറയണം, എൻ്റെ ദൈവം ആരുടെ കടക്കാരനല്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം അമ്മേ, ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാ, മനം മടുത്തു പോകരുത്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. മകളെ ആശുപത്രിയുടെ വാതിലുകൾ നിനക്കെതിരെ അടയോ, പരാജയത്തിൻ്റെ വാക്കുകൾ കണ്ണയുടെ പിന്നിൽ പെനീനെ കുത്തിയോലോ കുത്തോ. എന്നാൽ മന്ദിരത്തിനകത്ത് നിന്റെ കണ്ണുനീര് വീഴുമ്പോൾ ദൈവത്തിൻ്റെ കരം 2024 ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ കരമുയർത്തി പറയണം, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷം ഞാൻ ഈ ഗ്രൗണ്ടിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി യേശുവിനെ ഉയർത്തുവാൻ ഞാൻ വരുമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പറയണം. സാറായുടെ കണ്ണുനീരിനകത്തിറങ്ങിയ കരം ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിനകത്തിറങ്ങി വരും. അബ്രഹാമിൻ്റെ നെർവസിനെ ചലിപ്പിക്കുവാൻ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി എൻ്റെ ഓർഗൻസിനെ, കൗണ്ടിനെ, സെമനെ ചലിപ്പിക്കുവാൻ ആ ശാക്തിക്ക് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. അവസാനമായിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷയാണ് നാട് കടത്തുന്നു. അമേരിക്കയിലെ ഭരണകൂടം ക്യൂബയിലെ ഗൊണ്ടനോമിൽ ജയിലിൽ നാട് കടത്തുന്ന പോലെ അന്ന് നാട് കടത്തുന്ന സ്ഥലം, കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ, അന്നത്തെ സ്ഥലമാണ് ഗ്രീസ്. ഗ്രീസിൻ്റെ തലസ്ഥാനം ഒളിമ്പിക്സ് ആരംഭിച്ച ഏതൻസിൽ ഒരു നദി ഒഴുകുന്നു. 60 മൈൽ നീളത്തിൽ തേംസ് നദി, അതിൻ്റെ ഒത്ത നടുക്ക പത്മോസ് ദ്വീപ്. 16 നീളം 10 വീതി. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലത്തേക്ക് ആരെ കൊണ്ടുപോയി? യോഹന്നാനെ കൊണ്ടുപോയി. ഒരു യാനത്തിനകത്തുനിന്ന് വയോധികനെ തള്ളി പുറത്തേക്കിട്ടു. പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. ആ പാതിലുകൾ അടഞ്ഞ 5 കാര്യം ആകാശത്തിൽ. ഒന്ന് ആകാശമുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥികഷം വാർന്ന് തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധ പാറക്കൂട്ട. 90 വയസ്സ് പ്രായമുണ്ട് അപ്പച്ച അമ്മച്ചി. ഒരു കപ്പ് കാപ്പി പഠിക്കാൻ പറ്റത്തില്ല, കൂടെ ആരുമില്ല. പക്ഷേ കാൽവറി ദർശനം കണ്ടവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്ക്. കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. ഇന്ന് രാത്രി അമ്മമ്മ അച്ചായ പറ, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടി വരുന്ന നിനക്കെതിരായിരിക്കും. എന്ന് രാത്രി നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഊന്നുകല്ലിൽ വിളിച്ചു പറ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. യെസ്, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ഇന്ന് രാത്രി പത്മോസല്ല ഊന്നുകല്ലിൽ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. ദിവ്യ ദർശനമാ. കാൽവരുടെ കൊലക്കളത്തിൽ 139 മുള്ളുള്ള കിരീടവും 39 അടികളും ഏറ്റുകൊണ്ട് ശയ്യക്കട്ടയും വാളച്ചൂണ്ടയ്ക്കകത്ത് പെരിട്ടോണിയസിൻ്റെ ചട്ടവാർ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ തകർന്ന യേശുവിനെ അവൻ കാണുന്നതു. 7 പൊൻ നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാർത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ്, 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ, ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ തക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവനെന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാനുള്ളതും ഒരു പുസ്തകത്തിൽ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. അപ്പോൾ കാലിസ് രംഗപടത്തിന് പിൻപിൽ യുഗത്തിൻ്റെ അന്ത്യ സംഭവങ്ങൾ. 1 തേജസ്കരിപ്പിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസയിലെ 7 സഭ. 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാർ. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനത്തിൽ. 13 പിശാചിന്റെ തൃത്വത്വം. 14 സിയോൻ മലയിലെ കുഞ്ഞാട്. 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ. 16 7 കാകളം, 7 കലശം ദൂതന്മാർ. 17 മേശയുടെ മ്ലേച്ഛതയും ഉപദേശമായ മഗധിയാം ബാബിലോൺ. 18 വ്യാപാര ബാബിലോൺ. 19 കുഞ്ഞാടിന്റെ കല്യാണം വന്നു. 20 അന്തിമയുദ്ധം കർമ്മഗതോ. 21 പുതിയ ആകാശ
ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. 22 പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങൾ. ഇതാ ഞാൻ വേഗം വരുന്നു. യോഹന്നാനെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ മുട്ടുമടക്കട്ടെ, ഭക്തന്മാർക്ക് പ്രതിഫലവുമായി മധ്യാകാശത്തിൽ കാന്തൻ വരും. ഇന്ന് രാത്രി തൊട്ട് വെച്ചത് വെളിപ്പാട് 4. ഒന്നേ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ. Yesterday we are thinking that 10 dispensations illuminated our Bible. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. കൃപായുഗത്തിൽ ഒരു സംഭവം നടക്കും. ദൈവസഭ എടുക്കപ്പെടും. വി ആർ ഗോയിങ് നൗ സ്ലോലി. ഇനി നമ്മൾ പതിയെ പോകത്തുള്ളൂ. ആരാംസെ അഭിജാനവാല. ഇനി പതിയെ മാത്രം യാത്ര ചെയ്യുക. എന്താ കൃപായുഗത്തിൻ്റെ പ്രത്യേകത? ദൈവസഭ എടുക്കപ്പെടും. അതിൻ്റെ ഒരു മലയാളം നിങ്ങൾ കേൾക്കണം. നമ്മുടെ ഇവിടെ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് ഊന്നുകലിൽ ഒരു സഹോദരി, അങ്ങനെ പേരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അമ്മണി സിസ്റ്റർ, അവർക്ക് 40 കോടി കുഞ്ഞിനെ കൊടുത്തു. 2 കൂടുകളിൽ 20 കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഓട്ടോയിൽ നിന്ന് ചവറയിൽ ഇവിടെ മീൻ കൊടുക്കാൻ വരുമ്പോൾ സഹോദരിയോട് പറഞ്ഞു, ചേച്ചി ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല നെത്തോലി വന്നിട്ടുണ്ട് നാടൻ ഭാഷയിൽ. ആ ചേച്ചിക്ക് മീനെല്ലാം ഈ 2 ചട്ടി കൊടുത്തു. രാവിലെ ഇച്ചിരി തിരക്കായിപ്പോയി, ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കണം. മകൾ ജ്യോതിയോട് പറഞ്ഞു, മീന് സ്ലാബിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് പ്രഭാതത്തിൽ പ്രാതൽ കഴിഞ്ഞ് ചപ്പാത്തിയും കടലക്കറിയും കഴിഞ്ഞിട്ട് മീൻ നന്നാക്കാം. മോൾക്കും ഭയങ്കര സന്തോഷമായി. 8 മണിയായപ്പോൾ പരിപാടി തുടങ്ങി. 10 മണിക്ക് കാപ്പി കഴിച്ചിട്ട് 2 പേരും 2 ചട്ടി എടുത്ത് ബക്കറ്റ് വെള്ളമായിട്ട് മുരിങ്ങാട് ചവിട്ടി വന്നു. അറിയാത്തൊരു പുള്ളിക്കാരനും അവിടെ വന്നു. സ്വോത്രം. അവൻ്റെ പേരാ പരുന്ത്. സഹോദരി മീനെല്ലാം വൃത്തിയാക്കി കുഞ്ഞിനെ തലയെല്ലാം ഏൽപ്പിച്ചു. ആ സഹോദരി എന്തോ ഇത് മീൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോയി. മോളോട് പറഞ്ഞു കോഴിക്കുഞ്ഞിനെ തുറന്നു വിടണം. അവൾ തല ഒരു വഴിക്ക് കൂട്ടിയിട്ട് 2 ഗ്രില്ല് കൂട്ടിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിട്ട്. മോക്ക് മൊബൈൽ കുത്താൻ സമയം പോയില്ല. അവൾ അകത്ത് പോയപ്പോൾ പരുന്ത് ഒരൊറ്റ വരക്ക്. 3 കുഞ്ഞിനെ ഒരു കാല്, 3 കുഞ്ഞിനെ അടുത്ത കാല്, 6 കുഞ്ഞുങ്ങൾ ഒരു നിലവിളി, ഊന്നുകല്ല്, കിയോ കിയോ കിയോ. അമ്മാമ്മ പുറത്തോട്ട് ഒറ്റ ചാട്ടം. 6 എണ്ണത്തിനെ കൊണ്ടുപോയി. അതാ വിശുദ്ധ ബൈബിൾ. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ മനുഷ്യൻ രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അമ്മാമ്മേ, എല്ലാം ശരിയായില്ലയോ? അതായി കാറ്റടിക്കുന്നത്. തമിഴ്നാട്ടുകാരുടെ ഭാഷ പറഞ്ഞ അരുമയാന പൂയൽ. ഏതൊക്കെ അടിച്ചു? റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, മഹാ, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേബി, ടൗട്ടെ. കഴിഞ്ഞ ആഴ്ച അസംബ്ലീസ് കൂടുതൽ പയ്യൻ്റെ പേര് അടിച്ചു, ബിബിൻ ജോയ്. സന്തോഷമില്ലല്ലോ? ഇനി ഒറ്റ കാറ്റൂടെ അടിക്കും. സ്വോത്രം. അതിൻ്റെ പേരാ പെരിഷ്. അന്ന് കുണപ്പെട്ടവൻ അക്കരെ കയറും. സ്വോത്രം. അതിൻ്റെ മലയാളം ആ മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കും. ആ സയൻസ് പ്രസംഗിക്കണേ 5 മേഘങ്ങളെ പറ്റി പ്രസംഗിക്കണേ 1.5 മണിക്കൂർ വേണം. തൊടുന്നില്ല. അങ്ങനെ പോയ ഒരു അച്ചായനുണ്ട്, ശവപ്പെട്ടി കയറാതെ പോയ. അങ്ങനെ ഒരു അച്ചായൻ പോയിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ? അച്ചായനെ പറ്റി ഓർമ്മയുണ്ട്? ഏലിയാവ്. മിണ്ടുന്നില്ലല്ലോ. സൗരന്മാരെ ശ്വാസം പോയി. ഏലിയാവ് അക്കരെ ചെന്നപ്പോൾ എയർ ഇന്ത്യയും വന്നില്ല, എമിറേറ്റ്സും വന്നില്ല, വന്ദേ ഭാരതും വന്നില്ല. അവനെ എതിരേൽക്കുവാ സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥങ്ങളും അഗ്നിയശ്വങ്ങളും ചുഴലിക്കാറ്റിൽ ഏലിയാവ് എടുക്കപ്പെട്ടു. അവൻ്റെ അനിയന്മാരെ അവിടെ അടിക്കുന്നത്. അന്തിമ ദിനത്തിൽ പോകണമെങ്കിൽ ഇന്ന് രാത്രി രക്ഷയുടെ ബോർഡിംഗ് പാസ്. അത് ആ ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ടു. 2 ഇവിടെ ഒരു അന്തിമ യുദ്ധം നടക്കും. എസക്കേൽ 39:1-2 ബൈബിൾ കൂടെ. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച്, ഗോഗാർ, ഉൽപ്പത്തി 10:2. ആരാ? നോഗയുടെ തലമുറ ഷേം, ഹാം, യാഫേത്ത്. യാഫേത്തിൻ്റെ തലമുറയിൽ മാഗോഗിൽ നിന്ന് മാറിയത് റഷ്യ. ആ റഷ്യയിൽ ഇന്നുള്ളത് മാഗോഗിനകത്ത് 5 കൺട്രി ഉണ്ട്. തൈവാനുണ്ട്, ചൈനയുണ്ട്, അത് കഴിഞ്ഞ് ജപ്പാനുണ്ട്, കൊറിയ ഉണ്ട്. ഈ രാജ്യങ്ങളെ പൊക്കം കുറഞ്ഞ് ഒരേ അച്ചിലിട്ട് അതിൽ നിന്ന് മാറിയവനാ ഇന്നത്തെ ഗോഗ് റഷ്യ. ഗോഗിനെ കുറിച്ച് വിളിച്ചപ്പെടേണ്ട രോഷ് റഷ്യ, മേശക് മോസ്കോ, ട്രൂബൽ ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധം. മനോരമയിൽ ഇന്നുമുണ്ട്. കീവില് അവന് ആക്രമണം അവർ കടുപ്പിച്ചിരിക്കുന്നു. 26 മാസമായി ഞാൻ നിനക്ക് വിരോധം. ലോകരാജ്യങ്ങൾ പുട്ടിനെതിരെ വിരോധം. ഞാൻ നിന്നെ അന്തിമ ദിനത്തിൽ കോവിഡ് അനന്തര ലോകം ഞാൻ നിന്നെ വഴിതെറ്റിച്ച് അവിടെ കൊണ്ടുവരും. താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിപ്പിക്കും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ഈ ഉക്രൈൻ വഴി നിന്നെ എവിടെ കൊണ്ടുവരുമോ? വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തിക്കും. ഇതാ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നു. ആ പ്രസംഗം 4 ദിവസം വേണം. അതുകൊണ്ട് ഊന്നുകല്ലിൽ പ്രസംഗിക്കാത്തത്. അത് ലോകമകായിത്തം. അത് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരും. കൃപായുഗം അവസാനിക്കുമ്പോൾ അതിൻ്റെ പേരാ വെളിപ്പാട് 13:1-2. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. 10 കൊമ്പ് ഇന്നത്തെ യൂറോപ്പ്, 7 തല ഇറ്റലിയുടെ ടൈബർ നദീതീരം, ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അമൻഡീൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഇന്ന് അമേരിക്ക പുറകെ തകർന്നാൽ യൂറോപ്പിനോട് ചേരും ഒരുവന്മാർ. അവർ 10 രാജമുടിയായി യൂറോപ്പിനെ ഭരണത്തിൽ കൊണ്ടുവരും. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലി. ഇന്നത്തെ ഗ്രീസ്, അതിൻ്റെ കാൽ കരടിയുടെ കാൽ. താര്യാവിൽ
യാവേശും കോരശും, ഇന്നത്തെ പെൺകുട്ടികളുടെ തലയിൽ മുണ്ടിടാതെ കൊല്ലുന്ന ഇറാൻ, അതിനുശേഷം മഹാസർപ്പ്, അതിനെന്തോ കൊടുത്തു വായ്മുഖം, അതാ ഇന്നത്തെ സിംഹമുഖം ഇറാഖ്. വലിയ ശക്തിയും അധികാരവും സിംഹാസനവും, മസിൽ പവർ, മണി പവർ. ഒരുവൻ ലോകം ഭരിക്ക്. കൃപായുഗത്തിലെ 3 കാര്യങ്ങൾ: 1, ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. 2, അന്തിമ യുദ്ധമുണ്ടാകും. അതിനുശേഷം ഒരുവനുണ്ട്, ലോകം ഒരുവൻ ഭരിക്കും. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ഞാനല്ല, യേശു പറഞ്ഞു, ഒരിടത്തത്തി തളിർക്കണം, അപ്പുറത്ത് കൊമ്പിളതാകണം, പിന്നെ വേനലെന്ന യുദ്ധം കാണും. അതിനോടനുബന്ധിച്ച് കർട്ടന്റെ പിൻപിൽ ഒരുവനുണ്ട്, അവൻ അടുക്ക വാതിൽക്കൽ. ലോകമിനി ആര് ഭരിക്കുക? അതിലേക്ക് പോകാൻ പോകുന്ന റോബോട്ടും ബൈബിളിലേക്ക്. ദാറ്റ് മീൻസ് ന്യൂ വേ വേൾഡ് ഓർഡർ. മുഴുവൻ തെളിവുണ്ട്, കുഞ്ഞുങ്ങൾ ലൈവായി അത് കൊടുക്കും. താണ്ട് RFID വിത്ത് മൈക്രോചിപ്പ് ഒരുവന്റെ കയ്യിലേക്ക്. ഏക ലോക ഭരണം. ഇനി ആര് ലോകം ഭരിക്കും? ലോകരാജ്യങ്ങൾ തീരാൻ പോകുന്നു, അതുവന്റെ കയ്യിലേക്ക്, ഒരുവന്റെ കയ്യിലേക്ക് ഭരണം. അമേരിക്കയിൽ ചുഴലിക്കാറ്റ്, ബൈഡനും ട്രംപും ഭയങ്കര ഇലക്ഷൻ. അമേരിക്കയിലെ സാമ്പത്തിക മണ്ഡലം തകരുന്നു. മെക്സിക്കോയിൽ ആൾക്കാർ മതിൽ ചാടുന്നു. കാനഡയെ കത്തിക്കുത്ത്. കോമല്ലൂർ ബിവറേജസേ ഉള്ളു, കാനഡയെ മയക്കുമരുന്ന് കടയാ. പ്രാർത്ഥിച്ചോണേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. സന്തോഷമില്ലല്ലോ. അത് കഴിഞ്ഞ് ബ്രിട്ടനിൽ പോയതെല്ലാം ചക്ക കുഴയുന്ന പോലെ കുഴയുന്നു. മിഡിൽ ഈസ്റ്റ് മുഴുവൻ യുദ്ധത്തിൻ്റെ കാർമേഘം. ഗൾഫ് രാജ്യങ്ങൾ എണ്ണവിലയിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലത്തും പട്ടിണി. ജപ്പാൻ വരെ സാമ്പത്തിക മാന്ദ്യത്തിലെങ്കിൽ ലോകരാജ്യങ്ങൾ ഒരുവന ഭരണത്തിൽ കൊണ്ടുവരും, ഒരുവൻ്റെ കയ്യിൽ. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം, ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആനേവാല ദിൻമേ ഏക് ആദ്മിക്കോ അക്കുമദ്യകത്തോ അച്ചാകെ. പെന്തിക്കോസുകാർ കേൾക്കണം, നിങ്ങളുടെ സഹോദരങ്ങളെല്ലാം ദുബായിലും അബുദാബിയിലും 7000 കോടി മുടക്കി അബുദാബിയിൽ മോഡിജി ഒരു മന്ദിരം പണിഞ്ഞു. ഉത്സവത്തിനും ഉദ്ഘാടനത്തിനും മോഡിജി അവിടെ ചെന്നപ്പോൾ എല്ലാ ചാനലുകാരും റിപ്പോർട്ട് ചെയ്തു. സജു ചാത്തന്നൂരിലെ മോഡി പറഞ്ഞു, വായോ ബഗനോ യേ സുന്ന മങ്ത ആനെ വാല ദിൻ അപ്പന ദുനിയാ ബർക്കത്ത് ഹോനെ കെ ലിയേ ഏക് ആദ്മി കോ അന്തർ ഹുക്കൂമത്ത് ദേഗ ശാന്തി സമാധാന ആയേഗ. പറഞ്ഞത് ഞങ്ങളല്ല, മോഡി സാർ അബുദാബി പറഞ്ഞു, ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുത്തെങ്കിൽ ഇനി ലോകം റെഡിയാകൂ, അവൻ അടുക്ക വാതുക്കൽ. അങ്ങനെയെങ്കിൽ വരുന്നു RFID വിത്ത് മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയറുമായി. ഇനി വായിച്ചു തുടങ്ങാം. ഇന്റർനെറ്റ് മർഡർ, ഇവിടുത്തെ കൊലപാതകങ്ങൾ. ദേവി എങ്ങനെ മരിച്ചു, ആര്യ എങ്ങനെ മരിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം പാമ്പാടിക്കാരൻ ഓർത്തഡോക്സ് ചർച്ചിലെ നവീൻ ഇന്ന് കേരളത്തെ ഞെട്ടുന്നവൻ എങ്ങനെ മരിച്ചു. ഇതിന്റെ പിൻപിൽ സാത്താന്യ ആരാധന. ഇനി വായിച്ചു തരും കർത്തൃദാസൻ. എല്ലാവരും ശ്രദ്ധയോടെ. വെളിപ്പാട് 13:15. അച്ഛൻ വായിച്ചു തുടങ്ങിയാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അവിടെ നിൽക്കട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ. ഒരു 10 വർഷം മുമ്പ് ഊന്നുകല്ലിൽ ഞാൻ വന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ പറയും, ദൈവദാസൻ എന്തോ പറ്റി. പക്ഷെ കാലം മാറി, കഥ മാറി. സൗദി അറേബ്യയുടെ പാസ്പോർട്ടുമായി 2018 ഡിസംബർ മാസത്തിൽ ബോംബെ IITയിൽ ഒരു പെൺകുട്ടി വന്നു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് അവൾ വകഭേദം മാറി. പെന്തിക്കോസുകാരെല്ലാം ശ്രദ്ധിച്ചോട്ടെ. അവൾ പുതിയ മേഖലയിൽ കേളി. അവൾ കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡ് വേണ്ടിലായി. ChatGPT വിത്ത് ഗ്രോക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാപ്പനങ്കോട് വന്നു. അങ്ങനെയെങ്കിൽ ഇന്റർനെറ്റ് എന്തുവാ, ടെലിഫോൺ എന്തുവാ, എന്തെന്നറിയാത്ത കാലത്ത് ഒരപ്പച്ചൻ പാത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമെങ്കിൽ ഇന്ന് രാത്രി പറയണം, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിക്കും. സ്വോത്രം. അങ്ങനെയെങ്കിൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. ഇനി സയൻസിലേക്ക്, കൊലപാതകങ്ങളിലേക്ക്. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവര് കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൽ. ഇത് യൂട്യൂബിൽ പോകുന്നുണ്ട്, നിങ്ങളുടെ ലിങ്ക് നോക്കണം. ഇതാ ഇന്ന് തൊടുപുഴക്കാരൻ IBM കമ്പ്യൂട്ടറിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ. അവനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. റോബോട്ടിന് ഹൃദയത്തെ കൊടുക്കാൻ പോകുന്നു. റോബോട്ടിന് ഹൃദയത്തെ കൊടുക്കാൻ IBMൽ മനുഷ്യ ഹൃദയം റോബോട്ടിന്റെ മേൽ കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ സാത്താന്റെ ഇഷ്ടം എന്താ? ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. സാത്താന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? എല്ലാവരും അവനെ വണങ്ങണം. സ്വോത്രം. എന്താ വണങ്ങണം? പറഞ്ഞു തരാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ് ദുരാശു സമഭൂമി പോയി. നെബൂഖദ്നേസർ സ്വോത്ര കാഴ്ചയും ദശാംശവും ചോദിച്ചില്ല. ചോദിച്ചത് ഒരു കാര്യം മാത്രമാ, ഈ പ്രതിമയെ എന്താ, ബിംബത്തെ വണങ്ങുവാൻ. 1, 2, യേശു ഉയർന്ന മലയിൽ പോയി പിശാച് എല്ലാ ടൗണും കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. 1 വണങ്ങിയേക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ താമസം വിന ഇന്നത്തെ സോഫിയ എന്ന് പറയുന്ന റോബോട്ട് എവിടെ വരുമറിയോ? നിങ്ങളുടെ ഇന്റർനെറ്റിനകത്ത്, മൊബൈലിനകത്ത്, ലാപ്ടോപ്പിനകത്തും വരാൻ പോകുന്നു. വണങ്ങാത്തവനെ കൊല്ല. ഇതിന്റെ പേരാ സാത്താന്റെ ആരാധന. ഇന്ന് രാത്രി ഇനിയാ നിങ്ങളുടെ ചരിത്രം വായിക്കണം. സാത്താന്റെ ഇഷ്ടം എന്താ? മനുഷ്യനെ കൊല്ലുക. അതവന്റെ പരിപാടി. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം പട്ടണം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്ന കാടൽ ജിൻസൺ
രാജ. സകല പേപ്പറുകാരും വായിച്ചതാ. അവൻ്റെ അമ്മ എനിക്ക് നേരിട്ടറിയാം, ഞാൻ അവർ MM ചർച്ചിൽ പ്രസംഗിച്ചിട്ടുള്ള അമ്മ ഡോക്ടർ, അപ്പൻ പ്രൊഫസർ, പെങ്ങൾ MBBS പഠിച്ച കരോല്, വീട്ടിലെ വേലക്കാരി, 2 സുവിശേഷകരുടെ നടുവിൽ തിരുവനന്തപുരം കവടിയാറിൽ വീട്. ആ ചെറുപ്പക്കാരൻ നല്ല പയ്യനായിരുന്നു. റഷ്യയിൽ അവൻ MBBS പഠിക്കാൻ പോയി സാത്താനെ ആരാധിക്കുന്നവൻ. രാത്രി ഇവിടെ നിറവിൽ കറുത്ത ജീൻസ് ഇട്ട് തിരുവനന്തപുരത്ത് ബുള്ളറ്റിൽ കറങ്ങുന്നവൻ, സാത്താനെ ആരാധിക്കുന്നവൻ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? അപ്പനെയും അമ്മയും പെങ്ങളെയും വെട്ടിക്കൊന്ന് തീയിട്ട് ചുട്ടുകളഞ്ഞു. തിരുവനന്തപുരം കാടൽ ജിൻസൺ രാജ ഇന്നവൻ പൂജപ്പുര ജയിലിൽ കിടപ്പുണ്ട്. എന്താ കാര്യം? സാത്താനെ ആരാധിക്കുന്നവൻ. 13 ഏക്കർ തോട്ടം തമിഴ്നാട്ടിൽ, തിരുവനന്തപുരത്ത് വീട്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യനെ കൊന്നാൽ പുണ്യം കിട്ടുമെന്ന്. ഇതാ സാത്താൻ്റെ തന്ത്രം. ഇന്ന് രാത്രി അതിൻ്റെ 2ാമത്തെ കാര്യം. ഇന്ന് കേരളം ഞെട്ടുന്ന കാര്യം എല്ലാവരും നേരിടാം. പാമ്പാടി ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച നവീൻ, 41 ആയുർവേദ മെഡിസിന് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ വട്ടിയൂർക്കാവിലെ ദേവി എന്ന് പറയുന്ന പെൺകുട്ടിയുമായി സ്നേഹമായി അവർ കല്യാണം കഴിച്ചു. അവർ പള്ളിയിലല്ല പോയത്, ഫ്രീ മാൻഷൻ, സാത്താനെ ആരാധിക്കുന്ന ആരാധനാ കേന്ദ്രം. ആ കൂട്ടത്തിനകത്തൊരു പെൺകുട്ടിയെ കിട്ടി. എല്ലാവരും കേൾക്കണം, മനോരമയെ മാതൃഭൂമി പറയത്തില്ല. തിരുവനന്തപുരം ശ്രീകാര്യം സ്കൂളിൽ പഠിപ്പിക്കുന്ന ആര്യ എന്ന് പറയുന്ന 29 വയസ്സ്. ആ പെൺകുട്ടിക്ക് കല്യാണം ഉറച്ചിരിക്കുക. ആ സമയത്ത് പറഞ്ഞു, കല്യാണം കഴിച്ചാൽ പുനർജീവിതം കിട്ടത്തില്ല, അതുകൊണ്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. അവളുടെ സ്വർണവും വീടും അവളുടെ ചെറുപ്പക്കാരനെല്ലാം വിട്ടിട്ട് അരുണാചൽ പ്രദേശിലേക്ക് പോയി. ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം. അരുണാചൽ പ്രദേശിൽ അവർ 10 ദിവസം പാർത്തു. അവരന്വേഷിച്ച് തുടങ്ങിയത് ഈ മരിച്ചതിന് ശേഷം എങ്ങനെ ജീവിതം കിട്ടും. ഈ 10 ദിവസം ജീവിതത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ മരണാനന്തര ജീവിതം സാത്താൻ അവരെ കയ്യാടി. എന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ശരീരത്തിനകത്ത് മുറിവേൽപ്പിക്കണം. കാലയിൽ 2 കാലിലും 666 രക്തം കൊണ്ട് വരച്ചെഴുതണം. ഞാനല്ല, ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ട്. എന്നിട്ട് നിങ്ങൾ രക്തം കട്ട പിടിക്കാത്ത രീതി മരുന്ന് കഴിച്ചിട്ട് മരിക്കണം. അതുകൊണ്ട് ആ 10 ദിവസം കൊണ്ട് അരുണാചലിലെ ഒരു റൂമിനകത്ത് ഒരു മാമോദീസ വിളച്ച് വീണ ചെറുപ്പക്കാരൻ, ഒരു SSLC-കാരനല്ല, ആയുർവേദ ഡോക്ടർ, അത് കഴിഞ്ഞ് ടെമ്പിൽ പഠിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്ത് സ്കൂളിലെ അധ്യാപികയും സാത്താൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ആരുടെയൊക്കെ പ്രേരണ പ്രകാരം 10 ദിവസം ഒരു ലോഡ്ജിൽ താമസിച്ചിട്ടുണ്ട്. ശരീരം മുഴുവൻ ഹല്ലേലൂയ ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് കാലിൽ 666 വരച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് യാത്രയായി. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസുകാർ ഞെട്ടിപ്പോയി. കാലുകളിൽ 666 രക്തം കൊണ്ട് മാംസം തോണ്ടിയെടുത്ത് വരച്ചു വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ മിണ്ടുന്നില്ല. രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആ ലാപ്ടോപ്പ്, ആ കേരളത്തിൻ്റെ സൈബർ ഡോട്ടോ ADGP സഹിതം അവർ ലാപ്ടോപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പിൻപിൽ ആരാ മരണത്തിലേക്ക് നയിച്ചത്? ഇന്നത്തെ മനോരമയിലുണ്ട്. കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി ഇവിടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും 2 മിനിറ്റ് വൈകിയാലും കേട്ടോണേ, യോഹന്നാൻ 16:2 എഴുതിയിട്ടുണ്ട്, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക. കരമുയർത്തുന്നവർക്കായി ഇതിൻ്റെ പിൻപിൽ സാത്താൻ്റെ കരമിറങ്ങി വന്നു. അതുകൊണ്ട് എൻ്റെ നാഥൻ പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. മിണ്ടുന്നില്ല ചായ മാമ, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുക. ഇന്ന് രാത്രി ഊന്നുകല്ലിനോട് ഏറെ വർഷങ്ങൾ ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ ഡിപ്പോസിറ്റ് ഫെഡറൽ ബാങ്കിലെ നിക്ഷേപമല്ല, അല്ലെ SBIയുടെ ജനറൽ ബോണ്ട് അല്ല, അല്ലെങ്കിൽ MBBS MD അല്ല. ഇന്ന് രാത്രി അച്ചായന്മാരോടും അമ്മമാരോടും പറയുന്നു, മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് എന്താ? പ്രാർത്ഥന. കരമുയർത്തുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ ബാംഗ്ലൂരിലാകട്ടെ, ദുബായിലാകട്ടെ, കാനഡയിലാകട്ടെ, UK-യിലാകട്ടെ, നിന്റെ തലമുറ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മടങ്ങി വരട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന, മടങ്ങി വരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രാർത്ഥന. ഇന്ന് കാടൽ ജിൻസൺ രാജ, ഇതിൻ്റെ റിപ്പോർട്ട് പുറകെ നിങ്ങൾ കാണാൻ പോവുക. കേരളം ഞെട്ടിത്തരിച്ച സംഭവം. 3 പേർ വിദ്യാഭ്യാസമുള്ള ശരീരം വരഞ്ഞു മുറിച്ചിട്ട് 666 എഴുതി മരിച്ചു. ഏഷ്യാനെറ്റിൻ്റെ FIR-നകത്ത് എടുത്തിട്ട് ബൈബിളൂടെ വായിക്കണം. കണ്ടോ, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. കണ്ടോ, റോബോട്ടിൻ്റെ പ്രതിമ. അടുത്തത് വരാൻ പോകുന്ന ഇൻ്റർനെറ്റ് മർഡർ. ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കണം. ഇന്ന് രാത്രി ISRO തിരുവനന്തപുരം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഒരു പെങ്കൊച്ചിനുണ്ടാക്കി. ദാണ്ടേ, ആര് വേണമെങ്കിലും നോക്കണം, വട്ടിയൂർക്കാവിൽ നിന്നുണ്ടാക്കിയത് വ്യോമമിത്ര. ഈ റോബോട്ടായി ഇന്ന് ഇവിടുത്തെ കാര്യം നിശ്ചയിക്കുന്നതെന്നറിയാമോ? ISRO ബാംഗ്ലൂരിൻ്റെ മുഴുവൻ ചുമതല റോബോട്ടിൻ്റെ. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. ദാ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ സാത്താൻ്റെ ഇൻ്റർനെറ്റ് മർഡർ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം. 1950 ലോകത്തിലെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ്റെ പേരായിരുന്നു അദ്ദേഹത്തിൻ്റെ
ലണ്ടനിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനായിരുന്നു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായിട്ട് 1950 വരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ത്യദിനത്തിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി റോബോട്ടിനെ സോവിയ ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരനുണ്ട്, അവൻ്റെ പേര് ജെഫ്രി ഹിൻഡൻ. അവൻ അമേരിക്കയിലെ പരീക്ഷണശാലയിൽ നിന്ന് ഇറങ്ങി ഓടി. എന്താ കാര്യം? ഇൻ്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് രാത്രി എങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും? ഇവിടെ പുറകെ ലൈവ് കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ബൈബിളും സയൻസിലേക്കും പോവുക. ഇന്ന് രാത്രി ഒരു ലാപ്ടോപ്പിനകത്ത് 5 ഘടകങ്ങൾ. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോട്. ഇന്ന് രാത്രി ഒന്നാമത്തെ ഘടകം മൈക്രോ പ്രോസസർ, 2 അതിൻ്റെ ബോർഡ്, 3 ലിഥിയം ബാറ്ററി, 4 സ്ക്രീൻ, 5 ലൈറ്റ്. ഇത്രയുമാണ് കാര്യം. അങ്ങനെയെങ്കിൽ അതിൻ്റെ കാര്യം ഇന്ന് രാത്രി പറഞ്ഞു തരാം. എല്ലാവരും കണ്ടോണം. ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ബാറ്ററി പൊട്ടിത്തെറിച്ച് ഹല്ലേലൂയ സാംസങ് ഗാലക്സി നിർത്തി. കാര്യമെന്താ? ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് രാത്രി ഓമല്ലൂരിലുള്ള ഒരു പെൺകുട്ടി, അവൾക്ക് ചെന്നൈയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരു നല്ല അടുപ്പം. രാത്രിയിൽ അവർ ഒരുമിച്ച് ചാറ്റ് ചെയ്യുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ചില കാര്യങ്ങൾ ആ പെൺകൊച്ചിനോട് പറയും. അവൾ അനുസരിക്കത്തില്ല. ബാക്കി നിങ്ങൾ കേൾക്കണം. അപ്പോൾ അവൾക്ക് ഇമെയിൽ ഐഡിയും വാട്സപ്പും എല്ലാം അവൻ്റെ കയ്യിലുണ്ട്. ഇവളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് അയക്കും. അതിൻ്റെ പേര് വൈറസ് മെസ്സേജ്. ആ മെസ്സേജ് വന്നാൽ ഈ മൈക്രോ പ്രോസസർ സ്ട്രക്ക് ആവും. ഉടനെ ബാറ്ററി ഷോർട്ട് ആവും. എന്താ സംഭവിക്കുന്ന? ഈ ലെൻസും ഗ്ലാസും കൂടെ പൊട്ടി മരിക്കുക. ഇനി ഈ ഓമല്ലൂർക്കാർ കരമുയർത്തണം. തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞ്, കേട്ടവർ കരമുയർത്തണം. 8 വയസ്സുള്ള അപ്പനും അമ്മയ്ക്കും ഒരു പെൺകുഞ്ഞ് തൃശ്ശൂർ തിരുവല്ലാമല മൊബൈൽ പൊട്ടിത്തെറിച്ച് മരിച്ചു. അന്ന് കേരളത്തിലെ പോലീസ് എഴുതി, മൊബൈൽ പോക്കറ്റിനകത്ത് വെക്കുന്നത് സൂക്ഷിച്ചു വേണം, ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യത. ഞങ്ങളുടെ ബൈബിൾ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുക. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാ. ഇന്ന് രാത്രി ഇവിടെ ഓമല്ലൂർ പെട്രോൾ പമ്പുണ്ട്. 3 കല്ലുകാർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അതിന് നല്ല കാശുണ്ട്, വണ്ടിയുണ്ട്. ഓമല്ലൂർ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിങ്ങൾ നിൽക്കുമ്പോൾ മൊബൈൽ എടുത്താൽ ആ സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട്, പുറത്തു പോകാനായിട്ട്. സ്വോത്രം. മൊബൈൽ കൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈലിനകത്ത് അസാധാരണമായൊരു മെസ്സേജ് വന്നാൽ, ആ മൊബൈൽ ചൂടായാൽ, ഇന്ത്യൻ ഓയിൽ കത്തിയാൽ ഓമല്ലൂർ തീഗോളമാ. അതുകൊണ്ട് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്റർനെറ്റ് മർഡർ. സജു ചാത്തന്നൂരല്ല, ഏഷ്യാനെറ്റിൽ ഒരു പെങ്കൊച്ചുണ്ട്, അളകനന്ദ. ഇന്ന് രാത്രി അടി 24 PP ജെയിംസ്. അത് കഴിഞ്ഞ് മീഡിയ 1 നിഷാദ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവസാന ദിവസം ഈ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്ന കാലം വരും. ഇന്റർനെറ്റ് മർഡർ. അതിനാസ്പദമായി 1950 അലൻ ടോറി, ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ, അലൻ ടോറി ഫ്രം ഇംഗ്ലണ്ട്. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. റോബോട്ടിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്റെ പേര് PSCക്ക് വരും. അദ്ദേഹത്തിന്റെ പേര് ജെഫ്രി ഹിൻഡൻ. അദ്ദേഹം പരീക്ഷണശാല വിട്ടുപോയി. എങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും? കർണാടക തുംകൂർ കേട്ടോ, ഒരു പെട്രോൾ പമ്പിനകത്ത് ഒരു പെൺകുട്ടി സംസാരിച്ചു. അപ്പോൾ സ്കൂട്ടറിനകത്തുനിന്ന് ഗണ്ണിനകത്തുനിന്ന് തീ പാറി. പെട്രോൾ പമ്പ് തീഗോളമായി. ബാറ്ററി അടൂർ വരെ പൊട്ടിത്തെറിച്ച വാർത്ത നിങ്ങളുടെ മൊബൈലിനകത്ത് വന്നു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നാട്ടുകാർ മുഴുവൻ കേട്ടാട്ടെ, നരേന്ദ്രമോദി സാർ. അദ്ദേഹത്തിൻ്റെ റൂട്ടെല്ലാം ചെയ്യുന്ന BJP അല്ല, IBM അല്ല, ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ കണക്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നത്. 2018 ഇസ്രയേലിൻ്റെ മൊസാദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, സാറ് കയ്യിൽ ലാപ്ടോപ്പ് എടുക്കരുത്. സ്വോത്രം. ഇന്റർനെറ്റ് വഴി മർഡറിൻ്റെ സാധ്യത. അതുകൊണ്ട് പത്തനംതിട്ട കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ലാപ്ടോപ്പ് പോയിട്ട് ഒരു കുഞ്ഞു ഫോണും പുള്ളിയുടെ കയ്യിലില്ല. സ്വോത്രം. കാര്യം പിടികിട്ടിയവർക്കായി 2017 കേൾക്കണം നാട്ടുകാർ, രാഷ്ട്രീയക്കാർ കേട്ടോ. 2017 UK പ്രസിഡന്റ് ആയിരുന്നു പ്രധാനമന്ത്രി ഡേവിഡ് കാമറോൺ. UK രഹസ്യാന്വേഷണ സംഘടന, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം, പറഞ്ഞു യൂറോപ്പോൾ. അവർ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വധഭീഷണി, അതുകൊണ്ട് ലാപ്ടോപ്പ് കയ്യിൽ പിടിക്കരുത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നാളെ ന്യൂയോർക്കിൽ പോയില്ലേ? TPMൽ അപ്പച്ചൻ്റെ കണക്ക് വെള്ള ഉടുപ്പും വെള്ളമുണ്ട്, മൊബൈൽ പോയിട്ട് ലാപ്ടോപ്പ് പോലുമില്ല. സന്തോഷമില്ലല്ലോ? ഇന്ന് രാത്രി നിങ്ങൾക്കറിയത്തില്ല, ഞാനിവിടെ കൊല്ലം ജില്ലക്കാരനാണെങ്കിലും പത്തനംതിട്ട SP ഓഫീസ് മൈലപ്പുറയ്ക്ക് പോകുമ്പോൾ, ഞാനതാ ഇന്നലെ പറഞ്ഞ എൻ്റെ വളരെ സ്നേഹിതൻ, ഞങ്ങൾ ഒരുമിച്ച് കാപ്പി കുടിക്കുന്ന സൈമൺ സാർ, അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അവിടെ എത്രയോ DYSPമാരുണ്ട്. അവരെല്ലാം മേശപ്പുറത്തിരുന്ന് ഞെക്ക് കയ്യിൽ വെക്കാൻ പറഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. പരസ്യമായിട്ട് അടൂരോ പന്തളം DYSP റോഡിലിരുന്ന് ഞെക്കത്തില്ല, ഗൺമാൻ്റെ കൊടുക്കും വെക്ക്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്ലെയിനകത്ത് എന്താണെന്നറിയാമോ? ലാപ്ടോപ്പ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജാമായി കഴിയും. സ്വോത്രം. അതവർ ഓൺ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇതിനകത്തൊരു മെസ്സേജ് വന്നാൽ അന്തിമ ദിനങ്ങളിൽ ആ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്ന കാലം. ഇന്ന് രാത്രി നമ്പർ 1 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുക. ആ മൃഗത്തിൻ്റെ പ്രതിമയുടെ സംസാരം നമ്മുടെ കർണപുടങ്ങളിൽ വീഴുന്നതിന് മുമ്പ് പരിശുദ്ധാത്മശക്തിയിൽ കഴുകൽ പ്രാപിച്ച് ദൈവമക്കളെ ചേർക്കുവാൻ
കാന്തൻ മധ്യാകാശത്തിൽ വരും. അമ്മാമെ വിഷമിക്കണ്ട. രണ്ടാമത്തെ കാര്യം, മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുക. അതിന്റെ പേരാ ബ്ലൂ ബ്രെയിൻ. അതിനു മുമ്പ് ഒരു കളി ഇവിടെ വന്നു, കേട്ടവർക്ക് കരമുയർത്താം. ബ്ലൂ വൈൽ, കരമുയർത്തുന്നവർക്കായി. മിണ്ടുന്നില്ലല്ലോ അമ്മാമെ, സ്വോത്രം. അത് പിള്ളാരെ കൊല്ലുന്ന കളിയായിരുന്നു. അത് സൈബർപ്പം കട്ട് ചെയ്തുകൊണ്ട് അതില്ലാത്തത്. അവൻ്റെ അനിയനാ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പബ്ജി. സന്തോഷമില്ലല്ലോ, വെക്കടാ വെടിയുന്നു. സ്വോത്രം. ഇതെല്ലാം പിള്ളാരെ ചതിക്കുഴികളിൽ കൊണ്ടുപോവുക. ബ്ലൂ ബ്രെയിൻ വന്നെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഏറ്റവും നിർണായകമായ ബ്ലൂ വൈൽ വന്നെങ്കിൽ ബ്ലൂ ബ്രെയിൻ. ഈ കമ്പ്യൂട്ടറിന് എന്ത് കിട്ടും? ആത്മാവിനെ കിട്ടും. സാത്താൻ്റെ ഇഷ്ടം ആരാധന, വണങ്ങാത്തവരെ അവൻ കൊല്ലിക്കുക. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഈ കമ്പ്യൂട്ടറിന് ആത്മാവിനെ കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. താമസമിന, കേട്ടോണേ, താമസമിന. 2040 സാത്താൻ്റെ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ടി വിയിലും വരാൻ പോകുന്നത്. പറയാം, കോവിഡിൻ്റെ മറവി നമ്മുടെ മൊബൈലും വാക്സിനേറ്റഡ് ഡേറ്റയൊക്കെ കൊണ്ടുപോയെങ്കിൽ സാത്താൻ്റെ ഇഷ്ടം ആരാധന. ഇന്ന് ടി വി തുറക്കുമ്പോൾ പിട്ടാപ്പള്ളി നന്ദിലത്തിൻ്റെ പരസ്യം പോലെ പരസ്യം കഴിഞ്ഞിട്ടില്ല. ചിന്നമാമ എത്ര കുത്തിയാലും കറുത്തമുത്ത് വരത്തുള്ളൂ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇനി ഓൺ ചെയ്താൽ വരാൻ പോകുന്നത് സാത്താൻ്റെ പ്രതിമ ലാപ്ടോപ്പിൽ നിങ്ങളെ നോക്കും. നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ച് ഇന്റർനെറ്റിനകത്ത് വൈറസ് മെസ്സേജ് അയക്കും. അതുകൊണ്ട് പത്തനംതിട്ടയിലെ BSNL പറയുന്നു, അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത്. കരമുയർത്തുന്നവർക്കായി ചില മെസ്സേജ് വന്നാൽ നിങ്ങൾ ഓപ്പൺ ചെയ്തരുത്. അത് ഹാക്കായി പോകുമെങ്കിൽ ഇതെല്ലാം ഒരുവന്റെ കയ്യിലെത്തി. ഇന്റർനെറ്റ് മർഡർ ഇവിടെ വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി ഈ മൃഗത്തിന്റെ പ്രതിമ ഞങ്ങളുടെ സ്ക്രീനകത്ത് വെളിപ്പെടുന്നതിന് മുമ്പ് ഈ തലമുറയിൽ കാന്തന്റെ മുഖം മധ്യാകാശത്തിൽ തന്റെ സഭയെ ചേർക്കുവാൻ വരാറായി. ഇന്ന് രാത്രി ഊന്നുകല്ല്. കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ഈ ഇന്റർനെറ്റ് ഇവിടെ യെരൂശലേം ദൈവാലയത്തിനകത്ത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വചനം ക്ലിയർ ആയിക്കോണം. ഇന്ന് രാത്രി ഇത് കേട്ടോണ്ടേ പോകാം. ഒറ്റ ദിവസം ഇന്നൂടെ സമയമുള്ളൂ. വെളിപ്പാട് 6:1-2. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. എതിർ ക്രിസ്തു സമാധാനത്തിന്റെ പുറമോടി ജയിക്കുന്നവനായും അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. മക്കളെ, ഇതൊക്കെ ഒന്ന് കേൾക്കണം. അതുകൊണ്ടാ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ അബുദാബി വന്ന വല്ലവരും കണ്ടായിരുന്നു? കര ഉയരുന്നില്ലല്ലോ. അച്ഛാ, പേപ്പർ ആരും വായിക്കുന്നില്ലേ പാസ്റ്റർ? ഇവിടെ സ്വത്രം. കത്തോലിക്ക സഭ പരമാധ്യക്ഷ അബുദാബി വന്ന് വായിച്ച വല്ലവരും ഉണ്ടായിരുന്നു? കരം ഉയർത്തിയാട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് വിളിക്കുമ്പോൾ കുബൂസിൻ്റെ കാര്യം ചോദിക്കരുത്. അബുദാബിയിൽ 3 ദേവാലയം പണിഞ്ഞുകൊണ്ടിരിക്കുക. ഗുഡ് ന്യൂസും വായിക്കത്തില്ല, മരിച്ചതേ വായിക്കത്തുള്ളൂ. സ്വത്രം അല്ലേ? കല്യാണമല്ലോ തന്നെ സ്വത്രം. ഗുഡ് ന്യൂസിനകത്തും ഉണ്ടായിരുന്നു 3 ദേവാലയം അബുദാബി. 1 യഹൂദൻ്റെ സിനഗോഗ്, 2 ക്രൈസ്തവരുടെ ദേവാലയം, 3 ഏറ്റവും നിർണായകമായിട്ട് പിന്നെ ഇസ്ലാമിൻ്റെ മസ്ജിദ് അബുദാബിയിൽ. ഇത് വെള്ളക്കുതിരയുടെ സമാധാനത്തിൻ്റെ പുറമോടിയാ. എവിടാ? യേശു വരുന്നതിന് മുമ്പിട്ട് ഒരാൾ വന്നായിരുന്നു, സ്നാപക യോഹന്നാൻ. എതിർ ക്രിസ്തു വരുന്നതിൻ്റെ വഴിയാ. ഇതെവിടെ? വെള്ളക്കുതിര. ദൈവസഭ എടുക്കപ്പെട്ടാൽ യെരൂശലേമിൽ ഒരു ദൈവാലയം പണിയും. റോബോട്ടിനെ കൊണ്ടുവെക്കണം. കേട്ടോണേ, ഇന്ന് രാത്രി റോബോട്ടിനെ യഹൂദം വണങ്ങുക ചായ. അവ ഒരിക്കലും വണങ്ങത്തില്ല. കൈയിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണം. ബാക്കി ശ്രദ്ധിച്ചോണം. പുറപ്പാട് 24 മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിൻ്റെയും പ്രതിമയും വണങ്ങരുത്. മോശ ഇവിടെ തൽമൂദിരിക്കുന്ന യഹൂദൻ വണങ്ങത്തില്ല. അന്നെന്തോയും യഹൂദൻ്റെ പീഡ ആരംഭിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആൻറ്റി ക്രൈസ്റ്റ് കത്തോലിക്ക സഭ പരമാധ്യക്ഷനോ പിണറായി വിജയനോ മോഡി സാറോ അല്ല. ഉൽപ്പത്തി 49:10 ബൈബിൾ റെഫറൻസ് നിങ്ങൾ ഏറ്റവും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങത്തില്ല. ആൻറ്റി ക്രൈസ്റ്റ് 49:17 സിറിയായി അന്തിക്രിസ്തു. താൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. അന്തിക്രിസ്തു ക്ലിയർ. പഠിക്കുന്നവർ എഴുതി വെച്ച മക്കളെ, എത്ര ക്ലിയറായിട്ട് നിങ്ങൾക്ക് പ്രസംഗിക്കാം. ഈ സിറിയായിൽ നിന്ന് വരുന്ന അന്തിക്രിസ്തു വെള്ളക്കുതിരയുടെ സമാധാനത്തിൻ്റെ പുറമോടിയോട് എന്ത് ചെയ്യുമെന്നറിയാമോ? യഹൂദന് വേണ്ടി ആലയം പണിയും. ആദ്യം അവൻ ചുവന്ന പശുവിനെ ആലയത്തിനകത്തറക്കും. കേട്ടോണേ, അത് കഴിഞ്ഞതിന് ശേഷം അവൻ പ്ലേറ്റ് മാറ്റും. പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ട്. ചെറുപ്പക്കാർ കേട്ടോ, അവൻ്റെ പേരായിരുന്നു അന്തിക്കോസ് എപ്പിഫാനോസ്, പഴയ ചക്രവർത്തി. അവൻ യെരൂശലേമിനെ ആക്രമിച്ചു. അന്നൊരു കാര്യം ചെയ്തു. എന്തോ ചെയ്തെന്നറിയാമോ? യഹൂദന് വെറുക്കപ്പെട്ട പന്നിയെ ദൈവാലയത്തിൽ അറുത്തു. സ്വോത്രം. പന്നിയുടെ രക്തം വായിൽ കൊണ്ടു. ഇനി പുറകോട്ട്. ഇനി വരുന്ന സിറിയയിലെ ചക്രവർത്തി അഥവാ എതിർ ക്രിസ്തു വരുന്നവൻ ആദ്യം
ശോഭിയുടെ മൂത്ത ചേച്ചി റോബോട്ടിനെ അവിടെ വെക്കും. യഹൂദൻ വണങ്ങത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം എന്തോ ചെയ്യുമെന്നറിയാമോ? ഒരു കാര്യം ചെയ്യും. നല്ല ചുവന്ന പശുവിനെ ഇപ്പം തന്നെ അവന്മാർ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പെരിയ പ്ലേറ്റ് മാറ്റും, പന്നിയെ ആലയത്തിനകത്ത് കൊണ്ടുവെക്കും. അപ്പോൾ യേശു യെരുശലേമിനെ പറ്റി പറഞ്ഞൊരു പ്രവചനം ഇപ്പോൾ വായിക്കാം. മത്തായി സുവിശേഷം 24:15-16. മാത്യു ചാപ്റ്റർ 24. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന ബിംബ റോബോട്ട്. അടുത്തത് വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ യഹൂദൻ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. മതി അച്ചായ, അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകും. എല്ലാവരും ഇത് കേട്ടോണോ? ഒന്ന്, റോബോട്ടിനെ ദൈവാലയത്തിൽ വെക്കുക, യഹൂദൻ വണങ്ങത്തില്ല. 2, പന്നിയുടെ രക്തം ദൈവാലയത്തിൽ ഒഴിക്കും. മുപ്പല്ലിയിൽ അത് വായിക്കാൻ പറയും. ഇന്ന് രാത്രി അത് കൊള്ളാത്ത യഹൂദന്റെ തല അവരറക്കും. IS-ന്റെ മൂത്ത ചേട്ടന്മാർ ആ തലയറ്റ് വീഴുന്ന രക്തസാക്ഷികളുടെ പേര് പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി, ബൈബിൾ മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സത്യവചനം ഏറ്റെടുക്കണം. എന്നാൽ ഊന്നുകല്ലിലെ ദൈവസഭ, പഴയ നിയമത്തിൽ ഒരു ആരാധന ഉണ്ടായിരുന്നു. ആരാ? മോശയോട് ദൈവം പറഞ്ഞ ആത്മാവിൻ്റെയും സത്യത്തിൻ്റെയും ആരാധന. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അതിനകത്തൊരു സംഭവം. മോശ ഇടയ്ക്കൊന്ന് വിസിറ്റിന് മേളിലോട്ട് പോയി. സഭ ആരെ ഏൽപ്പിച്ചു? അഹരോനെ ഏൽപ്പിച്ചു. അഹരോൻ്റെ അകത്തിരുന്നത് കാളക്കുട്ടിയാണ്. പെന്തിക്കോസ്തുകാർ ശ്രദ്ധിച്ചു. ഇവിടെ മോശ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞു വന്നപ്പോൾ എല്ലാം കാളക്കുട്ടിയുടെ മുൻപിൽ കുമ്പിടുകയാണ്. റഫറൻസ് പുറപ്പാട് 32, 25, 28 വീട്ടിൽ ചെന്ന് വായിക്കണം. എന്നിട്ട് എന്തെങ്കിലും അന്ന് രാത്രി മോശയുടെ ഹൃദയം തേങ്ങി സ്വർഗത്തോട് സംസാരിച്ചു. മോശയോട് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. കേട്ടോ, അന്ന് പ്രതിമയുടെ ആരാധനയുടെ മുൻപിൽ ഏകദേശം 3000 പേർ പാളയത്തിനകത്ത് പട്ടുവീണു. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭ എവിടാ? അപ്പോസ്തല പ്രവൃത്തി. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. യോവേലിൻ്റെ പ്രവചനം. അന്ത്യകാലത്തെ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിൽ കീഴഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങൾ. പെന്തക്കോസ് പെരുന്നാളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് എത്ര പേര് സ്നാനപ്പെട്ട ചായ വെള്ളത്തിനകത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി. അന്ന് രക്ഷയുടെ പെട്ടകത്തിൽ സത്യത്തിന്റെ ആരാധന വിട്ട് വിഗ്രഹാരാധനയിൽ പഴയ നിയമത്തിൽ 3000 പേർ പട്ടപ്പോൾ പുതിയ നിയമത്തിൽ അതേ 3000 പേരെ ഉയർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയും. ആ സഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി ഓമല്ലൂരുകാർ പറയണം, സാത്താൻ്റെ പ്രതിമ എവിടെ നിൽക്കുമെന്നറിയാമോ? സ്വോത്രം, യെരൂശലേം ദൈവാലയത്തിനകത്ത് നിൽക്കും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ പ്രതിമ അവിടെ വരുന്നതിന് മുമ്പ് കാന്തൻ്റെ പൊന്മുഖം മധ്യാകാശത്തിൽ ഞങ്ങൾ ദർശിക്കും. 2 അമ്മമ്മ അച്ഛ ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുക. ഇന്ന് രാത്രി എന്താ? പന്നിയുടെ വംശം, പന്നിയുടെ രക്തം യഹൂദൻ കൊള്ളാതെ ഇരിക്കും. IS-ന്റെ തീവ്രവാദികൾ കഴിഞ്ഞ ആഴ്ച ലോകത്തിൽ അഴിഞ്ഞാടിയവർ, യഹൂദന്റെ തലയറത്ത് രക്തം അവിടെ വീഴും. ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. അതുകൊണ്ടാ യേശു പറഞ്ഞ്, ഇനി എല്ലാവരും കരമുയർത്തട്ടെ. ഇന്ന് രാത്രി പറ, യെരൂശലേമേ, യെരൂശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. സ്വോത്രം. അതുകൊണ്ട് ആമോസിനോട് ചേർന്ന് പറ, ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. കരമുയർത്തിയാട്ടമ്മാമേ. സന്തോഷമില്ലല്ലോ ചായ. കർത്താവ് വരാറായി. ഇനി അവറാച്ച മലയിൽ പോയത് പറയാം, അത് തെറ്റെന്നല്ല. ഇന്ന് രാത്രി സംഭവങ്ങൾ മുഴുവൻ നാഥൻ്റെ വരവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി പറയണം, അവിടെ ഒരു കലാപവും യുദ്ധവും നടക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ആരാ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കും. ആ സമയത്ത് ഈ 2 കാര്യങ്ങളുണ്ട്. ഇവിടെ പാകിസ്ഥാൻ്റെ 40 കോൺസുലേറ്റുമാർ കാണും, ഇന്ത്യയുടെ 40 കോൺസുലേറ്റുമാർ ഇസ്ലാമാബാദിൽ കാണും. യുദ്ധം ആരംഭിക്കുന്നതിന് അന്യോന്യം ഒരു സംഭാഷണം നടക്കും. ഇന്ത്യയിൽ നിന്നല്ല ഒരു ടൂറിസ്റ്റ് ബസ് അവിടെ ചെല്ലും. വാഗ അതിർത്തിയിൽ 40 പേരുമായിട്ട് അവിടെ കാത്തേക്ക്. ഇസ്ലാം
ഇസ്ലാമാബാദിൽ നിന്ന് ഇന്ത്യയുടെ കോൺസുലേറ്റുമാരെയും വഹിച്ചുകൊണ്ട് ഒരു ബസ് വാഗാ അതിർത്തിയിൽ വരും. 2 പേര് തങ്ങളിൽ വരുമ്പോൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് നോക്കി 40 എണ്ണത്തിനെ അങ്ങോട്ട് പിടിക്കും. അവിടുന്ന് വന്ന 40 എണ്ണത്തിനെ ഇങ്ങോട്ട് മാറ്റും. വാഗാ അതിർത്തി കൂട്ടിയിടും. പതാക താക്കും. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വെടിവെപ്പെങ്കിൽ ഇന്ന് രാത്രി അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടക്കും. ആരാ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറാ. ഇന്ന് രാത്രി ഒന്നുകല്ലേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാ. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കും, തിരുവനന്തപുരത്തെ കൊലപാതകം, മനുഷ്യന്റെ കാലിനകത്ത് 606 എഴുതി വെച്ചുകൊണ്ട് പുനരാഗമനത്തിന്റെ വഴികൾ വിട്ടുകൊണ്ട് പുനർജീവിതത്തെ പഠിച്ചുകൊണ്ട് ഇന്ന് രാത്രി കേരളം മുന്നേറുന്നു. പൗലോസ്ലീഹ ധന്യം ചൊല്ലി അമ്മമ്മ അധർമ്മത്തിന്റെ മർമ്മം വചനം മനസ്സിലാകുന്നവർക്കായി ഇപ്പോഴേ വ്യാപരിക്കുന്നു. പെന്തിക്കോസ്തുകാർ മിണ്ടത്തില്ല. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാൻ കാലമായി. സംഭവങ്ങൾ മുഴുവൻ എതിർ ക്രിസ്തുവിന്റെ വരവിനെ കാണിക്കുന്നു. കടക്കാം. എലോൺ മസ്ക് മൈക്രോചിപ്പ്. അത് പറയുമ്പോൾ ഈ രാത്രി 4 വാക്യങ്ങളിലേക്ക് ലോകം ഒരുവന്റെ കയ്യിലേക്ക് QR കോഡിൽ നിന്ന് മൈക്രോചിപ്പിലേക്ക് അച്ഛൻ വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18. എല്ലാവരും ശ്രദ്ധയോടെ അന്ന് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. അച്ഛാ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോണേ. ഒരു സംഖ്യ വരുമോ? ആ സംഖ്യയുടെ തുടക്കം എല്ലാവരും കേട്ടോണേ. നീ സയൻസിലേക്കാ. 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഒരു സംഭവം വന്നു. ആധാർ മിണ്ടുന്നില്ലല്ലോ. ഇത് ദുബായിലുണ്ട്, എമിറേറ്റ്സ് ഐഡന്റിറ്റി. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലുണ്ട്, അമേരിക്കൻ ഐഡന്റിറ്റി. എൻ്റെ പ്രസംഗം ആധാർ അല്ല, നേരെ പോകാൻ പോകുന്നത് എലോൺ മസ്കിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആധാർ വന്നപ്പോൾ 2 സയൻസ് ഇവിടെ അച്ചായൻ വായിച്ചു. കൈമേലും നെറ്റിമേലും. ഇനി നിങ്ങൾ മെഡിക്കൽ സയൻസ് ഒന്ന് നോക്കിക്കോണം. അതിൽ 2 ഭാഗം ഇവിടെ നടന്നു കഴിഞ്ഞു. നിങ്ങൾ ആധാറിന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ സെൻ്ററിലോ അക്ഷയയിലോ പോയപ്പോൾ കയ്യും കാലും അല്ല സ്കാൻ ചെയ്ത് അമ്മാമ്മയുടെ കണ്ണിങ്ങോട്ട് കണ്ടാട്ട് നെറ്റി നേരെ നോക്കിയാട്ട് കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം വഴി ആധാരം എടുത്തപ്പോൾ ഫിലമെൻ്റ് കണ്ണ് തുറക്കാൻ നെറ്റിയുടെ അടുത്ത് 2 കീ കൂക്കു. ഇതാ മൈക്രോചിപ്പിൻ്റെ 1ാമത്തെ വഴി. കേട്ടോണം. ബൈബിൾ സയൻസോ ഇനി അത് പറയത്തില്ല. 2ാമത്തെ കാര്യം, കോവിഡ് വന്നു. പത്തനംതിട്ട ചർച്ചിൻ്റെ മുമ്പിലെല്ലാം കുഞ്ഞുങ്ങളിരുന്നു. ഇൻഫ്രാറെഡ് മീറ്റർ ദാണ്ട് കൈമേലും നെറ്റിമേലും. ഇതെല്ലാം മൈക്രോചിപ്പിലേക്കാണ്. ഇന്ന് രാത്രി വാങ്ങുവാനും വിൽക്കുവാനും. കേട്ടോ, കേരളത്തിൽ 36,000 കോവിഡ് കേസ് വന്നു. അന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്. 2 ഡോസ് വാക്സിൻ എടുത്തവർക്കേ കടയിൽ കയറാൻ പറ്റൂ, 2 ഡോസ് എടുത്തവർക്കേ ബാങ്കിൽ കയറാൻ പറ്റൂ. അവർക്ക് അത്രയും വിവരമില്ലാതായിപ്പോയി. സ്വോത്രം. വാക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ റൈറ്റ്. അവിടെ നേഴ്സസ് കാണും, ഡോക്ടേഴ്സ് കാണും. ദാറ്റ് മീൻസ് മെഡിക്കൽ എത്തിക്സ്. ഇന്ന് നമ്മുടെ ഇവിടെ കോഴഞ്ചേരിയിൽ ഒരു സർജറി നടക്കണേ. പെങ്കൊച്ചിനെ കൊണ്ടുപോയി ഉടനെ ഡോക്ടറെ കത്തിയും പിന്നെ അത് കഴിഞ്ഞിട്ട് അനസ്തേഷ്യൊന്നും പമ്പ് ചെയ്യത്തില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ 3 ഒപ്പിടിച്ചതിന് ശേഷമേ ഒരു സർജറി നടക്കത്തുള്ളൂ. സ്വോത്രം. അതുപോലെ ഒരു വാക്സിൻ എടുക്കുന്ന ഹ്യൂമൻ റൈറ്റാണ്. ആരോഗ്യമന്ത്രി അത് പറഞ്ഞപ്പോൾ പിറ്റേന്ന് സഖാവ് പിണറായി വിജയൻ ഒരു തിരുത്തി ആർക്കും എവിടെയും കയറാം. അതിനാസ്പദമായി 2 ഡോസ് വാക്സിൻ അല്ല, ചൂട് നോക്കി എവിടെയും കയറാം. കേരളം കണ്ടതാ ഇതെല്ലാം. അങ്ങനെയെങ്കിൽ 2009 ഇനിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. ആധാർ എന്തിനും ആധാർ വന്നപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ എടുത്താൽ മതിയെന്ന്. സ്വോത്രം. അവിടെ നിൽക്കട്ടെ. ആധാർ കഴിഞ്ഞു. 2015 ശ്രദ്ധയോടെ ഇരിക്കണം. 2013 ബാങ്കിൻ്റെ ATM കാർഡിനകത്ത് 4 മൈക്രോചിപ്പിൻ്റെ ഫോം വന്നു. നാനോ, സിലിക്കോൺ, DNA, മൈക്രോ. ഈ 4 എണ്ണം ATM. 2015 ആനയുടെ വാലിൽ ആദ്യമായിട്ട് റേഡിയോ കോളർ ഫിറ്റ് ചെയ്തു. ഇപ്പം ഇടുക്കിയെ പറപ്പിച്ച ഒരു ആനയുണ്ട്, ചെറുപ്പക്കാരെല്ലാം കേട്ടോണ്. അരിക്കൊമ്പൻ. അവൻ നിൽക്കുന്നത് നെടുമങ്ങാട് കഴിഞ്ഞ് പൊന്മുടി കഴിഞ്ഞാൽ തിരുനെൽവേലിയ. അതിൻ്റെ ബോർഡർ കോതയാർ. അവിടെ നിന്ന് ആന വെള്ളം കുടിക്കുന്ന ഫോട്ടോ നിങ്ങളുടെ മൊബൈലിലുണ്ട്. അരിക്കൊമ്പൻ്റെ 7 അയിലത്തൊരുത്തം പോവിയല്ലോ. സ്വോത്രം. റേഡിയോ കോളറിൽ നിന്ന് മൈക്രോചിപ്പ് വഴിയായി പടം എടുക്കുന്ന. സ്വോത്രം. 2018 എല്ലാവരും കേട്ടോണം. ഇനി ഇത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് 2018 ഇന്ത്യയുടെ സുന്ദരനായ ക്രിക്കറ്റ് കളിക്കാരനുണ്ട് വിരാട് കോഹ്ലി ചിപ്പ് കൊണ്ടുവന്നു. RFID. വിരാട് കോഹ്ലി ഇന്ത്യ. 2021 ഇന്ന് രാത്രി ഇവിടെ നല്ല കാറുള്ളവരാ വന്നിരിക്കുന്നു. സ്വോത്രം.
ദൈവം അനുഗ്രഹിക്കട്ടെ. കര ഉയർത്താൻ പറയുന്നില്ല. ചിലപ്പോൾ ഉപദേശിച്ച് കര ഉയർത്താൻ പറയാം, കാർ കൊണ്ടുവരാമെന്ന് പറയും. സ്വോത്രം. അതുകൊണ്ട് കര ഉയർത്തണ്ട. സ്വോത്രം. നിങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഇന്നൊരു ഫാസ്റ്റാഗുണ്ട്. അതിൻ്റെ മേളിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് RFID ഫാസ്റ്റാഗ്, കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അച്ചായ ഇതൊക്കെ കാണണം. അതിനകത്ത് വേറെ നമ്പറല്ല, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. 5 തലമായി. ചെറുപ്പക്കാരെ കേട്ടോണം. നമ്പർ 1 ആധാർ, നമ്പർ 2 നമ്മുടെ ATM, നമ്പർ 3 ആനയുടെ വാൽ റേഡിയോ കോളർ, 4 പാസ്പോർട്ട്, 5 RFID. എവിടെ വന്നെന്നറിയാമോ? നിങ്ങളുടെ കാറിൻ്റെ തല. അവൻ്റെ മൂത്ത ചേട്ടൻ വരെ വന്നു. ആ മൂത്ത ചേട്ടൻ്റെ പേരാ QR കോഡ്. കരമുയരുന്നില്ലല്ലോ. ഇനി ഒന്നുമില്ല. ഇനി കയ്യിലോട്ട് ഈ അച്ചായം കയറിയാൽ മതി. സ്വോത്രം. കറിയാച്ചാനും ശമേലച്ചാനും തോമാച്ചാനും എല്ലാം വന്ന അമ്മാമ്മയെ QR കോഡും വന്ന് ഇനി ഇത് കയ്യിലോട്ട് കയറണം. അങ്ങനെയെങ്കിൽ ഇവരുടെ 3 പേരുടെ സംഖ്യ ഇന്നത്തെ ആധാർ മാറും. ഇനി അച്ചായൻ എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം. 18ാമത്തെ വാക്യം. എല്ലാവരും എടുത്താട്ട് കുഞ്ഞുങ്ങളെ നല്ലതുപോലെ പ്രസംഗിക്കാൻ. നിങ്ങൾക്ക് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ അതൊരു മനുഷ്യന്റെ സംഖ്യ എത്ര? ആ സംഖ്യ എത്ര? അതിന്റെ സംഖ്യ 666. ആ സംഖ്യ 666. ദാണ്ടേ ദാ കിടക്കുന്നു 666. ബാക്കി കമ്പ്യൂട്ടർ പ്രസംഗിക്കാൻ എനിക്ക് സമയമില്ല. ഇത് തന്നെ നിങ്ങളുടെ മൊബൈലിൽ അടിക്കുന്ന www 666. സ്വർഗത്തിന് 3 ഘടകമുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. അതുപോലെ സാത്താന് 3 ഘടകമാണ്. 1 എതിർ ക്രിസ്തു, 2 മൃഗം, 3 കള്ളപ്രവാചകർ. ഇവരുടെ 3 പേരുടെ സംഖ്യ അടിച്ചെങ്കിൽ വാണിജ്യ വിനിമയം നടക്കത്തുള്ളൂ. 666 ലോകം. ഇനി കടക്കാം ബൈബിളിനകത്ത്. എന്തിനാധാർ? സയൻസ് കൂടെ കേട്ടിട്ട് ഇന്ന് രാത്രി പോകാം. 5 മിനിറ്റ് കൂടുതലെടുത്താൽ നിങ്ങൾ നിൽക്കണം. സ്വോത്രം. ദാണ്ടേ ആധാർ. ഇത് ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതാണ്. ആധാറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആദ്യം പറഞ്ഞ് വേണ്ടിയവർക്ക്. ഇന്ന് ആധാർ എന്താ? ജനിച്ചാൽ ആധാർ, സ്കൂളിൽ ആധാർ, പാൻ കാർഡ് ആധാർ, കരമടയ്ക്കാൻ ആധാർ, അത് കഴിഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് ആധാർ, ഗ്യാസ് ആധാർ, കാർഷിക ആധാർ, പെൻഷൻ ആധാർ, സബ്സിഡി ആധാർ. പിന്നെ പത്തനംതിട്ട 3 ചെന്നിക്കര പഞ്ചായത്ത് അപ്പച്ചൻ മരിച്ചാലും വഴിയാധാരമായ ആധാർ. അത് മലയാളിയെ ഉദ്ദേശിച്ച അപ്പച്ചൻ മരിച്ചാലും 6 മാസം നമ്മൾ മിണ്ടിയാൽ സൊസൈറ്റിയിൽ നിന്ന് വരുന്നവന് 100 രൂപ മൊബൈൽ ചാർജ് കൊടുക്കുകയും നമ്മൾ പിന്നെയും പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കും. സന്തോഷമില്ലല്ലോ. അതും ഗവൺമെൻറ് കണ്ടുപിടിച്ച അമ്മാമ്മ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ വഴിയാധാരമായ ആധാർ. ഇനി നിങ്ങളുടെ കാര്യം, നിങ്ങളെല്ലാം കുരുക്കും ആധാർ. കേട്ടോണ്. ഞങ്ങളുടെ നാട്ടിൽ ഈ സമയത്ത് കഴിഞ്ഞ വർഷം എൻ്റെ പുരാടത്തിൻ്റെ വസ്തുവിൻ്റെ കരമടയ്ക്കാൻ ഞാൻ അക്ഷയായിപ്പോയി. പണ്ടത്തെ കാലത്ത് ഞാൻ സഹകരണ ബാങ്കിൻ്റെ ബോർഡിലെ മെമ്പറൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ് ഞങ്ങളുടെ നാട്ടിൽ. സോദരം. അപ്പം അവിടെ ചാത്തന്നൂർ കരമടയ്ക്കാൻ ചെന്നു. അപ്പോൾ അവരെന്നോട് യോഗത്തിൻ്റെ കാര്യമെല്ലാം ചോദിച്ചു. പെങ്കൊച്ചിൻ്റെ ഞാൻ കൊടുത്ത് 264 രൂപയ്ക്ക് ഞാൻ സുഖമായിട്ട് എൻ്റെ കരമടച്ചു. കരമടച്ചപ്പോൾ ഞങ്ങളുടെ ചാത്തന്നൂർ ബാബിസ്റ്റിലെ ഒരു ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ബാബിസ്റ്റ് ബൈബിൾ കോളേജുമായിട്ട് ചേർന്നാ പുള്ളിക്കുള്ളത് 10 സെൻറ്റ് വീടുള്ള അത്രയെങ്കിലും ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പുള്ളിക്കാരൻ എൻ്റെ പുറകെ കരമടയ്ക്കാൻ വന്നു. അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് പെങ്കൊച്ച് ഈ ദൈവദാസനോട്, സാറെന്നാ പുള്ളിയെ വിളിക്കുന്നത്, പേര് ഞാൻ പറയത്തില്ല, സ്റ്റേജ് കൂടെ പറയുന്നത് മോശം. സാറേ ആധാർ ക്ലിയർ ആയെങ്കിലേ കരമടയ്ക്കാൻ പറ്റത്തുള്ളൂ, അതിങ്ങോട്ട് തരാൻ പറഞ്ഞു. ആ പെങ്കൊച്ച് ആധാർ പുള്ളി പോക്കറ്റിൽ നിന്നില്ല പ്ലാസ്റ്റിക് കാർഡ് കൊടുത്തു. പെങ്കൊച്ച് ഒറ്റയടി. ഞങ്ങൾ അവിടെ നിൽക്കുക. അപ്പം പെങ്കൊച്ച് പറയാം, 2 വർഷത്തെ ചാത്തന്നൂർ അടയ്ക്കാറുണ്ട്, ഉറുകുന്നില്ല 1.5 ഏക്കർ റബ്ബറിൻ്റെ 3 വർഷമായിട്ട് അടയ്ക്കാറുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന 10 സെൻറ്റ് വീട് വഴിയാധാരമായ ആധാർ അടിച്ചപ്പോൾ 1.5 ഏക്കർ ഉറൂന്നി കിടക്കുന്നു. ആ പാസ്റ്റർമാരുടെ ജീവൻ പലതും പോയി മക്കളെ. വിശ്വാസികൾ വിഷമിക്കേണ്ട, എല്ലാം തെളിഞ്ഞു വരും. സ്വോത്രം. ഇനി നിങ്ങളോട്, ഓമല്ലൂക്കാരോട്, ചെറുപ്പക്കാർ കേട്ടോണേ. ഇവിടെ ഓമല്ലൂർ SBI ഉണ്ട്. ഒരു പയ്യൻ ഇവിടുന്ന് ചെന്നിട്ട് പുരാടത്തിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ചിട്ട് 5 ലക്ഷം രൂപ ലോൺ എടുക്കും. അവർ ബുദ്ധിയുള്ളവരാ. ആധാറും ടൈപ്പ് ചെയ്യും. അവൻ നല്ല മോനായിരുന്നു. 4 മാസം കൃത്യ ലോൺ അടയ്ക്കും. പിന്നെ ഞങ്ങളുടെ കണക്ക് സഭയെ പാത്തോല് പിന്നെ അവൻ ജീവിതത്തിൽ അങ്ങോട്ട് പോകത്തില്ല. സ്വോത്രം. പിന്നെ അവനൊരു പണി ചെയ്യും. കേട്ടോണേ. നമ്മുടെ തൊട്ടടുത്ത ഫെഡറൽ ബാങ്ക് ഉണ്ട്. ദാണ്ട് ഊന്നുകല്ല്. ഒരു 8 മാസം കഴിഞ്ഞിട്ട് ഊന്നുകല്ല് ഈ പേപ്പറുമായിട്ട് ചെല്ലും. ബാങ്ക് മാനേജർ പെൺകുട്ടിയാണ്. അവളെല്ലാം നോക്കിയിട്ട് പറയും, ഞാൻ ചെക്ക് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലും, പറയും ലോൺ പാസ്സാക്കി തരാം, ആധാർ ഇങ്ങോട്ട് തരാം. അവനൊന്നും അറിയത്തില്ല. ആധാർ കൊടുക്കുമ്പോൾ ഒരു ഞെക്ക് നോക്കിയപ്പം എവിടെ കിടക്കുന്നു? ഓമല്ലു 5 ലക്ഷം കിടക്കുക. ഉടനെ ഈ ചെറുപ്പക്കാരനോട് പറയാം, കാർ വാപ്പസി അവിടെ പോയി ക്ലിയർ ആക്കിയിട്ട് വരാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പെൺപിള്ളാരോടും പറയാം, ലോൺ എടുക്കാനൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് വേണം. ഇന്നത്തെ പെങ്കൊച്ചുങ്ങൾ ആ ബാങ്കിലെ മാനേജർമാർ അന്യഭാഷ പറയും കേട്ടോ. എന്താ ധൈര്യമായിട്ട് പൊക്കോ. സ്വോത്രം. എല്ലാം വഴിയാധാരമായി. എവിടെ പൈസ ഇട്ടാലും, എവിടെ കൊണ്ടിട്ടാലും, KYC ഇട്ടാലും ഇതെല്ലാം തെളിഞ്ഞു വരും. അച്ചായ വഴിയാധാരമായ ആധാർ മനുഷ്യൻ്റെ കൈമുദ്രയിടുവോ. ഇനിയാണ് മരണാനന്തര ജീവിതം. മനുഷ്യൻ്റെ കൈമുദ്രയിടും. അച്ചായനൊന്ന് വായിച്ച് സഹായിച്ചേട്ടെ. മനുഷ്യൻ്റെ കൈമുദ്രയിടുന്ന ബൈബിളിലുണ്ടോ? വായിക്കാം. ഇയ്യോബ് 37:7 വായിച്ച് സഹായിച്ചേട്ടെ. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം, താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും
അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കരമൊന്ന് ഉയർത്തിയാട്ടെ. ആധാറിന് വേണ്ടി, ഈ പോസിന് വേണ്ടി, മൊബൈലിന് വേണ്ടി, സകലത്തിനും വേണ്ടി കൈമുദ്രയിടുന്നു. ആരാ ഇത് പറഞ്ഞത്? ഇതാ ബൈബിളിൻ്റെ തനിമ, ഇതാ ബൈബിളിൻ്റെ വിശ്വസ്തത. സ്വോത്രം. നിങ്ങൾക്കറിയാമോ, സാധാരണ ആൾക്കാരെല്ലാം പ്രശ്നം കേൾക്കുന്ന ബൈബിളിനെ കേട്ട്, ഈ ബൈബിൾ ശാസ്ത്രവും കേട്ടിട്ട് ഇതെവിടാ തുടങ്ങിയെന്നറിയാമോ? ഇയ്യോബ്. ഇന്നത്തേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്മമ്മ ഇതെങ്കിലും കേട്ടെന്ന് മാനസാന്തരപ്പെടണം. ഇയ്യോബ് 37:7. ഇയ്യോബ് എന്ന് പറയുന്ന സുന്ദരനായൊരു പുരുഷൻ, ഊസ്തേശത്ത് സുന്ദരനായൊരു പുരുഷൻ, വീട്, ആടുമാടുകൾ, 10 മക്കൾ. സാത്താൻ എല്ലാത്തിനെയും സന്ദർശിച്ചു. ഇടയ്ക്ക് സാത്താൻ ഒരു വിസ എടുത്ത് ദുബായിലും കണ്ടുപോയല്ലോ. അവിടെ ചെന്നു. സ്വർഗ്ഗം ആദ്യം ചോദിച്ചത് പത്തനംതിട്ട ഇലക്ഷൻ നടക്കുന്നോന്നല്ല, അല്ലെങ്കിൽ ഗവിയിലേക്ക് തീർത്ഥയാത്ര നടക്കുന്നോന്നല്ല, അല്ലെങ്കിൽ പൊൻകുന്നം പുനലൂർ ഹൈവേ വന്നോന്നല്ല. എൻ്റെ ഭക്തനായ, മിണ്ടുന്നില്ല ബന്ധിക്കോസുകാർ, ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണു വെച്ചോ. അമ്മച്ചി ഇന്ന് രാത്രി പറയണം, നോട്ടീസ് പേര് കാണത്തില്ല, സഭയിലെ കമ്മിറ്റി കാണത്തില്ല, ഭാരപ്പെടണ്ട. അച്ചായ സഭയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തു, ഞങ്ങൾ ആരും ഒരു കമ്മിറ്റിയിൽ എടുത്തില്ല, വിഷമിക്കണ്ട. പക്ഷേ മുട്ടുമടക്കി കരയുന്നവനെ പറ്റി സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്, കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ പുൽപ്പായ്ക്കകത്ത് കരയുന്ന നിന്നെ IPCയുടെ ലീഡേഴ്സ് അറിഞ്ഞില്ലേലും, ചർച്ച കോഡ് അറിഞ്ഞില്ലേലും, ശാരോൻ അറിഞ്ഞില്ല, ഏജി അറിഞ്ഞില്ലേലും, ഇവിടുത്തെ യാക്കോബക്കാരന് പാത്രക്കീസിന് മെത്രാൻ അറിഞ്ഞില്ലേലും, രാത്രിയുടെ യാമത്തിൽ കരയുന്ന ഭക്തനെ പറ്റി സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. ഓ, ആര് നിന്നെ മാനിച്ചില്ലെങ്കിലും നിന്നെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ ഇന്ന് രാത്രി ബൈബിളിനകത്ത് 100 കണ്ടുപിടുത്തം. 3 ദിവസം വേണോ ഇയ്യോബിനെ പറ്റി പ്രസംഗിച്ചാൽ. ഇപ്പം ഇയ്യോബിന് എന്താണെന്നറിയാമോ? ശരീരത്തിനകത്തൊക്കെ പരുക്കൾ വന്നു. അമ്മാമ്മ സൗണ്ട് സിസ്റ്റവും ബോക്സും എല്ലാം എടുത്ത് കാശ് മേടിച്ച്. എല്ലാവരും കേട്ടോണേ, പാവപ്പെട്ട ഇയ്യോബിനെ എന്തോ ഇത് പശുവിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് കളിയിൽ കിടത്തേക്കുക, എന്നിട്ടൊരു കട്ടൻ കാപ്പി, ഞങ്ങളുടെ കണക്ക് ഓരോ ബിസ്ക്കറ്റ്. അതിനുശേഷം ഇയ്യോബിൻ്റെ കൂടെ കുറേ കൊച്ചുഭാഷന്മാരുണ്ടായിരുന്നു, എലീബസും ബിന്ദാദും. അപ്പോൾ അവർക്ക് നല്ല അൽഫകാമും കുഴിമന്തി. നമ്മുടെ അമ്മാമ്മമാരാരാന്ന് ബൈബിൾ ഇപ്പം ക്ലിയർ ആക്കിയല്ലോ, സന്തോഷമില്ലല്ലോ, സ്വോത്രം. ആ സമയത്ത് ഇയ്യോബിനോട് പറഞ്ഞ് പുസ്തകമൊക്കെ താത്തുപോയി, കർത്താവൊന്നും വരത്തില്ല. അപ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഹല്ലേലൂയ. ഇതാ ദൈവമക്കളുടെ പ്രത്യാശ. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും, കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി അതാ വചനമകത്ത് കയറുവേണ്ട പ്രത്യാശ. ഇന്ന് രാത്രി മണ്ണെ പ്രതി നീ മാണിക്യം വെടിയരുത്. നിന്റെ ഓട്ടവും അധ്വാനവും അന്ത്യം വരെ കർത്താവിന് നീണ്ടു നിന്നാൽ ഇവിടെ പലതും നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടാത്തതൊന്നും നിന്റെ കരങ്ങളിൽ തരുവാ. ഇയ്യോബിനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ട്. കേൾക്കണം. ഇന്ന് രാത്രി എന്താ മരണാനന്തര ജീവിതം? ചെറുപ്പക്കാരെല്ലാം ശ്രദ്ധിക്കാണ്. ബഥാനിയിൽ ഒരു ഭവനമുണ്ടായിരുന്നു. ആ ഭവനത്തിൻ്റെ പേരായിരുന്നു ലാസറിൻ്റെ ഭവനം. മാർത്ത നല്ല കാപ്പിയിടും, മറിയ നോട്ടെഴുതിയെടുക്കും, ലാസർ ഭിത്തിയിൽ പോസ്റ്റ് ഒട്ടിക്കും. യേശു അവിടെ നല്ലൊരു ബൈബിൾ കോളേജ് നടത്തി, എല്ലാവർക്കും BTH കൊടുത്തു. യേശു ബൈബിൾ കോളേജിന് കുറ്റിയിട്ടിട്ട് പോയി. അപ്പോഴാ ലാസറിന് രോഗം ആരംഭിച്ചത്. എല്ലാവരും കേൾക്കണം. ഒന്നേ, അവൻ്റെ കാലിൽ ഷുഗർ വന്ന് പത്തി അങ്ങ് വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ബൈപ്പാസ് തിരുവല്ലയിൽ നടന്നു. 3rd വൺ. ഇപ്പോൾ അവനെ കാരിത്താസിൽ നിന്ന് കീമോ എടുക്കുക, തലമുടി മുഴുവൻ പൊഴിഞ്ഞുപോയി. അവനെ കണ്ട വിരൂപമാക്കപ്പെട്ട രോഗമാണ്. ആശുപത്രിക്കാർ തള്ളി, വീട്ടിൽ അവിടെ കിടക്കുക. നേഴ്സുമാർ കൊച്ചുങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള രോഗികൾക്ക് കൊടുക്കുന്നൊരു മെഡിസിൻ ഉണ്ട്, മോർഫിൻ. ആ മോർഫിൻ അവന് കൊടുത്തുകൊണ്ടിരിക്കുക. 6 മണിക്കൂർ കഴിയുമ്പോൾ ഉണരും. അവൻ ചോദിക്കുന്നത് ചെന്നീർക്കരയെന്ന് കൊച്ചമ്മ വന്നോന്നല്ല, തട്ടേന്ന് പാപ്പച്ചായം വന്നോന്നല്ല, യേശു വന്നോന്ന് അവൻ്റെ ചോദ്യം. സ്വോത്രം. സഹോദരിമാർ വെള്ളം കൊടുത്തവൻ്റെ കണ്ണടയ്ക്കും. ലാസർ മരിച്ചു കേട്ടോ. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, കപ്പയും വാട്ടുകപ്പയും ചീനിയും എല്ലാം തിന്നത്, അയില പൊരിച്ചെന്ന്. യേശു വന്നില്ലല്ലോ, യേശു വന്നില്ല. അവനെ കൊണ്ടുപോയി ഉറുമാലുകൾ കൊണ്ട് എവിടെ അടച്ചെന്ന് യഹൂദൻ്റെ ആചാരപ്രകാരം അടക്കി. ഇനി ഇവിടെ മരണാനന്തര ജീവിതമാണ്. 1:24, 2:48, 3:72, 4:96 മണിക്കൂർ. മരിച്ച ഡെഡ് ബോഡി. 1, ശരീരങ്ങളും അവയവങ്ങളും നിർജീവമാകും. നമ്പർ 1. നമ്പർ 2, രക്തം കട്ട പിടിക്കും. 3-ാമത്തെ ദിവസം ഈ ഓരോ ഓർഗൻസ് ശരീരത്തിൽ നിന്ന് പിടുത്തം വിടും. 4-ാം ദിവസമാണ് നാറ്റം. ഇന്ന് രാത്രി യേശു എന്തുകൊണ്ട്, ചെറുപ്പക്കാരെല്ലാം കേട്ടോണം, യേശു എന്തുകൊണ്ട് 3 ദിവസം വന്നില്ല? യഹൂദൻ്റെ ആചാരമുണ്ട്, 3 ദിവസം കല്ലറയുടെ മുൻപിൽ ആത്മാവ് നിൽക്കും. അപ്പം യേശു വന്ന് പ്രാർത്ഥിച്ചവൻ്റെ ആത്മാവ് കയറ്റിയ യഹൂദൻ എന്തോ പറയുമെന്നറിയാമോ? എന്താ പറയുന്നതെന്നറിയാമോ? യേശു വന്ന് പ്രാർത്ഥിച്ച ആത്മാവിനെ കിട്ടി. അതുകൊണ്ടാണ് യേശു 1-ാം ദിവസം വന്നില്ല, 2-ാം ദിവസം വന്നില്ല, 3-ാം ദിവസം വന്നില്ല, 4-ാം ദിവസം വന്നപ്പോൾ മാർത്തയും മറിയും, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണം നടക്കത്തില്ല. യേശു പറഞ്ഞു, അവൻ ഉറങ്ങുക, എവിടെ അവനെ അടക്കിയത്? എന്നിട്ടൊരു വാക്ക്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇനിയുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ 11:43. യേശു കല്ലറയുടെ മുൻപിൽ വന്ന് സാധാരണ വിളിയല്ല വിളിച്ചത്, ഉറ
ഉറക്കെ നിലവിളിച്ചു, ലാസറെ പുറത്തു വരിക. അതിൻ്റെ ഭാഗമാ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനുശേഷം ലാസർ പുറത്തു വന്നു. 108 ആംബുലൻസ് കയറ്റി വച്ച കാരിത്താസി കൊണ്ടുപോയോ, അല്ലെങ്കിൽ കോഴഞ്ചേരി കൊണ്ടുപോയോ? 12:2 വായിക്കണം. എവിടെ ഇരിക്കുന്നു ലാസർ? എവിടാ? യേശുവിൻ്റെ കൂടെ പന്തിയിൽ അവനും ഇരുന്നു. ഇപ്പം ലാസറിൻ്റെ കാല് നോക്കണം അമ്മാമ്മേ, ഇതാ വചനം. ലാസറിൻ്റെ കാലിനകത്ത് ഷുഗർ വന്ന് മുറിച്ച പാടില്ല, ശരീരത്തിൽ സ്റ്റെൻഡ് ഇട്ട പാടില്ല, അത് കഴിഞ്ഞ് തലയിൽ നല്ല മുടി. അതുകൊണ്ട് ബൈബിളിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്. ഇതായിരിക്കണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രത്യാശ. എന്താ വാക്യ? ദ്രവത്വത്തിൽ വിതയ്ക്കും, അദ്രവത്വത്തിൽ ഉയർക്കും. പെന്തിക്കോസ്തുകാർക്ക് സന്തോഷമില്ല. ഇന്ന് രാത്രി പറ, അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. ഇന്ന് രാത്രി പറ, ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും. ബാക്കി കരമുയർത്തി പറ, പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പറ, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഒന്നുകല്ലേ ഇപ്പോൾ നാം അംശമായി കാണുന്നു. കരമുയർത്തുന്നവർക്ക് ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. സ്റ്റേജ് പ്രസംഗിക്കുന്നല്ല ഇത് കേട്ടോ. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം എടുത്തത്. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ഇതാ കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അങ്ങനെയെങ്കിൽ കൈമേലും നെറ്റിമേലും ചിപ്പ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആധാർ കഴിഞ്ഞാൽ ഇതെവിടത്തേക്ക് ചെല്ലും? ഇനി കയ്യും നെറ്റിയും. ഇനി പോകാൻ പോകുന്നത് എലോൺ മസ്കിലേക്ക്. വായിക്കാം. ആധാർ കഴിഞ്ഞാൽ പുറപ്പാട് 13:9. അച്ഛനൊന്ന് വായിച്ച് സഹായിച്ചേട്ടെ. പുറപ്പാട് 13:9 എന്താ? യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ മൈക്രോ ചിപ്പ്. വായിക്കാം. പുറപ്പാട് 13:9 വായിച്ചോട്ടെ. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, ഇത് നിനക്ക് നിന്റെ കയ്യിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായി വിരിക്കണം. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഇസ്രായേലുമായിട്ട് മോശയുടെ 3 തലമുറകളുണ്ട്. 1 ഹസദിക്ക്, 2 ഹർദീക്ക്, 3 നെട്ടൂരിക്കർത്ത. യവന്മാരാണ് ഇസ്രായേലിലെ മെസ്സിയാനിക് ജൂതന്മാർ. യവന്മാർ ഇതുവരെയും വാക്സിൻ എടുത്തിട്ടില്ല. ഇവരായി കറുത്ത തൊപ്പിയും കറുത്ത ഉടുപ്പുമിട്ട് പഴയ വിലാപം അതിൽ ചെന്ന് തലയടിക്കുന്നത്. അവൻ്റെ കൈ നോക്കണം. അവൻ്റെ കൈക്കകത്തെ താണ്ട് ഇങ്ങനെ പത്തിക്കകത്ത് ആ വചനം വെച്ചിരിക്കുന്ന, തലയിൽ നമ്മുടെ തെങ്ങേ കയറുന്ന തോമാച്ചൻ ചുറ്റിയിരിക്കുന്ന പോലെ വചനം. ഇത് രണ്ടും എതിർ ക്രിസ്തു വഴിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, പിതാവിൻ്റെ നാമത്തിൽ ഞാൻ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ. കരമുയർത്തുന്നവർക്കായി. ഇതുകൊണ്ട് 1 മെഡിക്കൽ സയൻസ് കൈമേൽ നെറ്റിമേൽ, 2 യഹൂദൻ്റെ ഈ വചനമിരിക്കുന്നിടത്ത് മൈക്രോ ചിപ്പ് കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഒരു മൈക്രോ ചിപ്പിൽ വരുമോ? ഇന്ന് രാത്രി ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 15 മിനിറ്റ് കൂടെ ക്ലിയർ ആയിപ്പോയെങ്കിൽ ഇത് തീരൂ. 2009 6, 2013 ATM, 2015 റേഡിയോ കോളർ, 18 പാസ്പോർട്ടിനകത്ത് RFID, 2021 ഇന്ന് ഫാസ്റ്റാഗ് RFID കഴിഞ്ഞു. ഇനിയിപ്പോൾ വരുന്നത് എന്താണെന്നറിയാമോ? QR കോഡ്. ഇനി ഇവിടുത്തെ ചെറുപ്പക്കാർ നിങ്ങളെല്ലാവരും എയർലൈന് യാത്ര ചെയ്യുന്നവർ കേട്ടോണം. ഇന്ന് രാത്രി ഇനി കേൾക്കേണ്ടത്, നിങ്ങൾ വീട്ടിലിരുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 4 ദിവസം കഴിയുമ്പോൾ, നിങ്ങളുടെ യാത്രയുടെ 4 ദിവസം ഏത് എയർലൈന് ബുക്ക് ചെയ്തോ, നിങ്ങളുടെ വീട്ടിലിരുന്ന് ബോർഡിംഗ് പാസ് നിങ്ങൾക്ക് കൈക്കലാക്കാം. കേട്ടോണം, ബാക്കി നിങ്ങൾ കേട്ടോണം. അതിനകത്തൊരു QR കോഡുണ്ട്. എയർ ഇന്ത്യയുടെ കൗണ്ടറിൽ നിൽക്കേണ്ട, എമിറേറ്റ്സിൻ്റെ കൗണ്ടറിൽ നിൽക്കേണ്ട, നേരെ എവിടെ ചെല്ലണമെന്നറിയാമോ? അവിടെ ഈ CISF ഉണ്ട്. അവർ തന്നെ ലഗേജ് തൂക്കും. തൂക്കിയതിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് മാത്രം നോക്കിയിട്ട് എവിടത്തേക്ക് പോകുന്നെന്ന് അവർക്കറിയണ്ട. അവരൊരു കാര്യം ചെയ്യും, ഈ QR കോഡ് ഒരു ഗ്ലാസ്സിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ ഗേറ്റ് തന്നെ തുറന്നു വരും. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. ഒരു ഗവൺമെൻറ്, ഒരക്കൗണ്ട്, ഒരു ബാർകോഡ്, ഒരു മുദ്ര, ലോകത്തെവിടേക്കും പോകാൻ ഓരോ QR കാർഡ്, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ കയ്യിൽ വരും. അങ്ങനെയെങ്കിൽ അതിനാസ്പദമായി വരാൻ പോകുന്നു മൈക്രോ നീഡിൽ പാച്ച്. എലോൺ മസ്കിലേക്കാണ് പോകുന്നത്. മൈക്രോ നീഡിൽ പാച്ച് അമേരിക്കയിൽ 1 അരിമണി വലിപ്പം, അതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും കൊടുത്താൽ ഒരു മനുഷ്യനെ പറ്റി 1000 കാര്യം ഒരു ചിപ്പിനകത്ത് സ്റ്റോർ ചെയ്യാം. 2 ഇന്ന് ഇന്ത്യയിൽ കേട്ടോണേ, ഇന്ത്യയുടെ പ്രത്യേകത, ഇന്ത്യയിലാകട്ടെ ഇവിടെ ആകട്ടെ നിങ്ങൾ മനസ്സിലാക്കാം. ഈ സൗണ്ട് സിസ്റ്റം ഇവിടെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ ദാണ്ടേ, പണ്ടത്തെ കാലത്ത് ഊന്നുകല്ലി കൺവെൻഷൻ കർത്തൃദാസന്മാർ ഈ സൗണ്ട് സിസ്റ്റത്തെ വിളിക്കും. അവരൊരു 4 CD ആയിട്ടാണ് വരുന്നത്. അവരിടയ്ക്ക് പാട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ പോകുമെന്നറിയാമോ? സോദരം, നമ്മുടെ ഓമല്ലൂർ പെട്രോൾ മേടിക്കുമ്പോൾ CD സ്ട്രക്കാവും. ആബേൽ പാഷനത് മാറ്റാനും അറിയത്തില്ല, ആകെ കടന്ന് ബഹളമാണ്. പക്ഷേ ഇന്ന് ഈ സൗണ്ട് സിസ്റ്റുകാരൻ ഒരു പൊന്നമ്മാമ
ബ്ലൗസേ കുത്തുന്ന പോലെ ഒരെണ്ണത്തിനെ കുത്തും. പെൻഡ്രൈവ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇവിടെ കൺവെൻഷൻ തീർന്നാൽ 3 കല്ലി ഒരാഴ്ച പാടിക്കൊണ്ടിരിക്കും. ഒരു കോയിൽ മതി അമ്മാമ്മ. അങ്ങനെ ഇതെല്ലാം ഒരു മൈക്രോ ചിപ്പിൽ കൊണ്ടുവരും. അതിൻ്റെ പേരാ കൈമേലും നെറ്റിമേലും ബാർകോഡ്. ഇനിയുള്ള കാര്യം, നിങ്ങൾ ഒരു മനുഷ്യൻ്റെ തല, ഇതിൻ്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ്. അച്ഛൻ പുറകെ വായിച്ചു തരും. ഇന്ന് രാത്രി ഒരു മനുഷ്യൻ്റെ തലച്ചോറ് എന്താണെന്നറിയാമോ? 100 കോടി കോശത്തിനകത്ത് ന്യൂറോയിൽ, അതിനകത്ത് സെറിബ്രം, സെറിബല്ലം, മെഡുല്ല ആബ്ലാങ്കേറ്റ്, ഇതിനകത്ത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. 1 മിനിറ്റിൽ ഒരു മനുഷ്യൻ്റെ ചിന്ത 40,000, 1 മണിക്കൂർ 2400 ചിന്തയെങ്കിൽ ഇന്ന് രാത്രി ലോകം പറയുന്നു മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുക്കാം. ഇതെങ്കിലും കണ്ടിട്ട് ഇന്ന് ആരെ കണ്ണ് തുറക്കണമെന്നറിയാമോ? ഇവിടുത്തെ സകല ദൈവവിശ്വാസികളുടെയും കണ്ണ് തുറക്കണം. മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വെക്കുമോ? ഞാനല്ല പറഞ്ഞത്. ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആര് പറഞ്ഞെന്നറിയാമോ? എലോൺ മസ്ക്. ദാ കിടക്കുന്നു. മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വെക്കുമോ? നോയിക്കോണം, ക്ലിയർ ആയിക്കോണം. ഞാൻ പോയാലും ദാണ്ടേ ആസ്ട്രേലിയ മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ്. ബൈബിൾ പ്രവചനം നിവർത്തിയാകുന്നു. 2 ഇനി വരാൻ പോകുന്നു. കേട്ടോണേ, ഇന്ത്യയിലും ഇത് വരാൻ പോവാ. ദാണ്ടേ 666. ദാ കിടക്കുന്നു അമേരിക്ക കയറിയ, വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ. ദാ കിടക്കുന്നു ബരാക് ഒബാമ. അതിനവിടെ തുടങ്ങിയ പരിപാടിയാ ഒബാമ ഹെൽത്ത് കെയർ. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ദാ വരുന്നു ആയുഷ്മാൻ, ആരോഗ്യം വിരൽത്തുമ്പിൽ. ദാ കിടക്കുന്ന ദൈവദാസന്മാരെ, ഈ ഒരു കാർഡ് വരാൻ പോവാ. ഞാനിനി ഇവിടെ വന്നില്ലേലും നിങ്ങൾ കാണാൻ പോകുന്നൊരു സംഭവം 3 കല്ലുകാർ കാണാൻ പോവാ. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ആർക്ക് കൈ കൊടുക്കും? എലോൺ മസ്കിന് കൈ കൊടുക്കും. നിങ്ങൾ എഴുതി വെച്ചോണം ഇന്ന് രാത്രി. ഞാനിനി ഇവിടെ വന്നില്ലേലും നിങ്ങൾ കാണാൻ പോകുന്ന സംഭവം. ഇസ്രയേലിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അങ്കിൾ ധൈര്യമായിട്ട് പ്രസംഗിക്കണം, ആരും പ്രസംഗിക്കുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി എലോൺ മസ്കിന് കൈ കൊടുക്കാൻ പോകുന്നു. അവിടെ വരെ കാര്യങ്ങളെത്തി. അങ്ങനെയെങ്കിൽ മനുഷ്യരിൽ മൈക്രോ ചിപ്പ് വരുമോ? ദൈവദാസന്മാർ എല്ലാവരും കണ്ടോണം. ഇതാ ബൈബിളിൻ്റെ തനിമ. എല്ലാവരും കണ്ടോണം. മസ്തിഷ്കത്തിൽ ചിപ്പ്. ലോകം ടെലിപ്പതിയിലേക്ക്. കണ്ടോ മാമേ? യോഗം കഴിഞ്ഞ് വേണേ പടം എടുത്തുകൊണ്ട് ഉദാ കിടക്കുന്നു. മസ്തിഷ്കത്തിൽ ചിപ്പ്. എലോൺ മസ്ക് ലോകം ടെലിപ്പതിയിൽ. 2ാമത്തെ കാര്യം ബാക്കി പറഞ്ഞുതരാം. മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായേക്കും ലോകം. ദാണ്ടേ ന്യൂറോലിങ്ക് എലോൺ മസ്ക്. 3ാമത്തെ കാര്യം, ആരെ തലേ ചിപ്പ് വെച്ചു? ദാണ്ടേ പുറകെ ഞാൻ വാക്യം വായിച്ചു തരാം. ഹോളണ്ട് ആർദർ, 29 വയസ്സുള്ള കാറോട്ടക്കാരൻ. വണ്ടി ആക്സിഡൻറ്റിൽ അവർ അരഭാഗം തളർന്നു, കിടപ്പായിരുന്നു. ഇപ്പം മൈക്രോ ചിപ്പ് വെച്ചു. മരുന്ന് ഏത് വേണമെന്ന് മസ്തിഷ്കം പറഞ്ഞു. അവൻ തളർന്നെങ്കിലും 8 മണിക്കൂർ ചെസ് കളിച്ചു. മെഡിക്കൽ രംഗം. ദാനിയേൽ പ്രവചനം. അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ബാക്കി പറ, ജ്ഞാനം മിണ്ടുന്നില്ല എല്ലാവരും. സ്വോത്രം. അവിടം വരായി. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യനകത്ത് മൈക്രോ ചിപ്പ് വെക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇന്ന് രാത്രി മനോരമ പറയുന്നതിന് മുമ്പ്, ഏഷ്യാനെറ്റിൻ്റെ വാർത്തയിൽ പറയുന്നതിന് മുമ്പ്, ഈ നാട്ടുകാരെല്ലാം TV-യിൽ കാണുന്നതിന് മുമ്പ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ ഇന്ന് രാത്രി കൊത്തി വലിക്കുന്ന കഴുകന് പരുന്തിന്റെ നടുവിൽ അപ്പച്ചൻ പറഞ്ഞു, അന്ത്യദിനം കൈമേലും നെറ്റിമേലും മുദ്ര. വായിക്കുന്നവൻ ഭാഗ്യവാൻ. കരമുയർത്തിയാട്ടെ. വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ മിണ്ടുന്നില്ലല്ലോ, കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ മൈക്രോ ചിപ്പ്. ദാണ്ടേ ലോകം ടെലിപ്പതി. അവസാന വാക്യങ്ങൾ. 2 വാക്യം വായിക്കുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കാം. ബാക്കി മറ്റൊരിക്കൽ എവിടെയെങ്കിലും. ദാണ്ടേ തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ വഴി മനുഷ്യൻ്റെ മസ്തിഷ്കം ഊറ്റിയെടുക്കും. 3 സയൻസ് കുഞ്ഞുങ്ങൾ കേട്ടോണം. അതിന് മെഡിക്കൽ സയൻസ് വിളിക്കുന്ന പേര് RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ലോകം കാണാൻ പോകുന്ന, കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ കാണാൻ പോകുന്നു. അതിൻ്റെ പേരാ CS സ്റ്റുഡൻസ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി. ഫ്യൂച്ചർ ഫാന്റാസിയ. മനുഷ്യൻ്റെ തലച്ചോറിലെ സകല കാര്യങ്ങൾ കമ്പ്യൂട്ടർ ഊറ്റിയെടുക്കും. അങ്ങനെ ഒരു സംഭവം ഇവിടെ വരുമോ? എലോൺ മസ്ക് പറഞ്ഞതുണ്ടോ? വായിക്കാച്ച വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10. 2 സയൻസ് കൂടെ പറയുമ്പോൾ ഈ രാത്രി നിർത്താം. കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു മൈക്രോ ചിപ്പിനകത്ത് സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും. ഇതിൻ്റെ പേരാ ഇന്ന് ലോകം കാണുന്ന ഫ്യൂച്ചർ ഫാന്റാസി RNM. അച്ഛൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്താട്ടെ. കേട്ടോണോ അതിൻ്റെ പേര്? ഇന്ന് രാത്രി RNMൻ്റെ പ്രത്യേകത 4 കാര്യം കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം. ലോകം ഇത് സ്വീകരിക്കാൻ പോവാം. ഇന്ന് രാത്രി ഒരു മനുഷ്യൻ്റെ, ഈ മനുഷ്യകുലത്തിൽ എല്ലാവരും നോട്ട് ചെയ്യണം, 80% പേർക്ക് ക്യാൻസർ ഉണ്ട്. ഇതിൻ്റെ അണു എവിടെ കിടക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല.
അങ്ങനെയെങ്കിൽ മൈക്രോ ചിപ്പ് വച്ച് സ്കാനറുമായി മോണിറ്റർ ചെയ്താൽ മനുഷ്യൻ്റെ ശരീരത്തിൽ എവിടെ ക്യാൻസർ ഉണ്ടെന്ന് അവൻ വെളിപ്പെടുത്തി തരും. മൈക്രോ ചിപ്പ് പറയാം. പണ്ട് ഞാനിവിടെ കൺവെൻഷൻ വന്നു, ഇതായിരിക്കുന്നത് ആബേൽ പാസ്റ്റർ, എനിക്കൊരു പേന വേണം, ഓമല്ലു പോവാ, ഞാനും പാസ്റ്ററും കൂടെ അവിടെ ചെല്ലുമ്പോൾ പെങ്കൊച്ച് പറയും 12 രൂപ കൊണ്ടുപോക്കാളാം. ഇന്ന് അതാണോ അമ്മമ്മ? പേന എടുക്കുമ്പോൾ റെയ്നോൾസ് GST 12 രൂപ, കീ കൂക്കു, സന്തോഷമില്ലല്ലോ. ഈ ചിപ്പ് വെച്ചിട്ട് മെഡിക്കൽ ലോകം മനുഷ്യനെ നോക്കിയാൽ 1 ക്യാൻസർ, 2 ക്ഷയരോഗം, 3 പക്ഷാഘാതം. അത് കഴിഞ്ഞിട്ട് വേറൊരു കണ്ടുപിടുത്തം കൂടെ എലോൺ മസ്ക് പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയാമോ? 1 വർഷത്തിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഈ മൈക്രോ ചിപ്പ് മെസ്സേജ് തരുമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പം 30 വർഷം മനുഷ്യൻ്റെ ആയുസ് നീട്ടുമെന്ന്. അപ്പോൾ ആൾക്കാർ ചിപ്പ് വെക്കുമോ മോനെ? നിങ്ങളല്ല, ആദ്യം ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ വെക്കും. സന്തോഷമില്ലല്ലോ, രാത്രി ആരും കാണാതെ കവർ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ. 30 വർഷം കൂടെ കിട്ടിയാൽ നല്ല കാര്യം, സത്യം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കേൾക്കണം. ഇന്നിവിടെ ഒരു കമ്പനി അദാനി, റിലയൻസ് പവർ, അവിടെ ഒരു കുഞ്ഞ് 8 ലക്ഷം രൂപയ്ക്ക് ശമ്പളം ചെയ്യുക. അടുത്ത കേട്ടോണം, 8 ലക്ഷം രൂപയ്ക്ക് ശമ്പളത്തെ ജോലി ചെയ്യാം. അപ്പം മുതലാളിക്ക് ഒരു സംശയം, ഇവൻ ഈ കൊട്ടേഷൻ മറിക്കുന്നു, വലിയ കമ്പനിയാണ്. അപ്പം ഇവനോട് വല്ലതും പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. അതിന് പൊന്നെ ചക്കരയെന്നും പറഞ്ഞ് ഇവൻ്റെ കയ്യിലൊരു മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യും. അതാരുടെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യും? മുതലാളിയുടെ ലാപ്ടോപ്പിൽ. നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ 30-ാം തീയതി അന്നമ്മാമ ഫോണ്ടയ്ക്കകത്ത് ഓമല്ലൂരിൽ കൂടെ പോകുമ്പോൾ മെസ്സേജ് വരും ലോൺ അടയ്ക്കാൻ. അതുപോലെ ഇവൻ ആരോട് സംസാരിക്കുന്നെന്ന് മൈക്രോ ചിപ്പ് വെളിപ്പെടുത്തും. ഉടനെ ഇവിടുത്തെ വൻകിട കമ്പനികൾ പറയും ഇത് നല്ലതാണ്. മൂന്നാമത്തെ, സൗര്യമാർക്ക് നല്ല കാര്യം കേട്ടോണേ. മൂന്നാമത്തെ കാര്യം, ഇന്ന് 1 കുഞ്ഞപ്പച്ചേട്ടൻ്റെ നമ്പർ, 2 ചിന്നമ്മേൻ്റെയുടെ നമ്പർ, 3 സഭയുടെ പാസ്. ഞെക്കുമ്പോൾ 1, 2, 3 ഞെക്കിയാൽ റെഡി. പക്ഷേ ഇനി ഞെക്കണ്ട, തലയിലിരുന്നിട്ട് ആലോചിച്ചാൽ മതി. കോടകുളങ്ങി അവറാച്ചാനെ ഒന്ന് വിളിക്കണമെന്ന് തലയിൽ ആലോചിക്കുമ്പോൾ മൈക്രോ ചിപ്പ് മൊബൈലിനോട് പറയും. മൊബൈൽ നമുക്ക് വിളിച്ചു തരും, ഹലോ ദാണ്ടെ കോടകുളങ്ങി അച്ചായനെന്ന്. സന്തോഷമില്ലല്ലോ, ഏറ്റവും നല്ല ടെക്നോളജി. അടുത്തത് 4-ാമത്തെ കാര്യം, മനുഷ്യൻ്റെ ലൊക്കേഷൻ ഈ മൈക്രോ ചിപ്പ് തരും. കേട്ടോണം. അടുത്തത്, ഇനിയാ ഇവിടുത്തെ സയൻസ്. മനുഷ്യൻ്റെ ലൊക്കേഷൻ മൈക്രോ ചിപ്പ് തരും. ഇവിടെ പത്തനംതിട്ട ഒരു കേസന്വേഷണം നടക്കുമ്പോൾ പോലീസുകാർ പറയുന്നൊരു കാര്യമുണ്ട്, കുറ്റവാളികൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല. വായിക്കണം, സ്വത്രം, ലൊക്കേഷൻ. അതാണ് ഈ ടവർ. ഇനി മൊബൈലും വേണ്ട, സാംസങ്ങും വേണ്ട, മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് കൊടുത്താൽ കാര്യം റെഡി. കൈ ഉയർത്തണ്ട. തമിഴ്നാട്ടിൽ പോയ വേലക്കാർ കാണും. ഇവിടുന്ന് ഭാര്യ അറിയാതെ തമിഴ്നാട്ടിൽ പോയ കർത്താവിൻ്റെ വേലക്കാരൻ കളിക്കാനുള്ള കന്യാകുമാരി കയറുമ്പോൾ ഒരു മെസ്സേജ് വരും, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. സഭയിലെ പാസ്റ്റർ അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അവിടുന്ന് ചപ്പാത്തിയും കടലക്കറിയും കഴിച്ച് വരുമ്പോൾ അടുത്ത മെസ്സേജ്, വെൽക്കം ബാക്ക് വൺ കേരള. അതിൻ്റെ പേരാ ഗലീലിയോ പ്രോജക്റ്റ്. 430 സാറ്റലൈറ്റ്. ആ സാറ്റലൈറ്റിനെ ഗൂഗിളിൻ്റെ സഹായത്തോടെ അവൻ്റെ കയ്യിലാക്കിയാൽ മനുഷ്യൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പോലീസ് ജോലിയുണ്ട് അവരോട് ചോദിച്ചാൽ മതി. ഇന്നാൾ സർട്ടിഫിക്കറ്റ് തിരുത്തിയൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. മക്കളെ ഇതിനങ്ങ് നിൽക്കരുത് പെൺപിള്ളേർ. കെ വിദ്യ, നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? അവളെ ചപ്പാത്തി തിന്നിട്ട് കോഴിക്കോട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. സ്വോത്രം. പെതിയൊന്നും മാന്തി മണ്ണാമൂലയിൽ അപ്പോഴേ പിടി കിട്ടി. കോഴിക്കോടാണ്. വിദ്യയ്ക്ക് ചെന്നിട്ട് നല്ല ചപ്പാത്തി പോലീസ് കൊടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. സ്വോത്രം. പിന്നെ അവൾ മൊബൈൽ എടുത്തില്ല. 2, ഇതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. +2 ടീച്ചേഴ്സിനോടെല്ലാം നാളെ ഈ ലൈവ് ഇട്ട് കൊടുക്കണം. അവർ നിങ്ങളോട് പറഞ്ഞുതരും. ഹ്യൂമൻ ട്രാക്കിംഗ്. ബൈബിൾ. ഇന്ന് രാത്രി കായംകുളത്തുകാരൻ തൊട്ടടുത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തി ഒരുത്തനുണ്ടായിരുന്നു. നിഖിൽ, നല്ല പയ്യനായിരുന്നു. കള്ള സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി. അവൻ്റെ പണി നടന്നില്ല. അവസാനം അവൻ പ്രതിയായി. അവൻ കോഴിക്കോട്ട് പോയിട്ട് അവൻ്റെ പരിപാടി എന്താ, കോട്ടയത്ത് ഇറങ്ങി കുമിളി വഴി കമ്പം പാനായിരുന്നു. സ്വോത്രം. നിഖിൽ തോമസ്. അവൻ കോഴിക്കോട്ട് നിന്ന് മിന്നലെ കയറിയപ്പോൾ ഒരു മിന്നൽ മൊബൈലൊന്ന് ഞെക്കി. അത് കിട്ടി പോലീസുകാർക്ക്. സ്വോത്രം. അതിൽ അന്വേഷിച്ച എൻ്റെ ഒരു സുഹൃത്ത് CSI കാറ്. ഞാൻ ആ പുള്ളി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഫോട്ടോ കൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇവനെ കോഴിക്കോട് നിന്ന് കയറിയപ്പോഴേ പിടിച്ചുകൂടായിരുന്നു. പാസ്റ്റർ എന്തിനാ ബുദ്ധിമുട്ടിരുന്നത്? അവൻ മിന്നൽ ബസ് മിന്നൽ പോലെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്വോത്രം. 5:30 കോട്ടയത്തെത്തിയാൽ ചിലപ്പോൾ കുഴപ്പമാവും. ഏറ്റുമാനൂർ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് നിഖിലിനോട് പറഞ്ഞ് കട്ടൻ കാപ്പി കൂടി ആരാംസെ ആജാവുന്നതായിരിക്കുന്നു. സ്വോത്രം. കേട്ടോ, മനസ്സിലാക്കി. ഇതെല്ലാം ടെക്നോളജിയാ. അവനെ കൊണ്ടുപോയി നിഖിൽ തോമസിന് ഹ്യൂമൻ ട്രാക്കിംഗ്. ഇനി സാറ്റലൈറ്റ് വേണ്ട, മൊബൈൽ വേണ്ട, കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുത്താൽ മനുഷ്യൻ്റെ ലൊക്കേഷൻ ടവർ വെളിപ്പെടുത്തി തരും. അവൻ്റെ കണ്ണ് സകലരെയും കാണാൻ പോകുന്നു. എന്നാൽ ആ ലൊക്കേഷൻ വെളിപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ കർത്താവ് വരാറായി. ഇന്ന് രാത്രി കേട്ടോണേ. ഇനി അടുത്തത് കേൾക്കണം. ഇന്ന് ഞാൻ കൺവെൻഷൻ സ്ഥലം കാലിയാക്കാം. നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത, എലോൺ മസ്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറുമായി കൈ കൊടുക്കാൻ പോകുന്നു. അടുത്ത ഒരു വാക്കുകൂടെ നിങ്ങൾ കേട്ടോണം. എന്താ സംഭവം എന്നറിയാമോ? ഈ ദിവസങ്ങൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, ഏഷ്യാനെറ്റിൻ്റെ ചെയർമാൻ, ബ്രിട്ടനിൽ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരെഴുതിക്കോ, ചാറ്റ് GPT. ആ കോൺഫറൻസിൽ എലോൺ മസ്ക് ഉണ്ടായിരുന്നു.
എലോൺ മസ്ക് ആരോട് പറഞ്ഞെന്നറിയാമോ? ഈ രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു, മോഡി സാറിനോട് പറയണം, ഇന്ത്യ 150 കോടി കൊലപാതകവും ബാങ്ക് കവർച്ചയും നടക്കും, സംശയമുള്ളവരുടെ ശരീരത്തിൽ ചിപ്പ് വച്ചാൽ ഇന്ത്യ സേഫാക്കി ഞങ്ങൾ കയ്യിൽ തരാം പറഞ്ഞത് എലോൺ മസ്ക് രാജീവ് ചന്ദ്രശേഖരനോട്. നിങ്ങളുടെ മൊബൈലിനകത്തും വാർത്തയിലും കാണുമെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയ പ്രവചനങ്ങൾ നിവർത്തിയായി. ഏതാ? അടിമയാക്കി കൊണ്ടുപോകുന്നവൻ, കരമുയർത്തുന്നവർക്കായി കർത്താവിന്റെ വരവിൽ അടിമയാക്കി കൊണ്ടുപോകും. അടുത്തത് വായിച്ചാട്ട, വാളാൽ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അതല്ലയോ കഴിഞ്ഞ ദിവസം റഷ്യയിൽ IS 100 ചില്വാനം വരെ കൊന്നു. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കപ്പെടും. ഇതെല്ലാം നിങ്ങൾ കണ്ടോണ്ട് ഇവിടെ എന്താ? വിശുദ്ധന്മാരുടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ ചേർക്കാൻ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഊന്നുകൽ പറ, സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാ ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഊന്നുകല്ലേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വിത്ത് 2 minutes. ഇന്ന് രാത്രി അപ്പൊ 2 ചിപ്പ് ഞങ്ങളുടെ ശരീരത്ത് കയറുമോ? ഇല്ല, നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. അത് കേട്ടെങ്കിലും ഊന്നുകല്ലുകാർ കരമുയർത്തണം. നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. വായിക്കാച്ചായ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ തിരുവചനം വായിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി എലോൺ മസ്കിന്റെ മൈക്രോ ചിപ്പ് നമ്മുടെ ശരീരത്തിനകത്ത് വെക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് ഒരു ചിപ്പുണ്ട്. നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ കരമുയർത്തുന്നവർക്ക് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി എത്ര പേർക്ക് കരമുയർത്താം? ആ കരമുയർത്തിയാട്ടെ. നമ്മുടെ പൗരത്വമോ, ഊന്നുകല്ലുകാരെന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. ഇന്ന് രാത്രി താങ്കൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? നിർത്താൻ പോവാ. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പാട്ടുപാടി നിങ്ങളുടെ നല്ല സഹകരണത്തിനായി. ഇന്ന് രാത്രി 1-2 കാര്യം മനസ്സിലാക്കണം. കണ്ടോ, ഇവിടെ ഓമല്ലൂരിൽ നല്ലൊരു വീട്. എവിടെയാ? ഊന്നുകല്ലിൽ. ഒരു ചെറുപ്പക്കാരി ഏവരും കേൾക്കണം. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 2 കുഞ്ഞുങ്ങൾ. അവരുടെ പ്രത്യേകത, അവരേറെ നാൾ ഗൾഫിലായിരുന്നു. ആരെയും കുറ്റപ്പെടുത്തുമല്ലോ. ഇവിടെ വന്ന് 38 ചെറുപ്പക്കാരൻ, 36 പെൺകുട്ടി, അനവധി ട്രീറ്റ്മെന്റ്, ലാപ്രോസ്കോപ്പിക് വിത്ത് ഗൈനക്കോളജി നടത്തി. ഇപ്പോൾ 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ കിട്ടി. 40 വയസ്സായി 2 പേർക്ക്. നല്ല വീട്, നല്ല കാർ. ഏവരും ശ്രദ്ധിക്കുക. ഒരു ദിവസം ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിച്ചു. കുഞ്ഞുമായിട്ട് 3 പേരും ഒരു കട്ടിലിനകത്ത് കിടന്നുറങ്ങി. ഉച്ചയായപ്പോൾ ചെറുപ്പക്കാരി 3:30 ഉറങ്ങി എഴുന്നേറ്റു. കുഞ്ഞുറങ്ങും. ഒരു തലയണ വെച്ചു. അവർ പറഞ്ഞ കാര്യമുണ്ട്, തോട്ടത്തിൽ പോയി വെള്ളമടിക്കുക, കുറച്ച് കഴിഞ്ഞ് വന്ന് കുഞ്ഞിന് ചായ ഇട്ട് കൊടുക്കുക. ചെറുപ്പക്കാരും തൊട്ടടുത്തുള്ള തോട്ടത്തിൽ പോയി വെള്ളമടിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ശബ്ദം, നാട്ടുകാർ പോക. അവരോടി വന്നു. ഷോർട്ട് സർക്യൂട്ട്. നാട്ടുകാർ പറഞ്ഞു, അകത്തോട്ട് കയറുന്നത് ഷോർട്ട് സർക്യൂട്ടാണ്, നിങ്ങളും മരിക്കും. അവർ പറഞ്ഞു, നെവർ. അയ്യോ, ഞങ്ങളുടെ ഒരു കുഞ്ഞാ, കറുത്ത കുഞ്ഞാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി മക്കളുണ്ടാകത്തില്ല. നാട്ടുകാർ തടയോ? ചെറുപ്പക്കാരും കൈ കൊടുത്തു. നാട്ടുകാരോട് പറഞ്ഞു, ആരൊക്കെ തടഞ്ഞാലും ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കാണത്തില്ല. കത്തുന്ന വീട്ടിൻ്റെ വാതിൽ പാളികൾ ചവിട്ടി പൊളിച്ചുകൊണ്ട് ചെറുപ്പക്കാരി 2 വയസ്സുള്ള കരിക്കട്ടയിൽ പോലിരിക്കുന്ന കുഞ്ഞിന്, അല്പം പൊള്ളലേറ്റ കുഞ്ഞിനെ എടുത്തമ്മാമ ഒറ്റ ചാട്ടം മുറ്റത്തോട്ട്. നാട്ടുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, വിഷയമില്ല. എന്നാൽ ഞങ്ങളുടെ രക്തത്താൽ പിറന്ന ഞങ്ങളുടെ കുഞ്ഞിനെ കരങ്ങൾ കിട്ടിയെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യമെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. ഊന്നുകലേ, കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സൂചേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ഇന്ന് രാത്രി താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതുവരെയും രക്ഷയുടെ പെട്ടകത്തിനകത്ത്. അടുത്ത വർഷം കൺവെൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം കേൾക്കണം. എന്താ കാര്യമെന്നറിയാമോ? ഒരു കാര്യം കൂടെ പറയാം. ടൈറ്റാനിക് യാത്രയാകും. 1912 ഏപ്രിൽ 10-ാം തീയതി 2237 കിലോമീറ്റർ
കിലോമീറ്റർ അമേരിക്കയിലേക്ക് സമ്പന്നന്മാരുമായി 5 തട്ടുള്ള കപ്പൽ യാത്രയെ ക്യാപ്റ്റൻ സ്മിത്ത് മുന്നറിയിപ്പുകൾ അവഗണിച്ചു. ദൈവം വിചാരിച്ചാലും തകരത്തില്ല. പ്രസംഗം അതല്ല. ആ സമയത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 4-ാം ദിവസം പാറയ്ക്കകത്ത് ഈ കപ്പൽ ചെന്ന് ഇടിക്കുക. പാറയ്ക്കകത്ത് ഇടിക്കുമ്പോൾ തകരുക. ഒരു ഇംഗ്ലീഷുകാരൻ, നല്ലൊരു എഴുത്തുകാരനുണ്ട്, ആ കഥ ഞാൻ വായിച്ചാൽ കരഞ്ഞുപോയി. അദ്ദേഹം മെസ്സിൽ നിന്ന് ചാപ്പാട് കഴിക്കുമ്പോഴാണ് കപ്പൽ ഇടിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം ആലോചിച്ച്, താഴെ എൻ്റെ മുറിയുണ്ട് അച്ചായ, $3 ലക്ഷം കിടപ്പുണ്ട്. പുള്ളിക്ക് പിടികിട്ടി താഴെ പോയി ആ പൈസ എടുക്കാൻ പോയാൽ അറ്റ്ലാന്റിക്കിൽ ഉപ്പുവെള്ളത്തിൽ ഞാൻ ചേരും. പുള്ളിയുടെ മുൻപിൽ ഒരു കാര്യം കണ്ടു. ഒരു ലൈഫ് ജാക്കറ്റ് അവിടെ കിടക്കുന്നു, 3 ഓറഞ്ചുമുണ്ട്. കപ്പൽ തകരുന്നതിന് മുമ്പ് ആ ലൈഫ് ജാക്കറ്റ് എടുത്ത് ഓറഞ്ചും എടുത്ത് വെള്ളത്തിൽ ചാടി അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിൽ ഈ ഊന്നുകൽ കൺവെൻഷനകത്ത് ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി ഒരു ലൈഫ് ജാക്കറ്റിന് ഇന്ന് രാത്രി ഊന്നുകല്ലിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രി അവൻ്റെ വചനത്താൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കുക? പണ്ഡിതന്റെ ദൈവമല്ല, പാമരന്റെ ദൈവമല്ല, ധനവാന്റെ ദൈവമല്ല, ദരിദ്രന്റെ ദൈവമല്ല. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഒന്നുകല്ലേ 2-ാം രാത്രി കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മരണം. ഇന്ന് രാത്രി ഞങ്ങളുടെ ഒരു പ്രത്യാശയുണ്ട് മക്കളെ. കമ്പോളത്തിൽ മരിക്കാം, കവലയിൽ മരിക്കാം, ഹാർട്ട് അറ്റാക്കിൽ മരിക്കാം, കോവിഡിൽ മരിക്കാം, പ്രസംഗ സ്ഥലത്ത് കുഴഞ്ഞു വീഴാം. എന്നാൽ ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് മരിച്ചുയർത്തെഴുന്നേറ്റവൻ തൻ്റെ ഭക്തന്മാരെ ചേർക്കുക ഈ തലമുറയിൽ വരാറായി. ഇന്ന് രാത്രി ഈ സത്യവചനത്തിൻ്റെ അകക്കണ്ണുകൾ ആരുടെ ഹൃദയത്തിൽ ചലിച്ചെങ്കിലും ഇന്ന് രാത്രി അവിടെ നിന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ നാഥൻ വരാറായി. നിർത്താൻ പോവുക. ഈ ഒരു ദിവസം വരാൻ പോകുന്നു. യോഹന്നാൻ 9:4 പാടുന്ന കുഞ്ഞുങ്ങൾ തയ്യാറായിക്കോ മക്കളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അച്ചായ ഒരു മിനിറ്റ്. അമ്മാമേ, നമ്മുടെ കയ്യിലെല്ലാം മൊബൈലുണ്ട്. നിങ്ങൾ സൂമിൽ വരുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ വരുന്നുണ്ട്. 10,000 പേരോട് നിങ്ങൾ സുവിശേഷം പറയണ്ട. പെന്തക്കോസ് അല്ല നിങ്ങളുടെ സുവിശേഷം. ഈ വർഷം ഒരാളോടെങ്കിലും യേശു രക്ഷകനെന്ന് പറയുവാൻ എന്നെ ബലപ്പെടുത്തണം. 1000 പറയണ്ട. ഞങ്ങളുടെ കണക്ക് വെള്ളം കുടിക്കാതെ അലറണ്ട, നെഞ്ചു പൊട്ടി പ്രസംഗിക്കണ്ട. കാണുമ്പം ഇത് നിത്യതയിലെത്തിക്കുന്ന മാർഗം രക്ഷയെന്ന് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം. ഇതെല്ലാം കണ്ടിട്ടാണ് ഇസ്രായേലിനോട് ചേർന്ന് യേശു ഒരു വാക്ക് പറഞ്ഞു. അത് കേട്ടെങ്കിലും മാനസാന്തരപ്പെടും. വായിച്ചാട്ടാ, എന്നെ അയച്ച ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തിയാട്ട് മക്കളെ. ഇതിനെ ഓർത്ത 4 സയൻസ് നിങ്ങളോട്. 1, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അധികാരം. മൃഗത്തിൻ്റെ പ്രതിമ വരുന്നതിന് മുമ്പ് നാഥൻ്റെ മുഖം മധ്യാകാശത്തിൽ. അതിനാത്മാവ് ലഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്താണ് ചേർക്കാൻ കാന്തൻ വരും. ഇന്റർനെറ്റിന്റെ മുഖത്തിൽ കമ്പ്യൂട്ടറിന്റെ പ്രതിമയായി സാത്താൻ വരുന്നതിന് മുമ്പ് തേജസ്സിൽ അവന്റെ പൊന്മുഖം. യെരുശലേം ദൈവാലയത്തിൽ പ്രതിമയെ കൊണ്ടുവെക്കും. ഒരു ക്ലാസ് പോലെ കേട്ടോ. പ്രതിമ വരുന്നതിന് മുമ്പ് കാന്തന്റെ കാഹളം കേൾക്കും. യഹൂദന്റെ കഴുത്തറക്കും IS-ന്റെ തീവ്രവാദികൾ. ആ രക്തം വീഴുന്നതിന് മുമ്പ് ചങ്കിലെ ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ വരും. അധർമ്മത്തിന്റെ മർമ്മമായ എലോൺ മസ്കിന്റെ മൈക്രോ ചിപ്പ് താമസമന വരും. എന്നാൽ രക്ഷയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്കറിയാം, അവന്റെ ചിപ്പ് ഞങ്ങൾ പതിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവനെ ചേർക്കാൻ യേശു മധ്യാകാശത്തിൽ വരും. ബാക്കി വെളിപ്പാട് തീരുന്നില്ല. 50 രാത്രി പ്രസംഗിച്ചാലും നോട്ടീസ് ഇരിക്കുക. രാത്രി ഇന്നലെ ഞാനൊരു കഥ പറഞ്ഞു, ക്യാൻസറിന്റെ ഒരു കഥയും കൂടെ പറയാം. ഷിജിനെ, ഇത്രയും കുഞ്ഞുങ്ങൾ ഇരിക്കുക, ചൂടിനെ അവഗണിച്ചവർ വന്നതാ. സാൽവേഷൻ ആർമി കേട്ടവർക്കായി. സാൽവേഷൻ ആർമിയുടെ സൂപ്രണ്ടിന്റെ പേരായിരുന്നു ഡോക്ടർ വില്യം ബൂത്ത്. കേൾക്കണോ? അദ്ദേഹം ലണ്ടനിലെ പോലീസിന്റെ ചീഫ് മേധാവി. അതുകൊണ്ട് അവർക്ക് 2 സ്റ്റാർ. അവരുടെ ചർച്ചായിരുന്നു ലണ്ടനിലെ വലിയ ചർച്ച്. എല്ലാ അമ്മമാരും അച്ചായമാരും കേൾക്കണം കർത്താവാര്. അപ്പോൾ അവർ 2 കിലോമീറ്റർ മൈക്ക് വെക്കും കൺവെൻഷന്. 1 കിലോമീറ്ററിനകത്ത് ഒരു ചെരുപ്പ് കുത്തിയുണ്ട്. മോൻ്റെ പേര് സാമുവൽ ബർഗ് എന്ന. അവൻ ചെരുപ്പ് തുടച്ചോട്ടിരിക്കും. അവൻ ഈ പാട്ടും അന്യഭാഷയ്ക്ക് ഭയങ്കര സന്തോഷം. 18 വയസ്സുള്ള കുഞ്ഞ് ഒരു കൺവെൻഷന് വൈകിട്ട് അവിടെ ചെന്നു. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വോളണ്ടിയേഴ്സ് നിൽക്കുന്ന പോലെ അവിടെ ചെന്ന് പറഞ്ഞു, നിന്നെ കയറ്റത്തില്ല, നീ ചെരുപ്പൂത്തിയുടെ മകനാ. സൈമൾട്ടേഷൻ ഇതിവിടെ നല്ല പട്ടാള ഓഫീസേഴ്സും പോലീസുകാരും, നീ എന്തിനാ വന്ന് പാൻ പറഞ്ഞു. 19ാമത്തെ വർഷം വീണ്ടും ഈ കുഞ്ഞ് 19 ചെന്ന് അവർ പറഞ്ഞു, കഴിഞ്ഞ വർഷം നീ വന്നതാ, നിന്നോട് പറഞ്ഞില്ല ഇവിടെ കയറ്റത്തില്ല. ഇതെല്ലാം പോലീസുകാരും പട്ടാളം ചീഫ്. അവൻ ഒന്നും അറിയാതെ പോയി. എല്ലാവരും കേൾക്കണം. 20ാമത്തെ വയസ്സിൽ ആ കുഞ്ഞൊരു പകൽ വന്നു. സെക്യൂരിറ്റിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കൺവെൻഷന് വന്നേയല്ല, ഈ പ്രസിഡന്റിനെ ഒന്നാണ്. ആ പ്രസിഡന്റ് ഫ്രീ ആ ചെല്ലാൻ പറഞ്ഞു. പ്രസിഡന്റിൻ്റെ അടുത്ത് ചെന്നു. ഈ കുഞ്ഞു ബാലം പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് ഈ ചർച്ചിനകത്തൊന്ന് ആരാധിക്കണം, അല്ലെ പുറത്ത് നിന്ന് കൈ അടിക്കണം. അദ്ദേഹം പറഞ്ഞു, നിന്റെ ആയുസ് നടക്കത്തില്ലെന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ ചെരുപ്പ് കുത്തിയ, നീ ഷൂ തുടയ്ക്കുന്നവർ, പിന്നെ നിനക്കൊരു ജോലി തരാം. കൺവെൻഷനല്ലയോ, ഞങ്ങളുടെ ചർച്ച വരുന്നവരെല്ലാം ഷൂ വെക്കുന്നൊരു പുരയുണ്ട് ആഹാരം കൊടുക്കുന്നതിനടുത്ത്, റാക്കുകൾ.
അവിടെ ഇരുന്ന് തുടയ്ക്കണം, ചായ കിട്ടും, കഞ്ഞിയും കിട്ടും, കിടന്നുറങ്ങണം. സമ്മതമാണെന്ന് ചോദിച്ചു. ഈ കുഞ്ഞ് പറഞ്ഞ് സമ്മതമാണെന്ന്. 1 2 അല്ല, 14 വർഷം സാമുവൽ ബർഗ് അവിടെ കിടന്നു. എല്ലാവരും കേൾക്കണം. 34-ാമത്തെ വയസ്സിൽ ലണ്ടനിൽ വലിയ കൺവെൻഷൻ. വ്യാഴം വെള്ളി ശനി ഞായർ. വ്യാഴം വെള്ളി എന്താണെന്നറിയോ? LMS മിഷണറി. ശനി ഞായർ ഒരു ഇംഗ്ലീഷുകാരന് രാവിലെ 10 മണിക്ക് വില്യം ബൂത്ത് ഓഫീസിൽ നിന്നപ്പോൾ ലാൻഡ് ഫോണിൽ ഒരു ലൈനിൽ ഫോൺ. ഇംഗ്ലീഷുകാരൻ വരത്തില്ല, സുഖമില്ല. വില്യം ബൂത്ത് ഓടി. 10,000 പങ്കെടുക്കുന്ന കൺവെൻഷനാണ്. മുറി അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർണപുടത്തിൽ ഒരു ശബ്ദം കേട്ടു, നീ കരയേണ്ട കാര്യമില്ല, നിന്റെ ഷൂപ്പറയ്ക്കകത്ത് 14 വർഷമായിട്ട് ഒരുവൻ കിടപ്പുണ്ട്, ഇന്ന് രാത്രി അവനെ സ്റ്റേജിനകത്ത് കയറ്റണം. അപ്പം പറഞ്ഞ് അവൻ എഡ്യൂക്കേഷൻ. സ്വർഗം പറഞ്ഞ് നീ പറയുന്നത് ചെയ്താൽ മതി. ഓടി വില്യം ബൂത്ത് താടിയും മുടിയുമായി ഒരു പഴയ ഡ്രസ്സുമായി അവിടെ കിടക്കുന്ന സാമുവൽ ബർഗിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ ഇന്ന് രാത്രി നീ പ്രസംഗിക്കണമെന്ന് ദൈവാത്മാവ് പറയുന്നു. ആ മോൻ ബൈബിൾ കയ്യിലെടുത്ത അമ്മമാർ കേക്ക്. അവൻ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. സ്തോത്രം. അന്ന് രാത്രി ലണ്ടനിൽ ആദ്യമായിട്ട് ഒരു ഷൂകുത്തിയുടെ മകൻ പ്രസംഗിച്ചു. സാൽവേഷൻ ക്രൂസൈഡ്. 3000 പേർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്ന് രാത്രി വചനമേറ്റെടുത്തേ പോകാവൂ. അതിനുശേഷം ഞായറാഴ്ച കൺവെൻഷൻ്റെ കടസിയ. അന്ന് രാത്രി ലണ്ടനിലൊരു പ്രസംഗം നടത്തി. ഉണർവിൻ്റെ കാറ്റ് ലണ്ടൻ പട്ടണം. ആശീർവാദത്തിന് മുമ്പ് ഡോക്ടർ സാമുവൽ വില്യം ബൂത്ത് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഐ റിസൈൻ മൈ പോസ്റ്റ്. ഹൂ ഈസ് ഫോളോയിങ് ദ ചീഫ് ഓഫ് സാൽവേഷൻ ആർമി ടുമാറോ? ദാറ്റ് മീൻസ് 14 years surrounded our church. One person, that means സാമുവൽ ബർഗ്. നമ്മുടെ കോമ്പൗണ്ടിൽ 14 വർഷം കടന്ന ഇവൻ നാളെ നമ്മുടെ സഭയെ നയിക്കും. ചായ അമ്മാമ്മേ, പൊട്ടക്കിണറ്റ് വീണാലും വാഗ്ദത്തമുള്ളവൻ എഴുന്നേറ്റ് വരും. ദൂതേറ്റെടുക്കണം. ഇന്ന് രാത്രി അടിമച്ചന്തയിൽ കിടന്നാലും നീ എഴുന്നേറ്റ് വരും. പൊത്തിപേരൻ്റെ ഭാര്യ നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും കഷ്ടത്തിൻ്റെ നടുവിൽ നീ കാരാഗ്രഹത്തിൽ വീഴും. എന്നാലും നിന്റെ ദർശനം അവസാനിക്കുന്നില്ല. ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. യോസഫെ ചേട്ടന്മാരും മറന്നു കാണും. അപ്പുറത്ത് നിന്റെ മരണവാർത്ത പലയിടത്തും ഒട്ടിച്ചേക്കാം. കണ്ണു മങ്ങിയ അപ്പനെ പറ്റി നിന്നെ ഒരു ഹല്ലേലൂയ വിചാരവും കാണത്തില്ല. എന്നാൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ കാരാഗ്രഹത്തിനകത്ത് പട്ടിണിക്കഞ്ഞി കുടിക്കുമ്പോഴും ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഒരു ചെയർ ഒരുക്കി നിന്നെ മാനിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരിമാരെ, വലിയ പണം കിട്ടി കാണിയല, വലിയ വേദി കിട്ടി കാണിയല, നല്ല കാർ കിട്ടി കാണിയല, നല്ല ഹല്ലേലൂയ സംവിധാനങ്ങളൊന്നും കിട്ടി കാണിയല. കഷ്ടതയുടെ നടുവിലും ദൈവത്തോട് നീ നിലവിളിക്കുമ്പോൾ, ഇന്ന് രാത്രി പടവുകൾ മാറുമ്പോൾ, ഒടുവിലത്തിൽ നിന്നെ ഇരുത്തുവാൻ ഒരു കസേര ദൈവം ഉണ്ടാക്കും. നീ പട്ടിണി കിടക്കുമ്പോൾ നിന്റെ കാലയുടെ ഒരു ചെരുപ്പ് ദൈവം ഉണ്ടാക്കും. ലോകത്തിൻ്റെ ഒരധികാരം നിനക്കെതിരായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വർണ്ണ സരിപ്പള തരും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറ, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ചേട്ടന്മാരുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. അതുകൊണ്ട് ഊന്നുകല്ലിൽ പരിസമാപ്തി പറ, അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഞാൻ ഇരുന്നാൽ എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവം ഉയർത്തും. അവൻ വരാറായി. ഇന്ന് രാത്രി ഇതുവരെയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത, എൻ്റെ പ്രസംഗം പെന്തക്കോസയല്ല, നിങ്ങൾ നിത്യതയിൽ എടുക്കപ്പെടണം. ഈ യോഗം കഴിഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സമയം മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ കടന്നു വരണം. ഞാനിവിടെയുണ്ട്. ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. 2 ദിവസമായി കടയുടെ ചെരുവിലും തെരുക്കോണിലും വണ്ടിക്കകത്തും അനേക ചെറുപ്പക്കാരും ഇവിടെയുള്ള ഊന്നുകല്ലിലൊക്കെ കേൾക്കുന്നു. മക്കളെ, ഈ സ്റ്റേജിലേക്ക് വരണ്ട, നിങ്ങൾ നേർച്ച കൊടുക്കണ്ട, കാഴ്ച കൊടുക്കണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് ലോകം തീരാറായി. സംഭവങ്ങൾ മുഴുവൻ 2 ദിവസം കേൾക്കുന്നു. നാഥൻ്റെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഈ കർത്താവായ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു. കരമുയർത്തിക്കൊണ്ട് നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് രാത്രി ഒരു ഹല്ലേലൂയ ഒരു തീരുമാനമെടുത്താൽ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി.